ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് സമ്മറൈസ് ചെയ്യാം. നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മെക്കാനിക്കൽ സിസ്റ്റം നമ്മൾ ഡിഫൈൻ ചെയ്തു. മെക്കാനിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബേസിക്കലി സെറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ആണ് ആൻഡ് അവർക്കിടയ്ക്ക് സം കൺസ്ട്രെയിൻസ് ഉണ്ട്. ആൻഡ് അതിനുശേഷം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഡെഫിനേഷൻ ആണ് ബേസിക്കലി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് എ മെക്കാനിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു പർട്ടിക്കുലർ മെക്കാനിക്കൽ സിസ്റ്റം ഉണ്ട്, അതിൻ്റെ കംപ്ലീറ്റ് കോൺഫിഗറേഷനെ എനിക്ക് കംപ്ലീറ്റ് ആയിട്ടും ഡിസ്ക്രൈബ് ചെയ്യാൻ എത്ര നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് പാരാമീറ്റർ വേണം, അതാണ് ബേസിക്കലി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഫോർ എക്സാമ്പിൾ, നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ യൂസ് ചെയ്ത എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഡബിൾ പെൻഡുലം ആയിരുന്നു. ഈ ഡബിൾ പെൻഡുലത്തിന്റെ കേസിൽ ഇതിന്റെ എക്സാക്ട് ഈ കോൺഫിഗറേഷൻ എനിക്ക് കംപ്ലീറ്റ്ലി സ്പെസിഫൈ ചെയ്യാൻ ഞാൻ ബേസിക്കലി ഈ രണ്ട് ആംഗിൾസ് ഞാൻ സ്പെസിഫൈ ചെയ്താൽ മതി. ആൻഡ് ഈ ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനെ നമ്മൾ വിളിച്ച പേരാണ് ആക്ച്വലി ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്. ആൻഡ് നമുക്ക് ഓൾറെഡി അറിയാം ഈ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് അത് യുണീക്ക് ആയിട്ടുള്ള സെറ്റ് അല്ല. അതായത് എനിക്കിപ്പോൾ ഈ ഡബിൾ പെൻഡുലത്തിനെ ഇതിന്റെ കോൺഫിഗറേഷനെ കംപ്ലീറ്റ്ലി സ്പെസിഫൈ ചെയ്യാൻ എനിക്ക് വേണമെങ്കിൽ ഈ Q1 Q2 ഈ രണ്ട് ആംഗിൾസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എനിക്ക് ഇവിടെ നിങ്ങോട്ടുള്ള എക്സ് ഡിസ്റ്റൻസിൽ എനിക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ഒരു എക്സ് ഡിസ്റ്റൻസും മറ്റതിന്റെ ആംഗിളും യൂസ് ചെയ്യാം. റൈറ്റ്, ഓക്കെ. അതായത് ചോയ്സ് ഓഫ് ആ സെറ്റ്സ് ഓഫ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് യുണീക്ക് അല്ല. എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് ആ ചോയ്സ് എനിക്ക് ചൂസ് ചെയ്യാം. റൈറ്റ്, അതുകൊണ്ടാണ് ആക്ച്വലി അതിനെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് എന്ന് വിളിക്കുന്നത്. നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഇതിന്റെയൊക്കെ ഡയമെൻഷൻസ് സെയിം ആവണമെന്നില്ല. റൈറ്റ്, these are just general coordinates to specify configuration of that system. Okay, right. അതിനുശേഷം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് ആക്ച്വലി കോൺഫിഗറേഷൻ സ്പേസ്. കോൺഫിഗറേഷൻ സ്പേസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അത് ബേസിക്കലി നമ്മുടെ XY കോർഡിനേറ്റ് സിസ്റ്റം പോലത്തെ ഒരു കോർഡിനേറ്റ് സിസ്റ്റം നമുക്ക് ഇമാജിൻ ചെയ്യാം. ആൻഡ് അതിനകത്തുള്ള ഓരോ ആക്സസുകളും നമ്മുടെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ആയിരിക്കണം. അതായിരിക്കണം അതിനകത്തുള്ള പാരാമീറ്റർ. അങ്ങനെയാണെങ്കിൽ എന്താ ഇതിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് നോക്കാം. നമ്മുടെ ഈ മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ ഒരു പർട്ടിക്കുലർ കോൺഫിഗറേഷൻ ഞാൻ ഈ ഓരോ ഇൻഡിവിജ്വൽ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിന്റെയും വാല്യൂസ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ പർട്ടിക്കുലർ കോൺഫിഗറേഷൻ എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. അതായത് ഇപ്പൊ ഈ Q1 ഉം Q2 ഉം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ആ പെയർ ഓഫ് നമ്പർ ആ പർട്ടിക്കുലർ കോൺഫിഗറേഷന്റെ കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ ആണ്. എങ്കിലും ആലോചിച്ച് നോക്കുക, സപ്പോസ് ഈ കേസിൽ ഞാനിപ്പോൾ ഈ ആക്സസിൽ Q1 ഉം ഈ ആക്സസിൽ Q2 കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്താൽ ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ Q1, Q2 ആണ്. റൈറ്റ്, അതായത് നമ്മുടെ ഈ ഡബിൾ പെൻഡുലത്തിന്റെ ഒരു പർട്ടിക്കുലർ കോൺഫിഗറേഷനെയാണ് ഞാൻ ഈ പോയിന്റ് കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ? അതായത് എൻ്റെ മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ കോൺഫിഗറേഷനെ എനിക്ക് ഈ കോൺഫിഗറേഷൻ സ്പേസിൽ ഒരു പോയിന്റ് ആയിട്ട് എനിക്ക് റെപ്രസെന്റ് ചെയ്യാം. ആൻഡ് നമ്മുടെ മെക്കാനിക്കൽ സിസ്റ്റം ഇവോൾവ് ചെയ്താൽ, അതായത് ടൈമിനനുസരിച്ച് നമ്മുടെ മെക്കാനിക്കൽ സിസ്റ്റം മാറുമായിരിക്കും. ഓരോ ഇൻസ്റ്റന്റ് ബൈ ഇൻസ്റ്റന്റ് അതിന്റെ ഈ ഓരോ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സും ചേഞ്ച് ചെയ്യും. സോ ദാറ്റ് എനിക്ക് എവറി ഇൻസ്റ്റന്റ് എനിക്ക് എന്ത് ചെയ്യാം, ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് Q1 ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് Q2 എനിക്ക് അസോസിയേറ്റ് ചെയ്യാം കറസ്പോണ്ടിങ് ടു ആ പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലെ കോൺഫിഗറേഷൻ. സോ എനിക്ക് ഇൻസ്റ്റന്റ് ബൈ ഇൻസ്റ്റന്റ് എനിക്ക് ഇവിടെ ഓരോ പോയിന്റ്സ് എനിക്ക് കണ്ടെത്താൻ പറ്റും. ബിക്കോസ് ഈ ഓരോ പോയിന്റ്സും റെപ്രസെന്റ് ചെയ്യുന്നത് ആ പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലെ കോൺഫിഗറേഷനെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിന്റെ ടൈം എവല്യൂഷനെ എനിക്ക് ഈ കോൺഫിഗറേഷൻ സ്പേസിൽ ഒരു കർവ് ആയിട്ടാണ് എനിക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐഡിയ ആണ്. ബിക്കോസ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം എങ്ങനെയാണ് ഇവോൾവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അതെന്തോ ഒരു പിക്ചോറിക്കൽ അല്ലെങ്കിൽ ഒരു വീഡിയോ പോലത്തെ ഒരു വ്യൂ ആയിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് അതിനെ കുറച്ചും കൂടെ മാത്തമാറ്റിക്കലി ഡൂവബിൾ ആയിട്ടുള്ള ഫോമിലോട്ട് മാറ്റി. ബിക്കോസ് ഞാൻ നല്ല നല്ല ഡെഫിനേഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. റൈറ്റ്, ഓക്കെ, റൈറ്റ്. ഇതിനോടൊപ്പം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത മറ്റൊരു കോൺസെപ്റ്റ് ആണ് ആക്ച്വലി എക്സ്റ്റെൻഡഡ് കോൺഫിഗറേഷൻ സ്പേസ്. എക്സ്റ്റെൻഡഡ് കോൺഫിഗറേഷൻ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അടുത്ത ആക്സസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ടൈം ആണ്. സോ ദാറ്റ് ഞാൻ ആ ഓരോ ടൈം പാരാമീറ്ററിനും കറസ്പോണ്ടിങ് ഉള്ള സ്റ്റേറ്റ് എനിക്ക് മാർക്ക് ചെയ്യാം. സോ എനിക്ക് ടൈമിലുള്ള ആ ഓരോ പാരാമീറ്ററിനും കറസ്പോണ്ടിങ് ഉള്ള ഡോട്ട്സ് എനിക്ക് മാർക്ക് ചെയ്യാം. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു സിസ്റ്റത്തിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 2 ആണെങ്കിൽ അതിന്റെ കോൺഫിഗറേഷൻ സ്പേസിന്റെ ഡയമെൻഷനും 2 ആയിരിക്കും. സപ്പോസ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഡംബലിന്റെ കേസ് പറഞ്ഞു, അതായത് രണ്ട് പാർട്ടികൾ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വെച്ചേക്കുന്നത്. ആ കേസിലാണെങ്കിൽ അവിടുത്തെ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ബേസിക്കലി 5 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് അല്ലെങ്കിൽ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഒരു 5 ഡയമെൻഷണൽ കോൺഫിഗറേഷൻ സ്പേസിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് ആണ്. ക്ലിയർ? സോ അതായത് എന്റെ സിസ്റ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ മോർ നമ്പർ ഓഫ് വേരിയബിൾസ് വേണമെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് അത്രയും നമ്പർ ഓഫ് ഡയമെൻഷൻസ് ഉള്ള ഒരു കോൺഫിഗറേഷൻ സ്പേസ് ആയിരിക്കണം ഞാൻ കൺസിഡർ ചെയ്യേണ്ടത്. എങ്കിൽ എനിക്കൊരു പർട്ടിക്കുലർ പോയിന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, റൈറ്റ്. ആൻഡ് നമ്മൾ അതിനുശേഷം നമ്മൾ കുറച്ചും കൂടെ ഇതിന്റെ പുറത്ത് മാത്തമാറ്റിക്സ് വർക്ക്ഔട്ട് ചെയ്തു. നമ്മൾ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് ഇതിന്റെ ഡബിൾ പെൻഡുലം ആണ് അല്ലെങ്കിൽ ഇതിന്റെ മെക്കാനിക്കൽ സിസ്റ്റം ആണ് ഇൻ ജനറൽ എങ്കിൽ ആ മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ ഓരോ പോയിന്റിനെയും എനിക്ക് കംപ്ലീറ്റ്ലി ഒരു പർട്ടിക്കുലർ കോർഡിനേറ്റ് സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ട് യൂണിറ്റ് വെക്ടേഴ്സ് അല്ല വെക്ടേഴ്സ് കൊണ്ട് എനിക്ക് സ്പെസിഫൈ ചെയ്യാം. റൈറ്റ്, അതായത് ഇതൊരു കോർഡിനേറ്റ് സിസ്റ്റം ആണെങ്കിൽ ഇതിനകത്തുള്ള ഓരോ പോയിന്റ്സിനും എനിക്ക് ഈ വെക്ടേഴ്സ് കൊണ്ട് സ്പെസിഫൈ ചെയ്യാം. അതായത് R1 R2 ഇത് രണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കോൺഫിഗറേഷൻ ഫിക്സഡ് ആണ്. ക്ലിയർ? ആൻഡ് നമുക്ക് ഓൾറെഡി അറിയാം ഈ Q1 ഉം Q2 ഉം സ്പെസിഫൈ ചെയ്താലും കോൺഫിഗറേഷൻ ഫിക്സഡ് ആണ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എനിക്ക് ഇതിനകത്തുള്ള ഓരോ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിനെയും എനിക്ക് ഇതിനകത്തുള്ള ഓരോ പാർട്ടിക്കിൾസിന്റെയും പൊസിഷൻ വെക്ടേഴ്സിന്റെ ഫംഗ്ഷൻ ആക്കി എക്സ്പ്രസ് ചെയ്യാം. അതാണ് ബേസിക്കലി ഇത്.
ക്ലിയർ? അതായത് ഓരോ ക്യൂസും, അതായത് Q1 R1 R2 എക്സെട്ര Rn എന്ന് വെച്ചാൽ അവിടെ n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതിന്റെ അത്രയും ഫംഗ്ഷൻ ആണ്. Q2ഉം R1 R2 R3 എക്സെട്ര Rn ഫംഗ്ഷൻ ആണ്, എക്സെട്ര അപ് ടു QS. എസ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് എൻ്റെ ഈ സിസ്റ്റത്തിനുള്ളതെന്ന് ഞാൻ അസ്യൂം ചെയ്തിരിക്കുന്നത്. അതായത് എനിക്ക് എല്ലാ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിനെയും പാർട്ടിക്കിൾസിന്റെ പൊസിഷൻ വെക്ടേഴ്സിന്റെ ഫംഗ്ഷനായിട്ട് റെപ്രസെന്റ് ചെയ്യാം. അതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം, ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ പൊസിഷൻ വെക്ടേഴ്സ്, ഓക്കെ, ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിന്റെ പൊസിഷൻ വെക്ടേഴ്സ്, അതിന്റെ ഇൻഫർമേഷൻ ആണ് ബേസിക്കലി ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് റിഫ്ലക്ട് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ്. വൺസ് നമ്മൾ അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അടുത്തൊരു ഡെഫിനേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതാണ് ബേസിക്കലി ജനറലൈസ്ഡ് വെലോസിറ്റി. ജനറലൈസ്ഡ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ടൈം ഡെറിവേറ്റീവ് ഓഫ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്. ഓക്കെ, ബിക്കോസ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിനാണ് നമ്മൾ ഒരു തരത്തിൽ പൊസിഷൻ പോലെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ അതിന്റെ ടോട്ടൽ ടൈം ഡെറിവേറ്റീവ് ആണ് ബേസിക്കലി ജനറലൈസ്ഡ് വെലോസിറ്റി, അതായത് dq/dt. ആൻഡ് നമ്മൾ അതിന്റെ മാത്തമാറ്റിക്സ് വർക്ക്ഔട്ട് ചെയ്തു. സോ എനിക്ക് ഓരോ ഇൻഡിവിജ്വൽ ജനറലൈസ്ഡ് കോർഡിനേറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജനറലൈസ്ഡ് വെലോസിറ്റി, അതായത് QK എന്ന് പറയുന്ന ജനറലൈസ്ഡ് കോർഡിനേറ്റിന് കറസ്പോണ്ടിങ് ഉള്ള ജനറേറ്റഡ് വെലോസിറ്റി ആണ് Q.K. സോ അതിന്റെ എക്സ്പ്രഷൻ ആണ് ഇത്. ആൻഡ് ഇവിടെ സമ്മേഷൻ കൺവെൻഷൻ ഒക്കെ റൺ ചെയ്യുന്നുണ്ട്, റൈറ്റ്? അത് എന്താണെന്ന് അറിയാത്തൊരു മുമ്പത്തെ വീഡിയോ ജസ്റ്റ് കാണുക, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ജനറലൈസ്ഡ് വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ഒന്ന്, ഈ ഒബ്ജക്ട്സ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കോർഡിനേറ്റ്സിനെയാണ്. ഈ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ടിക്കിൾസിന്റെ വെലോസിറ്റിയാണ്. ക്ലിയർ? അതായത് ജനറലൈസ്ഡ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു തരത്തില് അതിനകത്തുള്ള ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിന്റെ വെലോസിറ്റി, ആ വെലോസിറ്റിയുടെ ഇൻഫർമേഷൻ ആണ് ബേസിക്കലി ജനറലൈസ്ഡ് വെലോസിറ്റി ക്യാരി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു നമ്മൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത കുറച്ച് ഡെഫിനേഷൻസ്. അതിനുശേഷം നമ്മൾ നേച്ചറിൽ ഒബ്സർവ് ചെയ്യുന്ന ഒരു ഒബ്സർവേഷനാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ ഏതൊരു മെക്കാനിക്കൽ സിസ്റ്റം, ഏതൊരു മെക്കാനിക്കൽ സിസ്റ്റം ഒബ്സർവ് ചെയ്താലും എനിക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് എൻ്റെ ഒരു മെക്കാനിക്കൽ സിസ്റ്റം ഉണ്ട്. ആ മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ ഇനിഷ്യൽ വാല്യൂസ് ഓഫ് ഓൾ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ആൻഡ് ഇനിഷ്യൽ വാല്യൂസ് ഓഫ് ഓൾ ജനറലൈസ്ഡ് വെലോസിറ്റി, ഈ ഇൻഫർമേഷൻ മാത്രം മതി എനിക്ക് ആ മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ ട്രജക്ടറി, ഓക്കെ, അതായത് ആ സാധനം കോൺഫിഗറേഷൻ സ്പേസിൽ കൂടെ ഏത് പർട്ടിക്കുലർ ട്രജക്ടറി കൂടെയാണ് മൂവ് ചെയ്യുന്നതെന്ന് കംപ്ലീറ്റ്ലി ഡിസ്ക്രൈബ് ചെയ്യാം. ക്ലിയർ? ഓക്കെ. ആൻഡ് ഞാൻ കഴിഞ്ഞ ദിവസം പറയാത്ത ഒരു ടേം ഞാനിവിടെ എക്സ്ട്രാ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, ഇനിഷ്യൽ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം. സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പൊ സപ്പോസ് എന്റെ മെക്കാനിക്കൽ സിസ്റ്റം ഇവോൾവ് ചെയ്യുവാണ്, എനിക്കറിയേണ്ടത് ഒരു പർട്ടിക്കുലർ ടി, ഓക്കെ, ആ ടിയിലെ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് എന്താണെന്ന് അറിയണം. സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഡെഫിനേഷൻ ഇതാണ്, ആ പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലെ ഓരോ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിന്റെ വാല്യൂസ്, കോമ, ആ പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലെ ഓരോ ജനറലൈസ്ഡ് വെലോസിറ്റീസിന്റെയും വാല്യൂ, അതായത് സെറ്റ് ഓഫ് ഓൾ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ആൻഡ് സെറ്റ് ഓഫ് ഓൾ ജനറലൈസ്ഡ് വെലോസിറ്റി. ഈ ഫുൾ സെറ്റ് ഇതാണ് ബേസിക്കലി ആ പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലെ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ്. ക്ലിയർ? സിസ്റ്റം ഇവോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓരോ ഇൻസ്റ്റന്റ് ബൈ ഇൻസ്റ്റന്റ് അതിന്റെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിന്റെ വാല്യൂ മാറും, ജനറലൈസ്ഡ് വെലോസിറ്റീസിന്റെ വാല്യൂ മാറും. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിസ്റ്റം ഇവോൾവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് കണ്ടിന്യൂസ്ലി വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ പറഞ്ഞ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതാണ്, നോയിങ് കംപ്ലീറ്റ് ഇനിഷ്യൽ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം. അതായത് ഒരു സിസ്റ്റത്തിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റ്, അതായത് t=0 അല്ലെങ്കിൽ സം t=t0 സ്റ്റേറ്റ് എനിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഈസ് സഫിഷ്യന്റ് ടു ഡിറ്റർമിൻ എൻറ്റയർ ട്രജക്ടറി. ക്ലിയർ? ഇത് ഒബ്സർവേഷൻ ആണ്. ക്ലിയർ? അതായത് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലെ കംപ്ലീറ്റ് സ്റ്റേറ്റ്, അതായത് ഫുൾ വാല്യൂസ് ഓഫ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ആൻഡ് ഫുൾ വാല്യൂസ് ഓഫ് ജനറലൈസ്ഡ് വെലോസിറ്റീസ് എനിക്കറിയാമെങ്കിൽ ഈ ഇൻഫർമേഷൻ മാത്രം മതി അതിന്റെ ട്രജക്ടറി യൂണീക്ലി ഡിറ്റർമിൻ ചെയ്യാൻ. നമ്മുടെ ഒബ്സർവേഷൻ ആണ്. ഓക്കെ, റൈറ്റ്. എങ്കിൽ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കിയ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ്, ഒന്ന് ആലോചിച്ച് നോക്കുക. ഫുൾ ട്രജക്ടറി, അതായത് ഓൾ Q ഓഫ് T ഡിറ്റർമിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നമുക്ക് സെറ്റ് ഓഫ് ഓൾ Q ഡോട്ട്സും സെറ്റ് ഓഫ് ഓൾ Qസും മതി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ Q ഓഫ് T സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ ടൈം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ ടൈം ഞാൻ സോൾവ് ചെയ്യുമ്പോൾ, റൈറ്റ്, ഓൾ Qs അറ്റ് 0യും ഓൾ Q ഡോട്ട്സ് അറ്റ് 0യും ഈ രണ്ട് ഇൻഫർമേഷനും യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് യുണീക്ക് ആയിട്ട് എനിക്ക് ആ ട്രജക്ടറിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. റൈറ്റ്? സോ അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മുടെ പാർട്ടിക്കിൾസിന്റെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് നിർബന്ധമായിട്ടും ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ ടൈം ആയിരിക്കണം. ക്ലിയർ? ഓക്കെ. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാണ്? സപ്പോസ് ഞാൻ ഇനി അങ്ങോട്ട് ഒരു മെക്കാനിക്സിന് ഒരു ഫോർമുലേഷൻ ഞാൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ എന്തുവാണ്? യൂസിങ് ദാറ്റ് ഫോർമുലിസം അതിനകത്തുള്ള ഓരോ ഇൻഡിവിജ്വൽ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിന്റെയും ജനറലൈസ്ഡ് കോർഡിനേറ്റ്സും സാറ്റിസ്ഫൈ ചെയ്യുന്ന സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ ടൈം അത് ഉണ്ടാക്കുക എന്നാണ്. വൺസ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, അതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, ബാക്കി ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം ആണ്. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുക. അനലിറ്റിക്കലി സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ന്യൂമറിക്കലി സോൾവ് ചെയ്യാം. എന്തായാലും നമ്മുടെ കംപ്ലീറ്റ് എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള എല്ലാ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിന്റെയും കോർഡിനേറ്റും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ സെക്കൻഡ് ഓർഡർ ഇൻ ടൈം. ഓക്കെ,
കണ്ടെത്തുക എന്നാണ്. ഓക്കെ റൈറ്റ്. സോ അപ്പോൾ ഇതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച കാര്യമാണ്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം ആൻഡ് നമ്മുടെ ഇന്നത്തെ ടോക്കിനകത്ത് സെൻട്രൽ റോളുള്ള ഒബ്ജക്റ്റ്, അതാണ് ബേസിക്കലി ഒരു സിസ്റ്റത്തിന്റെ ലഗ്രാഞ്ചിയൻ. ഓക്കെ, ലഗ്രാഞ്ചിയൻ എന്ന് പറഞ്ഞാൽ എന്തുവായിരുന്നു? നമുക്ക് ഓൾറെഡി അറിയാം ഒരു സിസ്റ്റത്തിന്റെ ഇനിഷ്യൽ സ്റ്റേറ്റ്, ഓക്കെ, അതായത് ക്യൂസും ക്യൂ ഡോട്ട്സും ഇതറിയാമെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ട്രജക്ടറി യുണീക്ലി ഫിക്സ്ഡ് ആണ്. റൈറ്റ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഒരു സിസ്റ്റത്തിന്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ റൈറ്റ് അതിന്റെ ക്യൂസും ക്യൂ ഡോട്ട്സും ക്യാരി ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ ക്യൂസും ക്യൂ ഡോട്ട്സും യൂസ് ചെയ്തുകൊണ്ട് ഞാനൊരു ഫംഗ്ഷൻ കൺസ്ട്രക്ട് ചെയ്യുവാണ്. ആ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ആ സിസ്റ്റത്തിന്റെ ലഗ്രാഞ്ചിയൻ. അതായത് സിസ്റ്റത്തിന്റെ ലഗ്രാഞ്ചിയൻ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്യൂസിനെയും ക്യൂ ഡോട്ട്സിനെയുമാണ്. റൈറ്റ്. ഓക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിന്റെ കംപ്ലീറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് കംപ്ലീറ്റ് ഡൈനാമിക്കൽ ഇൻഫർമേഷൻ ഈ ഫംഗ്ഷനകത്തുണ്ട്. ബിക്കോസ് ഈ ഫംഗ്ഷൻ കംപ്ലീറ്റ്ലി ഡിഫൈൻ ചെയ്തിരിക്കുന്ന ക്യൂസിന്റെയും ക്യൂ ഡോട്ട്സിന്റെയും ടേംസിലാണ്. ക്ലിയർ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി എനിക്കൊരു ഫംഗ്ഷൻ കൺസ്ട്രക്ട് ചെയ്യാം. ആ ഫംഗ്ഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ക്യൂസിനെയും ക്യൂ ഡോട്ട്സിനെയാണ്. ആൻഡ് നമുക്ക് ഓൾറെഡി അറിയാം ക്യൂസും ക്യൂ ഡോട്ട്സും അറിയാമെങ്കിൽ സിസ്റ്റത്തിന്റെ ട്രജക്ടറി യൂണിക്ലി ഫിക്സ്ഡ് ആണ്. അതായത് നമ്മുടെ ഈ ഫംഗ്ഷൻ ആ സിസ്റ്റത്തിന്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ, കംപ്ലീറ്റ് ഡൈനാമിക്കൽ ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്നുണ്ട്. ഓക്കെ റൈറ്റ്. ഓക്കെ, ഈ പോയിന്റിൽ എനിക്ക് ഒരിക്കലും അറിയത്തില്ല അതായത് നമ്മുടെ ഈ ലഗ്രാഞ്ചിയൻ എന്ന് പറയുന്ന ആ ഫംഗ്ഷന്റെ ഫംഗ്ഷണൽ ഫോം എന്താണെന്ന്. അതായത് ആ ഫംഗ്ഷൻ എക്സാക്ട്ലി എങ്ങനെയാണ് ക്യൂസിനെയും ക്യൂ ഡോട്ട്സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്കറിയില്ല. ആൻഡ് ആക്ച്വലി ഇത് ഓബ്വിയസ് ആണ്. ബിക്കോസ് നമ്മൾ സംസാരിക്കുന്നത് ജനറലി ഒരു മെക്കാനിക്കൽ സിസ്റ്റത്തെ പറ്റിയാണ്. സോ ഡിഫറെന്റ് മെക്കാനിക്കൽ സിസ്റ്റംസ് ഈ ക്യൂസിനെയും ക്യൂ ഡോട്ട്സിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഡിഫറെന്റ് രീതിയിലായിരിക്കും. അതായത് ഞാൻ എൻ്റെ ഓരോ മെക്കാനിക്കൽ സിസ്റ്റംസ് എടുക്കുമ്പോഴും ഈ ലഗ്രാഞ്ചിയൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സുകളായിരിക്കും. അതായത് ഫോർ ഡിഫറെന്റ് മെക്കാനിക്കൽ സിസ്റ്റംസ് ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ ലഗ്രാഞ്ചിയൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ ക്യൂസിനെയും ക്യൂ ഡോട്ട്സിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഡിഫറെന്റ് ഫാഷൻസിലായിരിക്കും. ക്ലിയർ? എന്ന് വെച്ചാൽ ക്യൂവിന്റെ ഫംഗ്ഷണൽ ഫോം എന്താണ് എന്ന ക്വസ്റ്റ്യൻ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത് ഞാനൊരു പർട്ടിക്കുലർ മെക്കാനിക്കൽ സിസ്റ്റത്തിനെ പറ്റി എപ്പോഴാണോ സംസാരിച്ചു തുടങ്ങുന്നത് അപ്പം മാത്രമാണ്. ഞാൻ ഇൻ ജനറൽ ഞാനൊരു മെക്കാനിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എനിക്ക് ഇത്ര മാത്രമേ പറയാൻ പറ്റൂ. ആൻഡ് നമ്മൾ ആക്ച്വലി റൈറ്റ് ഈ ഒരു പാർട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് റിലേറ്റിവിറ്റി, ഓക്കെ, അത് ആക്ച്വലി നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, വൺസ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് റിലേറ്റിവിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ എനിക്ക് ആക്ച്വലി ഒരു വിധപ്പെട്ട മെക്കാനിക്കൽ സിസ്റ്റംസ് എല്ലാം ഓക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലഗ്രാഞ്ചിന്റെ ചില കോമൺ ഫീച്ചർ എനിക്ക് അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ റൈറ്റ്. ബിക്കോസ് നമ്മൾ അതിൽ എക്സ്ട്രാ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ ഇമ്പോസ് ചെയ്യുവാണ്. സോ ആ പ്രിൻസിപ്പിളിന്റെ നേച്ചർ വയലേറ്റ് ചെയ്യാൻ പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഫോംസും പോസിബിൾ അല്ല. റൈറ്റ്. ഓക്കെ, ആക്ച്വലി പ്രിൻസിപ്പിൾ ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു സിമെട്രി പ്രിൻസിപ്പിൾ ആണ്. റൈറ്റ്. അപ്പോൾ ആ സിമെട്രി പ്രിൻസിപ്പിൾ ഇറ്റ് സെൽഫ് കുറേ ഫോംസ് ഓഫ് ലഗ്രാഞ്ചിയൻസിനെ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ? എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവും ഓക്കെ ഏത് മെക്കാനിക്കൽ സിസ്റ്റം ആണെങ്കിലും അത് ചില പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫോംസ് മാത്രമേ നമ്മുടെ ഈ പ്രിൻസിപ്പിൾസ് അലോ ചെയ്യത്തുള്ളൂ. സോ അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീടുള്ള ടോക്കാണ്. ഇപ്പം നമുക്ക് എത്ര മാത്രമേ അറിയാവൂ? ഒരു സിസ്റ്റത്തിന്റെ കംപ്ലീറ്റ് ഡൈനാമിക്കൽ ഇൻഫർമേഷൻ ലഗ്രാഞ്ചിയൻ ക്യാരി ചെയ്യുന്നുണ്ട്. ലഗ്രാഞ്ചിയൻ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ഓഫ് ക്യൂസ് ആൻഡ് ക്യൂ ഡോട്ട് ആണ്. ഓക്കെ റൈറ്റ്. ആൻഡ് നമ്മൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റും കൂടെ പറഞ്ഞു. നമ്മുടെ ലഗ്രാഞ്ചിയൻ ഡയറക്ട്ലി ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതായത് ലഗ്രാഞ്ചിയൻ ടൈമിന്റെയും കൂടെ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ സിസ്റ്റം ഒരു എക്സ്റ്റേണലി ഡ്രിവൺ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ്. വേറെ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് എന്റെ സിസ്റ്റം ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആണെങ്കിൽ ഓക്കെ ലഗ്രാഞ്ചിയൻ എക്സ്പ്ലിസിറ്റ്ലി ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ലഗ്രാഞ്ചിയൻ പ്യൂർലി ഡിപ്പെൻഡ് ചെയ്തിരിക്കാൻ പോകുന്ന ക്യൂസിനെയും ക്യൂ ഡോട്ട്സിനെയും മാത്രമായിരിക്കും. എനിക്ക് നമുക്ക് ആലോചിച്ച് നോക്കാം. സപ്പോസ് എൻ്റെ ഒരു മെക്കാനിക്കൽ സിസ്റ്റം ഉണ്ട് ആൻഡ് ഒരു പർട്ടിക്കുലർ ടൈം ഇൻസ്റ്റന്റിലെ ആ മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റിന് എനിക്ക് അറിയാം. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാണ്? ഒരു പർട്ടിക്കുലർ ടൈം ഇൻസ്റ്റന്റിലെ ആ മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് അറിയാന്ന് പറഞ്ഞാൽ സപ്പോസ് ഞാൻ ആ പർട്ടിക്കുലർ ടൈം ഇൻസ്റ്റന്റ് ഞാൻ സം T1 ഓക്കെ T1 എടുക്കുവാണ്. എനിക്ക് സ്റ്റേറ്റ് അറിയാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എനിക്ക് ക്യൂ ഓഫ് T1 ക്യൂ ഡോട്ട് ഓഫ് T1 ഓക്കെ എനിക്ക് അറിയാവുന്നതാണ്. ഓക്കെ ഇവിടെ ഞാൻ ഇത്രയും നേരം പറയാത്തൊരു നൊട്ടേഷൻ ഞാനിവിടെ യൂസ് ചെയ്തു. ഒന്നാലോചിച്ച് ഓക്കെ ഇൻ ജനറൽ സപ്പോസ് എൻ്റെ സിസ്റ്റത്തിന് എസ് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡംസ് ഉണ്ടെങ്കിൽ ഞാൻ Q1 Q2 Q3 എക്സെട്ര എന്ന് എഴുതണമായിരുന്നു. പക്ഷെ അതിനെ എല്ലാത്തിനെയാണ് ഞാനിപ്പോൾ ആക്ച്വലി ഈ ക്യൂ ഓഫ് ടി ഞാൻ അടിയിൽ ഒരു ഇൻഡെക്സ് ഇട്ടിട്ടില്ല. എന്ന് വെച്ചാൽ അവിടെ എല്ലാ ക്യൂസും ഉണ്ട്. ആൻഡ് Q1 Q.1 Q.2 Q.3 എക്സെട്ര എന്ന് എഴുതണമായിരുന്നു. സോ അതെല്ലാം ആക്ച്വലി ഇതിനകത്തുണ്ട്. അത് ആക്ച്വലി ഞാൻ ആ നൊട്ടേഷൻ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് Q1 Q2 Q3 എക്സെട്ര അപ് ടു QS. അതിനെ മൊത്തത്തിലാണ് ഞാൻ Q എന്ന് എഴുതിയിരിക്കുന്നത്. ആൻഡ് Q.1 Q.2 Q. അപ് ടു Q.S അതിനെ മൊത്തത്തിൽ ഞാൻ Q ഡോട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു ഷോർട്ട് ഹാൻഡ് ആണ്. ഓക്കെ റൈറ്റ്. അതായത് സപ്പോസ് എൻ്റെ ഒരു മെക്കാനിക്കൽ സിസ്റ്റം ഉണ്ട്. അതിന്റെ ഒരു പർട്ടിക്കുലർ ടൈം ഇൻസ്റ്റന്റിലെ T1 എന്ന് പറയുന്ന ടൈം ഇൻസ്റ്റന്റിലെ സ്റ്റേറ്റ് എനിക്ക് അറിയാം. ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്റ്റെൻഡഡ് കോൺഫിഗറേഷൻ സ്പേസിൽ ഓക്കെ അതായത് ഇതാണ് നമ്മുടെ എക്സ്റ്റെൻഡഡ് കോൺഫിഗറേഷൻ സ്പേസ് ആൻഡ് നമ്മുടെ ഈ ക്യൂ അതായത് ഈ ആക്സസ് റെപ്രസെന്റ് ചെയ്യുന്നത് ഓൾ ക്യൂസിനെയാണ്. അതായത് ഈ ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അതിനകത്ത് Q1 Q2 Q3 എക്സെട്ര ഫുള്ളി ഉണ്ട്. ഓക്കെ ആൻഡ് നമ്മുടെ ടൈം ആക്സസ് ആണ്. ബിക്കോസ് നമുക്ക്
മാക്സിമം 2D നമുക്കിവിടെ വരയ്ക്കാൻ പറ്റത്തുള്ളൂ, റൈറ്റ്. എന്ന് വെച്ചാൽ ഈ ആക്സസ് റെപ്രസെന്റ് ചെയ്യുന്നത് ഓൾ ക്യൂസിനെയാണ്, റൈറ്റ്. അതായത് ഈ ആക്സസ് ബേസിക്കലി ഒരു എസ് ഡയമെൻഷണൽ സ്പേസ് ആണ്, റൈറ്റ്. ഓക്കെ, എങ്കിൽ ഇതിന്റെ സപ്പോസ് ഇതാണ് നമ്മുടെ T1 എന്ന് പറയുന്ന ഇനീഷ്യൽ മൊമെന്റ്. T1 എന്ന് പറയുന്ന ഇനീഷ്യൽ മൊമെന്റിൽ സിസ്റ്റത്തിന് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് ഉണ്ട്. സോ എനിക്ക് ഓൾ ക്യൂസ് എനിക്ക് അറിയാം. സോ എനിക്ക് സിസ്റ്റത്തിന് ഒരു പർട്ടിക്കുലർ ഡോട്ട് ആയിട്ട് എനിക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു സിസ്റ്റത്തിന്റെ സ്റ്റേറ്റിനെ ഞാൻ കംപ്ലീറ്റ്ലി സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫ്യൂച്ചർ അല്ലെങ്കിൽ അതിന്റെ ട്രജക്ടറി ഡിറ്റർമിൻഡ് ആണ്. എന്ന് വെച്ചാൽ നമുക്കറിയാം ഈ സിസ്റ്റം ഒരു പർട്ടിക്കുലർ ട്രജക്ടറി കൂടെ ഇവോൾവ് ചെയ്യും. ഓക്കെ, സപ്പോസ് ഈ സിസ്റ്റം ഈ ഒരു പർട്ടിക്കുലർ ട്രജക്ടറി കൂടെ ഇവോൾവ് ചെയ്ത് ഫൈനലി നമ്മുടെ സിസ്റ്റം ഇവിടെ എത്തിയെന്ന് കരുതുക, അതായത് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ എത്തിയെന്ന് കരുതുക. ക്ലിയർ? ഓക്കെ, ആൻഡ് കറസ്പോണ്ടിങ് ഉള്ള ടൈം, അതായത് T2 ടൈം കഴിഞ്ഞപ്പോൾ ഇനിഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് T1 ടൈമിലാണ്. T1 ടൈമിലെ സെറ്റ് ഓഫ് കോർഡിനേറ്റ്സ് ആണിത്, ആൻഡ് T2 ടൈമിലെ സെറ്റ് ഓഫ് കോർഡിനേറ്റ്സ് ആണ് ബേസിക്കലി. ക്ലിയർ? ഓക്കെ, നമുക്ക് എന്തായാലും അറിയാം ഇനിഷ്യൽ സ്റ്റേറ്റ് അറിയാമെങ്കിൽ സിസ്റ്റം ഒരു യുണീക് പാത്തിൽ കൂടെ ആയിരിക്കും സിസ്റ്റം ഇവോൾവ് ചെയ്യാൻ പോകുന്നത്. സോ അതാണ് ബേസിക്കലി ഇത്. ഓക്കെ, എങ്കിൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് ഒബ്സർവേഷൻസിൽ നിന്നാണ് നമുക്ക് അറിയാവുന്നത് ഞാൻ ഇനീഷ്യൽ സ്റ്റേറ്റ് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ട്രജക്ടറി യുണീക്ലി ഡിറ്റർമിൻഡ് ആണെന്നത്. നമുക്ക് മാത്തമാറ്റിക്കലി തിങ്ക് ചെയ്ത് നോക്കാം. സപ്പോസ് എൻ്റെ ഈ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ എന്ന് കരുതുക. ഓക്കെ, അത് യൂസ് ചെയ്തുകൊണ്ട് മാത്തമാറ്റിക്കലി ഓക്കെ എനിക്ക് ഈ സിസ്റ്റത്തിന്റെ പാത്ത്, അതായത് ട്രജക്ടറി എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം, റൈറ്റ്. സപ്പോസ് എനിക്ക് Q ഓഫ് T1 എനിക്ക് അറിയാം, അതായത് Q ഓഫ് T1 എനിക്ക് അറിയാം, റൈറ്റ്. അതായത് ഈ T1 എനിക്ക് ജസ്റ്റ് തൊട്ടിപ്പുറത്ത്, അതായത് സപ്പോസ് ഞാനൊരു ഇൻഫിനിറ്റസിമൽ ടൈം ഇന്റർവൽ ഇപ്പുറത്ത് പോകുന്നു, അതായത് DT. ഓക്കെ, അതായത് ഞാനൊരു DT ടൈം ഇന്റർവൽ ഞാൻ ഇങ്ങോട്ട് പോകുന്നു, ഇവിടെ DT ടൈം ഇന്റർവൽ. ഓക്കെ, എനിക്ക് DT ടൈം ഇന്റർവലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ സ്റ്റേറ്റ് എന്താണെന്ന് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ക്ലിയർ? സിമ്പിൾ. നമുക്ക് എന്തായാലും അറിയാം. ഓക്കെ, എനിക്ക് ഈ സാധനം അറിയാമെന്നുണ്ടെങ്കിൽ എനിക്ക് എഴുതാം ഓക്കെ Q ഓഫ് T1 പ്ലസ് DT ഈക്വൽ ടു Q ഓഫ് T1 പ്ലസ് ഓക്കെ d by dt of Q of T times dt. ഓക്കെ, സിമ്പിൾ ടൈലർ എക്സ്പാൻഷൻ. അതിന്റെ ഫസ്റ്റ് ഓർഡർ ടേം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഞാനിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന DT എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റസിമൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് അപ്രോക്സിമേഷൻ അല്ല, ഇത് എക്സാക്ട്ലി ഈക്വൽ ആണ്. ക്ലിയർ? ഓക്കെ, എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എനിക്ക് T1 Q എനിക്ക് അറിയാം. ക്ലിയർ? ആൻഡ് ഈ കിടക്കുന്ന ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്തുവാണ്? ഈ കിടക്കുന്ന ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ Q ഡോട്ട് ഓഫ് T അറ്റ് T1, അതാണ് ബേസിക്കലി ഈ കിടക്കുന്ന ഒബ്ജക്റ്റ്. എന്ന് വെച്ചാൽ ഈ എക്സ്പ്രഷൻ പറയുന്നത് എന്തുവാണ്? എനിക്ക് ഈ പർട്ടിക്കുലർ പൊസിഷനിലെ Qന്റെ വാല്യൂ അറിയാം, ആൻഡ് ഈ പർട്ടിക്കുലർ പൊസിഷനിലെ Q ഡോട്ടിന്റെ വാല്യൂ എനിക്കറിയാം. ഈ രണ്ട് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ DT ടൈം ഇന്റർവെലിന് ശേഷമുള്ള Q എനിക്ക് സോൾവ് ചെയ്യാം. ക്ലിയർ? അതായത് ഈ രണ്ട് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ തൊട്ടടുത്ത ഇൻഫിനിറ്റസിമൽ ടൈം ഇന്റർവലിന് ശേഷമുള്ള Q എനിക്ക് യൂണിക്ലി കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. അതിന്റെ തൊട്ടടുത്ത ടൈം ഒരു ഇൻഫിനിറ്റസിമൽ ടൈം ഇന്റർവലിന് ശേഷമുള്ള Q എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? നോക്കുക, ഞാൻ ഈ T1 നിന്നപ്പോൾ അതിന്റെ തൊട്ടടുത്ത DT ഇന്റർവെലിന് ശേഷമുള്ള Q കാൽക്കുലേറ്റ് ചെയ്യാൻ എനിക്ക് വേണ്ടി വന്നത് നമ്മുടെ T1 എന്ന് പറയുന്ന മൊമെന്റിലെ Q ഡോട്ടിന്റെ വാല്യൂ ആണ്. അതെനിക്ക് ഓൾറെഡി എനിക്ക് അറിയാം. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, ഇവിടെയാണ് നിൽക്കുന്നത്. എനിക്ക് തൊട്ട് ഇപ്പുറത്തെ സ്ഥലത്തുള്ളത് വേണം, അതായത് ഒരു എക്സ്ട്രാ ഒരു DT ടൈം ഇന്റർവെലിന് ശേഷമുള്ള Qന്റെ വാല്യൂ. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ എന്തൊക്കെ ഇൻഫർമേഷൻ വേണം? ഈ ഇക്വേഷൻ അനുസരിച്ച് തന്നെ, അതായത് എനിക്ക് Q ഓഫ് T1 പ്ലസ് 2DT ഓക്കെ അത് അറിയണമെന്നുണ്ടെങ്കിൽ ഓക്കെ ഞാൻ ഇവിടെ Q ഓഫ് T1 പകരം എഴുതേണ്ടത് Q ഓഫ് T2 ആണ്. പ്ലസ് ഓക്കെ സെയിം സ്റ്റോറി d by dt of Q of T എന്ന് വരും. പക്ഷേ d by dt of Q of T ഇവാലുവേറ്റഡ് അറ്റ് സെക്കൻഡ് പോയിന്റ്, റൈറ്റ്? ഓക്കെ, അതായത് എനിക്ക് ഈ പോയിന്റിലെ Q ഡോട്ടിന്റെ വാല്യൂ വേണ്ടി വരും. അതെനിക്ക് അറിയാമോ? അറിയില്ല. എനിക്കറിയാവുന്നത് ഈ പോയിന്റിലെ Q ഡോട്ടും മാത്രമാണ്. ആ ഇൻഫർമേഷൻ യൂസ് ചെയ്തുകൊണ്ട് തൊട്ടടുത്ത ഇൻസ്റ്റന്റിലെ Q മാത്രമേ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ. അതിന്റെ തൊട്ടടുത്ത ഇൻസ്റ്റന്റിലെ Q എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇന്റർമീഡിയറ്റ് പോയിന്റിലെ Q ഡോട്ട് വേണം. അതെനിക്കറിയില്ല. എനിക്ക് ഫസ്റ്റ് മൊമെന്റിലെ Q ഡോട്ട് മാത്രമേ എനിക്കറിയാവൂ. ക്ലിയർ? എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായി മാത്തമാറ്റിക്കലി, റൈറ്റ്, മാത്തമാറ്റിക്കലി ഈ രണ്ട് ഇൻഫർമേഷനും ഉണ്ടെങ്കിൽ എനിക്ക് തൊട്ടടുത്ത പോയിന്റ് മാത്രമേ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, പക്ഷെ നേച്ചർ പറയുന്നത് എൻറ്റയർ ട്രജക്ടറി ഫിക്സർ ആണെന്ന്. എങ്കിൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം, റൈറ്റ്? ഓക്കെ, സപ്പോസ് ഞാനിപ്പോ എന്റെ ഇനീഷ്യൽ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇതാണ്. ഓക്കെ,
ഈ ഇൻഫർമേഷൻ അനുസരിച്ച് എനിക്ക് തൊട്ടടുത്തുള്ള പോയിന്റിൽ ഒരു നെഗോസിയേഷനും പറ്റില്ല, ബിക്കോസ് ഈ റിലേഷൻഷിപ്പ് അനുസരിച്ച് അത് ഫിക്സഡ് ആണ്, അതെനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാം തൊട്ടടുത്ത പോയിന്റ്. ആൻഡ് ഈ ഇൻഫർമേഷൻ മാത്രമേ എൻ്റെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ തൊട്ടടുത്തുള്ള പോയിന്റിൽ മാത്രമേ എനിക്ക് ഈ കൺസ്ട്രെയിൻ ഉള്ളൂ. അതായത് ഈ റിലേഷൻഷിപ്പ് അനുസരിച്ച് ഈ തൊട്ടടുത്തുള്ള പോയിന്റ് അത് തന്നെ ആയിരിക്കണം. അതിന് ശേഷമുള്ള പോയിന്റ് ഈ എക്സ്പ്രഷൻ അനുസരിച്ച് എനിക്ക് ഏത് വേണമെങ്കിലും ആവാം. ക്ലിയർ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഫർമേഷൻ അനുസരിച്ച് ആക്ച്വലി സിസ്റ്റത്തിന് ഈ പാത്തിൽ കൂടെ മാത്രമല്ല പോകാൻ പറ്റുന്നത്. ഈ ഇൻഫർമേഷൻ വെച്ച് മാത്രം നോക്കിക്കഴിഞ്ഞാൽ സിസ്റ്റത്തിന് ഈ പാത്തിൽ കൂടെ പോവാം, ആൻഡ് ഈ പാത്തിൽ കൂടെ ഇവിടെ വരാം, ഈ പാത്തിൽ കൂടെ ഇവിടെ വരാം, ഈ പാത്തിൽ കൂടെ ഇവിടെ വരാം, ഈ പാത്തിൽ കൂടെ ഇവിടെ വരാം. ബിക്കോസ് ഞാനിപ്പോ വരച്ച എല്ലാ പാത്തും ഇനിഷ്യൽ പോയിന്റ് സെയിം ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ആൻഡ് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത തൊട്ടടുത്ത പോയിന്റ്, ആ പോയിന്റും ഈ എല്ലാ പാർട്സും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. റൈറ്റ്? ഈ ഇൻഫർമേഷൻ അത് മാത്രമേ ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ. ക്ലിയർ? എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായി ആക്ച്വലി ഈ രണ്ട് പോയിന്റ്സിനും ഇടയ്ക്ക് ഈ ഇൻഫർമേഷൻ മാത്രമേ നമ്മുടെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഓഫ് പാർട്സ് ഉണ്ട്. ആൻഡ് ഞാനിവിടെ ആക്ച്വലി ഞാനത് വരച്ചപ്പോൾ ഞാൻ ഡി ടി അത്യാവശ്യം സിഗ്നിഫിക്കൻ്റ് ആയുള്ള ഒരു ഇന്റർവെല്ലാണ് വരച്ചത്. പക്ഷേ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീംലി സ്മോളർ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഡി ടി ഒക്കെ നമ്മൾ ഇത്രയും ഈ ഒരു ഡിസ്റ്റൻസിൽ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ഡി ടി ഒക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്ന് വെച്ചാൽ തൊട്ടടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ടെൻസ് ടു 0 ഇൻഫിനിറ്റെസിമൽ ആണ്. എന്ന് വെച്ചാൽ ഈ എക്സ്പ്രഷൻ, അതായത് ഈ ഇനിഷ്യൽ സ്റ്റേറ്റ് മാത്തമെറ്റിക്കലി നമുക്ക് ഈ രണ്ട് പോയിന്റ്സിനെയും കണക്ട് ചെയ്യുന്ന ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഓഫ് പാർട്സ് അലോ ചെയ്യുന്നുണ്ട്. അതായത് ഈ ഇനിഷ്യൽ കണ്ടീഷൻ, അതായത് ആ ഇനിഷ്യൽ കണ്ടീഷൻ ഈ രണ്ട് പോയിന്റ്സിനെയും കണക്ട് ചെയ്യുന്ന ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഓഫ് പാർട്സിനെ അലോ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം നേച്ചർ ഇതിലൊരു പർട്ടിക്കുലർ പാത്ത് മാത്രമേ ചൂസ് ചെയ്യുന്നുള്ളൂ. എങ്കിൽ ഇവിടെയുള്ള ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ്: നേച്ചർ എന്ത് ക്രൈറ്റീരിയയുടെ ബേസിലാണ് ഇവിടെ പോസിബിൾ ആയിട്ടുള്ള ഈ ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഓഫ് പാർട്സിൽ നിന്നും ഒരു പർട്ടിക്കുലർ പാത്തിനെ മാത്രം ചൂസ് ചെയ്യുന്നത്? ക്ലിയർ? അതാണ് നമ്മുടെ ഇവിടുത്തെ ആക്ച്വൽ ക്വസ്റ്റ്യൻ. ഞാൻ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാം. ഈ ഇനിഷ്യൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഓഫ് പാർട്സ് ഇവിടെ ആക്ച്വലി പോസിബിൾ ആണ്. പക്ഷെ നമ്മുടെ സിസ്റ്റം വൺസ് ഞാൻ ഇനിഷ്യൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ഞാൻ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പാത്തിൽ കൂടെ മാത്രമേ സിസ്റ്റം ഇവോൾവ് ചെയ്യത്തുള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ നേച്ചർ ഈ പോസിബിൾ ആയിട്ടുള്ള ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഓഫ് പാർട്സിൽ നിന്നും ഒരു പർട്ടിക്കുലർ പാത്ത് മാത്രമേ ചൂസ് ചെയ്യുന്നുള്ളൂ. എങ്കിൽ എനിക്കറിയേണ്ടത് നേച്ചർ എന്ത് ക്രൈറ്റീരിയയുടെ ബേസിലാണ് ആ പർട്ടിക്കുലർ പാത്തിനെ തന്നെ ചൂസ് ചെയ്യുന്നത്. റൈറ്റ്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ക്രൈറ്റീരിയയാണ് നമ്മുടെ ആക്ച്വൽ ക്യൂ ഓഫ് ടി നമുക്ക് തരുന്നത്, ആക്ച്വൽ ട്രജക്ടറി നമുക്ക് തരുന്നത്. റൈറ്റ്? സോ നമ്മൾ ആ ക്രൈറ്റീരിയനെ പറ്റി നമ്മൾ പറയാൻ പോകുന്നത് അത് ആക്ച്വലി നമ്മുടെ നേച്ചറിൽ ഒരു പ്രിൻസിപ്പിൾ ആണ്. അതാണ് ആക്ച്വലി പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ. സോ അപ്പൊ ഞാൻ ഈ പ്രിൻസിപ്പിൾ എന്താണെന്ന് പറയുന്നത് അതിനുമുമ്പ് ഒരു കാര്യം മനസ്സിലാക്കുക. ഇതൊരു പ്രിൻസിപ്പിൾ ആണ്. ഇത് ഞാനിപ്പോ പറയുമ്പോൾ ഫസ്റ്റ് ടൈം കേൾക്കുന്ന ആൾക്കാർക്ക് ഇത് വളരെ വിയർഡ് ആയിട്ട് തോന്നും. പക്ഷെ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സിസ്റ്റംസിനെ അനലൈസ് ചെയ്തതിനകത്തു നിന്നും നമ്മൾ മനസ്സിലാക്കിയ ഒരു പ്രിൻസിപ്പിൾ ആണ് ബേസിക്കലി ഇത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ പറയുന്ന പ്രിൻസിപ്പിളിനെ നമ്മുടെ ഓൾറെഡി അറിയാവുന്ന ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ വേറെ ഒരു പ്രിൻസിപ്പിൾസിനകത്തുനിന്നും നമുക്ക് ഡെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു ഫണ്ടമെന്റൽ റിസൾട്ട് ആണ്. ആൻഡ് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് ഫിസിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഞാൻ ഇപ്പൊ ഈ പറയാൻ പോകുന്ന പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ഫണ്ടമെന്റൽ ആണ്. ആൻഡ് ഇതിന്റെ ഒറിജിൻ ബേസിക്കലി ക്വാണ്ടം മെക്കാനിക്സ് ആണ്. റൈറ്റ്? സോ അപ്പൊ ഈ പ്രിൻസിപ്പിൾ ഞാൻ ഫസ്റ്റ് ടൈം പറയുമ്പോൾ അത് വളരെ വളരെ വിയർഡ് ആയിട്ട് തോന്നും, പക്ഷെ ഇത് കറക്റ്റ് ആണ്. എങ്കിൽ നമുക്ക് ആ പ്രിൻസിപ്പിൾ എന്താണെന്ന് പറയാം. സപ്പോസ് ഇതാണ് നമ്മുടെ എക്സ്റ്റെൻഡഡ് കോൺഫിഗറേഷൻ സ്പേസ്, ആൻഡ് ഇതാണ് നമ്മുടെ ക്യൂ, ആൻഡ് ഇതാണ് നമ്മുടെ ടി. ആൻഡ് സപ്പോസ് എന്റെ സിസ്റ്റത്തിന്റെ ഇനിഷ്യൽ സ്റ്റേറ്റ് ഇതാണ്, ആൻഡ് നമ്മുടെ സിസ്റ്റം ഇവോൾവ് ചെയ്യുന്നു. സപ്പോസ് ആ സിസ്റ്റത്തിന്റെ ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ആൻഡ് ആ സിസ്റ്റം ആക്ച്വലി ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ കൂടെ ആയിരിക്കും, ഒരു പാത്തിൽ കൂടെ ആയിരിക്കും സിസ്റ്റം ഇവോൾവ് ചെയ്തത്. സപ്പോസ് അതിന്റെ ആക്ച്വൽ പാത്ത് ഇതാണെന്ന് കരുതുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നേച്ചർ ചൂസ് ചെയ്യുന്ന പാത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ്. പക്ഷെ നമുക്കറിയാം ഇവിടെ പോസിബിൾ ആയിട്ടുള്ള ഒരുപാട് പാത്ത്സ് ഉണ്ട്. ഇതൊക്കെയാണ് വേറെ പോസിബിൾ ആയിട്ടുള്ള ചോയ്സസ്. ഇതൊരു ചോയ്സ് ആണ്, ആൻഡ് ഇത് മറ്റൊരു ചോയ്സ് ആണ്, എക്സെട്ര. അങ്ങനെ ഇവിടെ ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഓഫ് ചോയ്സുകളുണ്ട്. നമുക്കറിയേണ്ടത് നേച്ചർ എന്ത് ക്രൈറ്റീരിയയുടെ ബേസിലാണ് ഈ ബാക്കിയുള്ള എല്ലാ പോസിബിൾ പാത്സിനെ വെച്ച് നോക്കുമ്പോഴും ഈ ഒരു പർട്ടിക്കുലർ പാത്തിനെ തന്നെ ചൂസ് ചെയ്തത്. റൈറ്റ്? ഞാൻ ആ ക്രൈറ്റീരിയ പറയാൻ പോകുന്നത് ഇതാണ് സംഭവം. ഫസ്റ്റ്
ഞാനൊരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ആക്ഷൻ. ഓക്കെ, ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സപ്പോസ് ഇതാണ് എൻ്റെ ഇനീഷ്യൽ ടൈം, ഇതാണ് എൻ്റെ ഫൈനൽ ടൈം. ഓക്കെ, ആൻഡ് നമുക്കറിയാം നമ്മുടെ സിസ്റ്റത്തിന് ഒരു ലഗ്രാഞ്ചിയൻ ഉണ്ട്. ഓക്കെ, ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ ലഗ്രാഞ്ചിയനെ ഇനീഷ്യൽ ടൈം ഇൻസ്റ്റന്റ് തൊട്ട് ഫൈനൽ ടൈം ഇൻസ്റ്റന്റ് വരെ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുക. ആ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ആക്ഷൻ. ക്ലിയർ? ഇനി ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെയുള്ള ഓരോ പാത്തിൽ കൂടെ എനിക്ക് ആക്ഷന്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ എന്താ മീനിങ്? ഓക്കെ, ഞാനിപ്പോൾ ഈ പർട്ടിക്കുലർ പാത്ത് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓക്കെ, ഞാനിപ്പോൾ ഈ പോയിന്റ് എടുത്ത് കഴിഞ്ഞാൽ അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ക്യൂസ് ഉണ്ട്, ക്യൂ ഡോട്ട്സ് ഉണ്ട്. ക്യൂസും ക്യൂ ഡോട്ട്സും അറിയാമെങ്കിൽ എനിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ എൽ കാൽക്കുലേറ്റ് ചെയ്യാം. എൽ ടൈംസ് ഡി ടി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ ഈ വാല്യൂ കിട്ടും. ഓക്കെ, ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി സമ്മേഷൻ ആണ്. അതായത് ഇവിടെയുള്ള എല്ലാ ഇൻഫിനിറ്റസിമൽ ഇന്റർവെൽസിലും ഞാൻ എന്ത് ചെയ്യണം? ഈ പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഞാൻ ആഡ് ചെയ്യുക. റൈറ്റ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ എൻറ്റയർ പാത്തിൽ എനിക്ക് ഒരു പർട്ടിക്കുലർ ആക്ഷൻ ഒരു വാല്യൂ എനിക്ക് അസോസിയേറ്റ് ചെയ്യാം. അതായത് ഈ ഫുൾ പാത്തിൽ ഒരു നമ്പർ ഉണ്ട് ആക്ഷന്. ഓക്കെ, ഒരു ഫിക്സഡ് നമ്പർ. സിമിലർലി എനിക്ക് ഇവിടെയുള്ള ഓരോ പാത്തിലും എനിക്ക് എന്ത് ചെയ്യാം? ഈ ആക്ഷന്റെ വാല്യൂ എനിക്ക് ഇവാലുവേറ്റ് ചെയ്യാം എല്ലാ പാത്സിലും. പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. റൈറ്റ്, ഞാൻ ഈ ഓരോ പാത്തിലും ആക്ഷന്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുക. അതിൽ ഏറ്റവും ലീസ്റ്റ് വാല്യൂ ഓഫ് ആക്ഷൻ കിട്ടുന്ന പാത്ത് ഏതാണോ ആ പാത്തായിരിക്കും നേച്ചർ ആക്ച്വലി ചൂസ് ചെയ്യുന്നത്. റൈറ്റ്, വളരെ വീഡ് ആയിട്ട് തോന്നും, പക്ഷേ ഇറ്റ്സ് ട്രൂ. ഓക്കെ, അപ്പൊ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓഫ് ഓൾ പോസിബിൾ പാത്സ് ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്, the actual path followed by the mechanical system is the one for which value of action is stationary. Okay, right, ഞാൻ കുറച്ചു മുമ്പ് മിനിമം എന്നാ പറഞ്ഞത്, പക്ഷെ ആക്ച്വലി സ്റ്റേഷനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മാക്സിമത്തിലും മിനിമത്തിലും നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ ടു ദ ഫസ്റ്റ് ഓർഡർ ചേഞ്ച് ചെയ്യില്ല. അതായത് സ്ലൈറ്റ്ലി എന്നെ വേരിയബിൾ അഡ്ജസ്റ്റ് ചെയ്താലും മാക്സിമം പോയിന്റിലും മിനിമം പോയിന്റിലും എന്റെ ഫംഗ്ഷന് ചേഞ്ച് ഉണ്ടാവില്ല. ആൻഡ് അത് എന്തുകൊണ്ടത് ജസ്റ്റ് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. അതായത് സപ്പോസ് എനിക്ക് വേണമെങ്കിൽ നോക്കിയാൽ വളരെ ലെങ്തി ആയിട്ടുള്ള പാത്സ് എനിക്ക് ചൂസ് ചെയ്യാം. അതായത് ജസ്റ്റ് ഒരുപാട് ഡിസ്റ്റൻസ് പോയി കറങ്ങി എന്റെ ഫൈനൽ പോയിന്റ് വരുന്നത്. അത്തരം പാത്തുകളുടെ കേസിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ എന്തായാലും ഇത് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടാൻ പോകുന്നത് വളരെ ബിഗ് വാല്യൂസ് ആയിരിക്കും. അതായത് ഈ ആക്ഷന് ഓക്കെ നമുക്കിപ്പോൾ മനസ്സിലായി, അതിന് എനിക്കൊരു അപ്പർ ബൗണ്ട് എനിക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് എനിക്ക് എക്സ്ട്രീംലി ലാർജർ പാർട്സ് എനിക്ക് കൺസിഡർ ചെയ്യാം. സോ അതിനൊരു അപ്പർ ബൗണ്ട് എന്തായാലും എക്സിസ്റ്റ് ചെയ്യുന്നില്ലായിരിക്കും. സോ ലോവർ ബൗണ്ടാണ് കുറച്ചും കൂടെ സേഫ് പോയിന്റ്. പക്ഷേ ഇപ്പോഴും ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും ലഗ്രാഞ്ചിന്റെ ഫോം എന്താണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഓക്കെ, പക്ഷെ തൽക്കാലം ജസ്റ്റ് അസ്യൂം ചെയ്യുക ലഗ്രാഞ്ചിയൻ സപ്പോസ് അതൊരു പോസിറ്റീവ് ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ജസ്റ്റിഫൈബിൾ ആണ്. പക്ഷെ ഞാൻ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഇത് ജസ്റ്റിഫൈ ചെയ്യണം. നമുക്ക് ഓൺ ദ ഗോ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ സംഭവം മനസ്സിലാവും. തൽക്കാലത്തേക്ക് ആക്ച്വലി നമ്മൾ എന്തായാലും നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റേഷനറി കണ്ടീഷനാണ് യൂസ് ചെയ്യുന്നത്. സോ സ്റ്റേഷനറി കണ്ടീഷൻ ഒരിക്കലും ഇത് മാക്സിമം ആണോ മിനിമം ആണോ എന്നൊന്നും ആക്ച്വലി ഡിമാൻഡ് ചെയ്യുന്നില്ല. സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ മാക്സിമം ആവാം മിനിമം ആവാം. നമ്മൾ സ്റ്റേഷനറി കണ്ടീഷൻ മാത്രമേ ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ. സോ ദാറ്റ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. എനിക്ക് ഇവിടെയുള്ള ഓരോ പാത്തിനും കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് ഈ ആക്ഷൻ ഫംഗ്ഷൻ എനിക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. ആൻഡ് ഇതിൽ ഏറ്റവും ലീസ്റ്റ് വാല്യൂ ഓഫ് ആക്ഷൻ കിട്ടുന്ന പാത്തിൽ കൂടെ ആയിരിക്കും സിസ്റ്റം ആക്ച്വലി ഇവോൾവ് ചെയ്യുന്നത്. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ. ഇതാണ് ആക്ച്വലി നമ്മുടെ നേച്ചർ യൂസ് ചെയ്യുന്ന ക്രൈറ്റീരിയ. എങ്കിൽ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഏറ്റവും ലീസ്റ്റ് വാല്യൂ ഓഫ് ആക്ഷൻ കിട്ടുന്ന പാത്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് ഇതാണ് എൻ്റെ ഇനിഷ്യൽ പോയിന്റ്, ഇതാണ് എൻ്റെ ഫൈനൽ പോയിന്റ്. ഓക്കെ, റൈറ്റ്, ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് ഇതാണ് എൻ്റെ ആക്ച്വൽ പാത്ത് എങ്കിൽ ഞാൻ ഈ ആക്ച്വൽ പാത്തിന്റെ കൂടെ ഒരു ഇൻഫിനിറ്റസിമൽ സ്മോൾ അഡീഷണൽ വേരിയേഷൻ ഞാൻ ആഡ് ചെയ്യാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇതാ ചെയ്യുന്നത്. അതായത് ഞാൻ ഈ രണ്ട് പോയിന്റ്സിനും ഇടയ്ക്ക് ഒരു എക്സ്ട്രീംലി സ്മോളർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഞാൻ എക്സ്ട്രാ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. ഓക്കെ, വളരെ സ്മോളറാണ്. റൈറ്റ്, അതായത് ഞാൻ ഇതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആക്ച്വൽ പാത്ത് ഇപ്പം ഇതാണെങ്കിൽ ഓക്കെ, ഈ ആക്ച്വൽ പാത്തിന് എന്ത് വേരിയേഷൻ വരും? ഈ ആക്ച്വൽ പാത്ത് ഇതായിപ്പോൾ സ്ലൈറ്റ്ലി ഇങ്ങനെ വേരി ചെയ്യും. ബിക്കോസ് അത് എക്സ്ട്രീംലി സ്മോളർ ആണ്. അതായത് എൻ്റെ ആക്ച്വൽ പാത്ത് സ്ലൈറ്റ് ആയിട്ട് വേരി ചെയ്യും. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതെൻ്റെ ആക്ച്വൽ പാത്ത് ആണെങ്കിൽ റൈറ്റ്, ആ ആക്ച്വൽ പാത്തിൽ കൂടെയുള്ള ആക്ഷന്റെ വാല്യൂ ഏറ്റവും മിനിമം ആണ്. എങ്കിൽ മിനിമം ആണെങ്കിൽ അതിന്റെ ക്രൈറ്റീരിയ എന്തുവാ? ആ മിനിമം കോൺഫിഗറേഷനിൽ നിന്ന് ഞാൻ സ്ലൈറ്റ് ആയിട്ടൊന്ന് വേരി ചെയ്താലും ആക്ഷന് വേരിയേഷൻ വരില്ല. ഓക്കെ, ഓൾറെഡി നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം മിനിമ പ്രോബ്ലം 1D പ്രോബ്ലം, അതായത് സിംഗിൾ വേരിയബിൾ കാൽക്കുലേഷനൊക്കെ ചെയ്തിട്ടുള്ളപ്പോൾ നമുക്കറിയാം. സപ്പോസ് ഇതൊരു ഫംഗ്ഷൻ ആണെങ്കിൽ ഈ ഫംഗ്ഷന്റെ മാക്സിമം പോയിന്റ് ആണെന്ന് വെച്ചോ. ഞാൻ മാക്സിമം പോയിന്റിലാണ് നിൽക്കുന്നതെങ്കിൽ ആ മാക്സിമം പോയിന്റിൽ ഞാൻ സ്ലൈറ്റ് ആയിട്ട് ഞാൻ ഡീവിയേറ്റ് ചെയ്താലും ഫംഗ്ഷന് വ്യത്യാസമൊന്നും വരില്ല. അതായത് ഫംഗ്ഷന്റെ ഫസ്റ്റ് ഓർഡർ ചേഞ്ച് 0 ആയിരിക്കും. ക്ലിയർ? സെയിം പ്രിൻസിപ്പിൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ആൻഡ് സെയിം ഫോർ മിനിമത്തിലും അതാ സംഭവിക്കുന്നത്. ഞാൻ സ്ലൈറ്റ്ലി ഞാൻ ചേഞ്ച് ചെയ്താലും ഫംഗ്ഷന് കാര്യമായിട്ടുള്ള വ്യത്യാസം വരില്ല. ഫസ്റ്റ് ഓർഡർ ചേഞ്ച് 0 ആയിരിക്കും. അതാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. സപ്പോസ് ഇത് നമ്മുടെ ആക്ച്വൽ പാത്ത് ആണെങ്കിൽ ഈ ആക്ച്വൽ പാത്തിന്റെ കൂടെ ഞാൻ ഒരു ഇൻഫിനിറ്റസിമൽ പാത്ത് ഞാൻ അഡീഷണൽ ആഡ് ചെയ്യുക. ഓക്കെ, ഇൻഫിനിറ്റസിമൽ പാത്ത്, ആ പാത്ത് ഏത് സ്ട്രക്ചർ വേണമെങ്കിലും ആവാം, പ്രൊവൈഡഡ് അത് എക്സ്ട്രീംലി സ്മോളർ ആയിരിക്കണം. ഓക്കെ, ഞാൻ ആഡ് ചെയ്താലും എനിക്ക് പുതിയതായിട്ട് കിട്ടുന്ന ആ പാത്ത് ഓക്കെ നമ്മൾ ഇതിനെ വിളിക്കുന്ന വേരിയേഷൻ എന്നാണ്.
ഓക്കെ, ആ പുതിയതായിട്ട് കിട്ടുന്ന പാത്തിൽ ഓക്കെ ഞാൻ ആക്ഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആക്ച്വലി മുമ്പത്തെ അതേ പാത്തിൽ അതേ ആക്ഷൻ തന്നെ ആയിരിക്കും. ബിക്കോസ് ഇൻഫിനിറ്റസിമൽ പാത്താണ് നമ്മൾ സ്റ്റേഷനറി പോയിന്റിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഒരു ഇൻഫിനിറ്റസിമൽ ചേഞ്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷന് വേരിയേഷൻ വരില്ല. ക്ലിയർ? എന്ന് വെച്ചാൽ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ആക്ഷൻ. ഓക്കെ, ഞാൻ ഈ ആക്ഷന്റെ ഇൻഫിനിറ്റസിമൽ ചേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യും. ഇൻഫിനിറ്റസിമൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഇൻഫിനിറ്റസിമൽ പാത്ത് ആഡ് ചെയ്തതിന് ശേഷം കിട്ടുന്ന ആക്ഷനും മുമ്പത്തെ ആക്ഷനും ഇടയ്ക്കുള്ള ഡിഫറൻസ്. ക്ലിയർ? ഞാനത് കാൽക്കുലേറ്റ് ചെയ്യും. ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ ഈ രണ്ട് സൈഡിലും ഡെൽറ്റ എടുക്കുക, ഡെൽറ്റ എ, റൈറ്റ്? ബിക്കോസ് ഞാൻ ഓരോ പാത്തിലാണ് ഞാൻ ആക്ച്വലി ആക്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഞാൻ സോ അപ്പോൾ ഇൻഫിനിറ്റസിമൽ ചേഞ്ച് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബേസിക്കലി പറയുന്നത് എൻ്റെ ഇപ്പോൾ ഒരു പാത്തുണ്ട് ആൻഡ് ഞാൻ എൻ്റെ പാത്ത് സ്ലൈറ്റ്ലി ചേഞ്ച് ചെയ്തു എങ്കിൽ എൻ്റെ ന്യൂവർ പാത്തിൽ എനിക്കൊരു പർട്ടിക്കുലർ ആക്ഷൻ ഉണ്ട്, അവർക്കിടക്കുള്ള ഡിഫറൻസ് ആണ് ബേസിക്കലി ഡെൽറ്റ എ. ഓക്കെ, സോ ഞാൻ ഡെൽറ്റ എ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. എങ്കിൽ ഡെൽറ്റ എ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ എഴുതാം. ദിസ് ഇംപ്ലൈസ് ഡി എ ഈക്വൽ ടു integral t1 to t2 delta of L qk q dot k dt. Right. So, in a baki just a mathematics. This implies integral t1 to t2 and ഇവിടെ മനസ്സിലാക്കുക L qസിന്റെയും q ഡോട്ടിന്റെയും ഫംഗ്ഷൻ ആണ്. സോ ഞാൻ ഇൻഫിനിറ്റസിമൽ ചേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് എഴുതാം this equal to dou L by dou qk delta qk, അതായത് വേരിയേഷൻ ഡ്യൂ ടു ഫസ്റ്റ് പാരാമീറ്റർ, പ്ലസ് dou L by dou qk ഡോട്ട് ഡെൽറ്റ qk ഡോട്ട്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇൻഡെക്സ് റിപ്പീറ്റഡ് ആണ്, അതായത് ഇവിടെ സമ്മേഷൻ റൺ ചെയ്യുന്നുണ്ട് ആൻഡ് സമ്മേഷൻ റൺ ചെയ്യുന്നത് നമുക്കറിയാം ഇവിടെ s ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. സോ 1 to s വരെ ഈ സമ്മേഷൻ റൺ ചെയ്യുന്നുണ്ട്. ക്ലിയർ? ഓക്കെ, സോ dt ക്ലിയർ. ഇനി ജസ്റ്റ് ഒന്ന് കെയർഫുൾ ആയിട്ട് നോക്കുക ഇതിനകത്ത്. ഓക്കെ, ഈ ഡോ എൽ ബൈ ഡോ ക്യൂ കെ എനിക്കറിയാം, എൻ്റെ ലഗ്രാഞ്ചിനെ ഞാൻ വിത്ത് റെസ്പെക്ട് ടു ക്യൂ കെയിൽ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്തേക്കാണ്. ആൻഡ് ഡെൽറ്റ ക്യൂ കെ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്ത ആ പാത്താണ്. ഓക്കെ, സോ എനിക്ക് അതിനെപ്പറ്റി എനിക്കറിയാം. പക്ഷേ ഈ ഒബ്ജക്റ്റിനെ പറ്റി എനിക്കറിയത്തില്ല. ഈ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്ത പാത്തിന്റെ ടൈം ഡെറിവേറ്റീവ് ആണ്. സോ എനിക്ക് അതിനെപ്പറ്റി വലിയ ഇൻഫർമേഷൻ ഇല്ല. ക്ലിയർ? ഓക്കെ, സോ ഞാൻ ഇതിനെ ഞാൻ എന്ത് ചെയ്യണം? ട്രാൻസ്ഫോം ചെയ്യണം. ആൻഡ് ഇവിടെ ഒരു കാര്യമുണ്ട്, നമ്മൾ ആക്ച്വലി കാൽക്കുലസ് ഓഫ് വേരിയേഷൻ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി പ്രൂവ് ചെയ്യാം. അതായത് ഈ ഡെൽറ്റ ക്യൂ കെ ഡോട്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഡെൽറ്റ ക്യൂ കെ ഹോൾ ഡോട്ട് ആണ്. ഓക്കെ, അതായത് ഞാനത് എഴുതാം. അതായത് ഡെൽറ്റ ക്യൂ കെ ഡോട്ട് എന്ന് പറയുന്നത് ഡെൽറ്റ ക്യൂ കെ ഫുൾ ഡോട്ട്. ക്ലിയർ? അതായത് എനിക്ക് ആ ഡെൽറ്റയും ആ ടൈം ഡെറിവേറ്റീവിനെ എനിക്ക് ഇന്റർചേഞ്ച് ചെയ്യാം, സെയിം ആണ്. ഓക്കെ, തൽക്കാലം അത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ കാൽക്കുലസ് ഓഫ് വേരിയേഷൻ്റെ ടെക്നിക്സ് ഒക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഓക്കെ, റൈറ്റ്. സോ എനിക്ക് എഴുതാം എങ്കിൽ ഈ സാധനം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഫുൾ ആണ്. ഓക്കെ, എങ്കിൽ എനിക്ക് എഴുതാം ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ t1 to t2 ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡെൽറ്റ ക്യൂ കെ പ്ലസ്. ഓക്കെ, റൈറ്റ്. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കാം, ദിസ് തിങ് ഇൻറ്റു ഇതിന്റെ ഡെറിവേറ്റീവ്. ക്ലിയർ? എനിക്ക് അതിനെ എങ്ങനെ എഴുതാം? d by dt of total മൈനസ് ഇതിന്റെ ഓപ്പോസിറ്റ് ഓറിയന്റേഷനിലുള്ള ഡെറിവേറ്റീവ്, അതായത് മൈനസ് d by dt ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡെൽറ്റ ക്യൂ കെ dt. ഓക്കെ, ഇവിടെ ഞാൻ എന്താ ചെയ്തതെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, നോക്കുക, ഇത് ബേസിക്കലി ഒരു ഫംഗ്ഷൻ ആണ്, ഇത് അതിന്റെ ഡെറിവേറ്റീവ് ആണ്. എനിക്ക് അതിനെ എങ്ങനെ എഴുതാം? ഇതിന്റെ ഫുൾ ആയിട്ടുള്ള ഡെറിവേറ്റീവ് മൈനസ് റിവേഴ്സ്, അതായത് ബേസിക്കലി ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് റൂൾ. പ്രോഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്തുവാണ്? ഡി ബൈ ഡി ടി ഓഫ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ടൈംസ് ഡെറിവേറ്റീവ് ഓഫ് ബി പ്ലസ് ബി ടൈംസ് ഡെറിവേറ്റീവ് ഓഫ് എ. റൈറ്റ്? ഇവിടെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, സപ്പോസ് എനിക്ക് എ ടൈംസ് ഡെറിവേറ്റീവ് ഓഫ് ബി ആണ് വേണ്ടെങ്കിൽ, ഓക്കെ, അതായത് രണ്ടാമത്തെ സ്ഥാനത്തിന്റെ കൂടെ ഡെറിവേറ്റീവ് ഉള്ളത്, അതിന് എനിക്ക് എങ്ങനെ എഴുതാം? എ ബിയുടെ ടോട്ടൽ ടൈം ഡെറിവേറ്റീവ് മൈനസ് റിവേഴ്സ് ഓറിയന്റേഷനുള്ള ഡെറിവേറ്റീവ്, അതായത് ബി ടൈംസ് ഡെറിവേറ്റീവ് ഓഫ് എ. ക്ലിയർ? ഇത് ഇപ്പുറത്ത് കൊണ്ടുവരിക, അതാണ് ബേസിക്കലൂടെ ചെയ്തേക്കുന്നത്. അതായത് എ ബിന്റെ ഡെറിവേറ്റീവ് ഈക്വൽ ടു ഫുള്ളിന്ന് ഞാൻ റിവേഴ്സ് ഓറിയന്റേഷൻ, അതായത് ദിസ് ടൈംസ് ഇതിന്റെ ഡെറിവേറ്റീവ് സബ്ട്രാക്ട് ചെയ്യുക, അതാണ് ഈ ഒബ്ജക്റ്റ്. ക്ലിയർ? ഓക്കെ, എങ്കിൽ എനിക്ക് എഴുതാം ദിസ് ഇസ് ഈക്വൽ ടു ഇംപ്ലൈസ് ഡെൽറ്റ എ. ഓക്കെ, ഞാൻ ഇതിനെ സ്ലൈറ്റ്ലി ഒന്ന് റീ അഡ്ജസ്റ്റ് ചെയ്യുവാണ്. എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ t1 to t2. ഇവിടെ നമ്മൾ ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും, ദേ ഈ ടേമിലും കോമൺ ആയിട്ട്
നമ്മുടെ ഡെൽറ്റ ക്യൂ കെ ഉണ്ട്. സോ ഞാൻ ആ ടേം ഞാൻ ഒരുമിച്ച് എഴുതാൻ പോവാണ്, വിച്ച് ഇസ് ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ ക്യൂ കെ മൈനസ് ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് റൈറ്റ് ഡെൽറ്റ ക്യൂ കെ. അതായത് ഞാൻ ഈ രണ്ട് ടേമിനെ ഞാൻ ക്ലബ് ചെയ്തു. ഓക്കെ, ഈ ടേമിനെ ഞാൻ സെപ്പറേറ്റ് എഴുതാൻ പോവാം. സോ എനിക്ക് എഴുതാം പ്ലസ് ഇന്റഗ്രൽ ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് ഡോ ക്യൂ കെ ടൈംസ് ടി ടി ഫ്രം T1 to T2. ക്ലിയർ? ഓക്കെ, ഇനി ഇവിടെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ഞാൻ ഒരു സ്റ്റെപ്പും കൂടെ ഞാൻ മുന്നോട്ട് എഴുതാം. എനിക്ക് എഴുതാം ദിസ് ഇംപ്ലൈസ് ഡെൽറ്റ എ ഈക്വൽ ടു ഇന്റഗ്രൽ T1 to T2 ഓക്കെ ഡോ എൽ ബൈ ഡോ ക്യൂ കെ മൈനസ് ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് ഡെൽറ്റ ക്യൂ കെ പ്ലസ്. ഇനി ഇതിനെ പറ്റി ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് ബേസിക്കലി എന്തുവാണ്? അതായത് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്തേക്കുന്നു വിത്ത് റെസ്പെക്ട് ടു ഡി ടിയിൽ എന്തിനെ? ഒരു ടോട്ടൽ ടൈം ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനെ. അതായത് ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്തേക്കുന്ന സാധനത്തിന് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്തേക്കുക. സോ നമുക്കറിയാം ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഒരു തരത്തിലുള്ള ഇൻവേഴ്സ് ഓപ്പറേഷൻസ് ആണ്. സോ എന്ത് സംഭവിക്കും? ഈ ഫുൾ സാധനം ഓക്കെ ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും ക്യാൻസൽ ചെയ്തു പോകും. സോ ഞാൻ ബൗണ്ടറി പോയിന്റ്സിലെ വാല്യൂസ് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, എനിക്ക് എഫക്റ്റീവ്ലി ഈ ഡി ടിനെയും ഈ ഡി ടിനെയും കട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ഇതിനകത്ത് വരാൻ പോകുന്ന ഡി ഓഫ് ദിസ് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ഡി ഓഫ് ദിസ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒബ്ജക്റ്റ് ഫ്രം ദ ലിമിറ്റ് T1 to T2. സോ അപ്പൊ എനിക്ക് എഴുതാം ഡോ ബൈ ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് ഡെൽറ്റ ക്യൂ കെ ഫ്രം ദ ലിമിറ്റ് T1 to T2. ക്ലിയർ? ഓക്കെ, സോ ഇപ്പൊ എനിക്കൊരു റിലേഷൻഷിപ്പ് കിട്ടി, സ്മോൾ ചേഞ്ച് ഓഫ് ആക്ഷന്. ഓക്കെ, നമുക്ക് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആക്ച്വലി കിട്ടിയ റിസൾട്ട് എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാൻ നോക്കാം. നമ്മൾ ആക്ച്വലി ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതാണ്, റൈറ്റ്? അതായത് ഇതാണ് എൻ്റെ എക്സ്റ്റെൻഡഡ് കോൺഫിഗറേഷൻ സ്പേസ്, ഇതാണ് എൻ്റെ ടൈം കോർഡിനേറ്റ്, ഇതാണ് എൻ്റെ ക്യൂ കോർഡിനേറ്റ്, ഇതാണ് എൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ്, ഇതാണ് എൻ്റെ ഫൈനൽ സ്റ്റേറ്റ്. സപ്പോസ് ഇതാണ് എൻ്റെ ആക്ച്വൽ പാത്ത്. ക്ലിയർ? ഞാൻ ചെയ്തത് ഈ ആക്ച്വൽ പാത്തിന്റെ കൂടെ ഞാനൊരു ഇൻഫിനിറ്റസിമൽ പാത്ത് കൂടെ ഞാൻ എക്സ്ട്രാ ഞാൻ ആഡ് ചെയ്തു. സോ ക്ലിയർ? ഓക്കെ, ഇൻഫിനിറ്റസിമൽ അതായത് ഇതായത് ഞാൻ ആഡ് ചെയ്ത എക്സ്ട്രാ ആഡ് ചെയ്ത ഇൻഫിനിറ്റസിമൽ പാത്ത്. വൺസ് ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഞാൻ ഈ ഫംഗ്ഷന്റെ കൂടെ ഞാൻ ഈ ഫംഗ്ഷൻ കൂടെ ആഡ് ചെയ്യുമ്പോൾ എൻ്റെ റിസൾട്ടന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാവും, എൻ്റെ പാത്ത് ഇതാവും. എങ്കിൽ ഈ പാത്തിൽ കൂടെ എനിക്കൊരു ആക്ഷന്റെ വാല്യൂ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്കിൽ എൻ്റെ പുതിയ ആക്ഷന്റെ വാല്യൂ നിന്ന് എൻ്റെ ഓൾഡ് ആക്ഷന്റെ വാല്യൂ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഞാൻ ആക്ച്വലി ഇൻഫിനിറ്റസിമൽ പാത്ത് ആഡ് ചെയ്തത് കൊണ്ട് ആക്ഷൻ ഉണ്ടായ വേരിയേഷൻ എനിക്ക് കിട്ടും. അതാണ് ബേസിക്കലി ഡി എ. ക്ലിയർ? അപ്പൊ ഡി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇൻഫിനിറ്റസിമൽ പാത്ത് എക്സ്ട്രാ ആഡ് ചെയ്തത് കൊണ്ട് എൻ്റെ ആക്ഷൻ ഉണ്ടായ സ്ലൈറ്റ് ചേഞ്ച് ആണ്. ക്ലിയർ? ആൻഡ് നമുക്കറിയാം നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ അനുസരിച്ച് ഇത് ആക്ച്വൽ പാത്ത് ആണെങ്കിൽ ഓക്കെ ഈ ആക്ച്വൽ പാത്തിൽ നമ്മുടെ ആക്ഷന്റെ വാല്യൂ മിനിമം ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ഷന്റെ വാല്യൂ നമ്മുടെ ഈ ആക്ച്വൽ പാത്തിൽ മിനിമം ആയതുകൊണ്ട് തന്നെ ഞാനൊരു ഇൻഫിനിറ്റസിമൽ പാത്ത് ഞാൻ ആഡ് ചെയ്താലും അത് കാരണം ആക്ഷൻ ഉണ്ടാകുന്ന വേരിയേഷൻ 0 ആയിരിക്കും. ബിക്കോസ് അത് സ്റ്റേഷനറി പോയിന്റ് ആണ്. ക്ലിയർ? എന്ന് വെച്ചാൽ ഇത് ആക്ച്വൽ പാത്ത് ആണെങ്കിൽ റൈറ്റ് ഈ ഡി എയുടെ വാല്യൂ ഷുഡ് ബി 0. ക്ലിയർ? അപ്പൊ നമുക്ക് പറയാം ഓക്കെ ആക്ച്വൽ പാത്ത് implies DA should be 0. സോ അപ്പൊ ഇതാണ് ആക്ച്വൽ പാത്ത് ആണ് ഇത് എന്നതിനെ നമ്മൾ മാത്തമാറ്റിക്കലി നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. നമ്മുടെ പ്രിൻസിപ്പിൾ അതാ പറയുന്നത്. ഇനി നമുക്ക് ഇതിനകത്തുള്ള ഓരോ ടേംസിനെ പറ്റി നമുക്ക് തിങ്ക് ചെയ്യാം. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഈ T1 നിന്ന് T2 വരെ ഞാനൊരു പർട്ടിക്കുലർ ഫംഗ്ഷൻ അതായത് ലഗ്രാഞ്ചിനെ ഞാൻ Q കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നു, Q ഡോട്ട് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നു, എന്നിട്ട് അതിന്റെ ടോട്ടൽ ടൈം ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു, അതിന്റെ ഡിഫറൻസ് എടുത്തു, എന്തൊക്കെയോ ചെയ്തു. അതാണ് ബേസിക്കലി ഫസ്റ്റത്തെ ടേം. സെക്കൻഡ് ടേം എന്താ നോക്കുക. ഓക്കെ സെക്കൻഡ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, സെക്കൻഡ് ടേം കംപ്ലീറ്റ്ലി ഡിപെൻഡ് ചെയ്തിരിക്കുന്നത് എന്റെ ഇനിഷ്യൽ പോയിന്റിനെയും ഫൈനൽ പോയിന്റിനെയും മാത്രമാണ്. ബിക്കോസ് ഞാൻ ഈ T2 ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോകുന്നത് ചേഞ്ച് ഓഫ് പാത്ത്. ഓക്കെ ചേഞ്ച് ഓഫ് പാത്ത്
അറ്റ് ഫൈനൽ പൊസിഷൻ. ക്ലിയർ? ഓക്കെ. അതായത് സപ്പോസ് ഞാൻ ഒരു ഇൻഫിനിറ്റെസിമൽ പാത്ത് ആഡ് ചെയ്യുന്നു ആൻഡ് നമ്മുടെ ഇൻഫിനിറ്റെസിമൽ പാത്ത് ഇതാണെന്ന് വെച്ചു. ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻഫിനിറ്റെസിമൽ പാത്ത്. ഓക്കെ, റൈറ്റ്. ആൻഡ് ഡെൽറ്റ ക്യൂ കെ അറ്റ് ഫൈനൽ പൊസിഷൻ. ഓക്കെ, അത് വേണമെങ്കിൽ ഇങ്ങനെ ആവാലോ. ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് പൊങ്ങിയായിരിക്കും ഇരിക്കുന്നത്. ക്ലിയർ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഈ പാത്ത് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. അതായത് നമ്മുടെ ഡെൽറ്റ ക്യൂ കെയുടെ വാല്യൂ നോൺ സീറോ ആണെങ്കിൽ എൻ്റെ ഈ ലാസ്റ്റ് എൻഡ് ഇവിടെ ഇരിക്കില്ല. ലാസ്റ്റ് എൻഡ് ഓക്കെ കുറച്ചിങ്ങനെ പൊങ്ങിയിട്ടായിരിക്കും ഇരിക്കുന്നത്. ക്ലിയർ? ഓക്കെ, ബിക്കോസ് നമ്മുടെ എക്സ്ട്രാ പാത്ത് ഫൈനൽ എൻഡിൽ ഒരു നോൺ സീറോ നമ്പർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ? ഓക്കെ, അതായത് എൻ്റെ ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും ഇങ്ങനെ, അതായത് എൻ്റെ ഫൈനൽ പോയിന്റ് ഇങ്ങനെ രണ്ട് പാത്തിലും സെയിം ആയിട്ടിരിക്കില്ല. ബിക്കോസ് ഞാൻ എക്സ്ട്രാ ഫൈനൽ പോയിന്റിൽ എൻ്റെ പാത്ത് എക്സ്ട്രാ ഒരു നമ്പർ എക്സ്ട്രാ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ എക്സ്ട്രാ കുറച്ച് മുകളിലോട്ട് പൊങ്ങിയായിരിക്കും ഇരിക്കുന്നത്. റൈറ്റ്. ആൻഡ് ഈ T1 ഡെൽറ്റ ക്യൂ കെ അറ്റ് T1 സപ്പോസ് അതും ഒരു ഫൈനൈറ്റ് നമ്പർ ആണെന്ന് വെച്ചാൽ, അതും സീറോ അല്ല എന്ന് വെച്ചോ. സീറോ അല്ല എന്നുണ്ടെങ്കിൽ നോക്കി ഇവിടെയും ഇങ്ങനെ ഒരു നമ്പർ ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്ത പാത്ത് ഇവിടെയും കുറച്ചൊരു പർട്ടിക്കുലർ ഹൈറ്റിലായിരിക്കും. ബിക്കോസ് അറ്റ് t is equal to 1 അതിന്റെ വാല്യൂ ഒരു ഫൈനൈറ്റ് നമ്പർ ആണ്, ഡെൽറ്റ ക്യൂ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും വാല്യൂ അത്യാവശ്യം പൊങ്ങിയായിരിക്കും നിൽക്കുന്നത്. റൈറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് എൻ്റെ T1ലും T2ലും ഈ ഡെൽറ്റ ക്യൂ കെയുടെ വാല്യൂ, അതായത് ഞാൻ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ T1ലും T2ലും ഈ ഡെൽറ്റ ക്യൂ കെയുടെ വാല്യൂ സീറോ അല്ലെങ്കിൽ ഓക്കെ എൻ്റെ ഫൈനൽ പാത്ത് ഇരിക്കാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇങ്ങനെയായിരിക്കും. ക്ലിയർ? ഓക്കെ. പക്ഷേ നമ്മളിവിടെ എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്? എൻ്റെ ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും ഫിക്സഡ് ആണ്. അതായത് ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും ഫിക്സഡ് ആണ്. ആൻഡ് ഈ രണ്ട് പോയിന്റ്സിനുണ്ടെങ്കിൽ, ബിക്കോസ് ഇനിഷ്യൽ പോയിന്റ് മാറുക എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് എൻ്റെ ഇനിഷ്യൽ സ്റ്റേറ്റ് വേരി ചെയ്യുകയാണ്. പക്ഷെ ഞാൻ സംസാരിക്കുന്നത് സെയിം ഇനിഷ്യൽ സ്റ്റേറ്റിലുള്ള ഡിഫറെന്റ് പാർട്സിനെ പറ്റിയാണ്. സെയിം ഇനിഷ്യൽ സ്റ്റേറ്റ് ആൻഡ് സെയിം ഫൈനൽ സ്റ്റേറ്റ്. ഇതിനിടയ്ക്കുള്ള ഡിഫറെന്റ് പാർട്സിനെ പറ്റിയാണ് ഞാൻ ആക്ച്വലി സംസാരിക്കുന്നത്. ക്ലിയർ? എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ഇവിടെ ഡിമാൻഡ് ചെയ്യണം എന്തോന്ന്, ഡെൽറ്റ ക്യൂ കെ അറ്റ് T1 അതും ഡെൽറ്റ ക്യൂ കെ അറ്റ് T2ഉം സീറോ ആയിരിക്കണം. ബിക്കോസ് എങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ എൻ പോയിന്റ് ഇങ്ങനെ എന്നെ ഫിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമേ എനിക്കിതേ ഈ രണ്ടെൻഡും ഫിക്സഡ് ആയിട്ടുള്ള പാർട്സിനെ പറ്റി എനിക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ഞാനത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞതിൻ്റെ റീസൺ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ എൻ പോയിന്റ്സിനെ ഞാൻ വേരി ചെയ്യിപ്പിക്കും. സോ ആ എൻ പോയിന്റ്സ് വേരി ചെയ്യുന്നത് കൊണ്ട് അവിടെ ഉണ്ടാകുന്ന എഫക്ട്സ് എന്താണെന്ന് എനിക്ക് സെപ്പറേറ്റ് സ്റ്റഡി ചെയ്യണം എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് സോ അതുകൊണ്ടാണ് ഞാനത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത്. ഓക്കെ, സോ അപ്പോൾ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന എൻ്റെ എൻ പോയിന്റ്സിലെ വേരിയേഷൻ ആക്ച്വലി സീറോ ആണ്. ക്ലിയർ? സോ ഈ രണ്ട് പോയിന്റ്സും ഫിക്സഡ് ആണ്, ഇതിനിടയ്ക്കാണ് വേരിയേഷൻസ് കംപ്ലീറ്റ്ലി ഉള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഈ കണ്ടീഷൻ ഞാൻ ഇമ്പോസ് ചെയ്യുവാണെങ്കിൽ എൻ്റെ ഡെൽറ്റ ക്യൂ കെ അറ്റ് T2ഉം ഡെൽറ്റ ക്യൂ കെ അറ്റ് T1ഉം സീറോ ആണ്. എന്ന് വെച്ചാൽ എൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സീറോയും സീറോ ആണ്. സോ 0 - 0 is 0. അതായത് ഈ ടേം മൊത്തത്തിലില്ല. ക്ലിയർ? ഓക്കെ. പക്ഷേ ഈ റിസൾട്ട് നമ്മൾ മൊത്തത്തിൽ നമ്മൾ പിന്നീട് യൂസ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഈ റിസൾട്ടിനെ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം. ഓക്കെ, ഇത് ആക്ച്വലി ഒരു തരത്തിൽ ഇൻട്രസ്റ്റിംഗ് റിസൾട്ടാണ്, ഇമ്പോർട്ടൻറ്റ് റിസൾട്ടുമാണ്. നമ്മളിത് പിന്നീട് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ പർപ്പസിന് ബേസിക്കലി ഈ ടേം സീറോ ആണ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആക്ഷന്റെ വേരിയേഷൻ, അതായത് ഡെൽറ്റ എ എന്ന് പറഞ്ഞാൽ ബേസിക്കലി T1 to T2 ഡോ എൽ ബൈ ഡോ ക്യൂ കെ മൈനസ് d/dt ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് ഡെൽറ്റ ക്യൂ കെ ആണ്. ഇനിയൊന്ന് ആലോചിച്ച് നോക്കാം. ഇത് നമ്മുടെ മിനിമം പാത്താണ്. മിനിമം പാത്താണെങ്കിൽ ഞാൻ ഏതൊരു ഇൻഫിനിറ്റെസിമൽ പാത്ത് ആഡ് ചെയ്താലും ഓക്കെ എൻ്റെ ആക്ഷൻ വേരിയേഷൻ ഉണ്ടാവാൻ പാടില്ല. അതായത് ഇറസ്പെക്റ്റീവ് ഓഫ് മൈ ചോയ്സ് ഓഫ് ഡെൽറ്റ ക്യൂ കെ റൈറ്റ്, ഡെൽറ്റ എ ഷുഡ് ബി സീറോ. റൈറ്റ്? അത് സ്റ്റേഷനറി പോയിന്റ് ആണെങ്കിൽ, അതായത് സ്റ്റേഷനറി പാത്ത് ആണെങ്കിൽ, അല്ലെങ്കിൽ മിനിമം ആക്ഷൻ തരുന്ന പാത്ത് ആണെങ്കിൽ. ഓക്കെ, എന്ന് വെച്ചാൽ എനിക്ക് പറയാം ഏതൊരു ചോയ്സ് ഓഫ് ഡെൽറ്റ ക്യൂ കെയിലും ആക്ഷന്റെ വാല്യൂ സീറോ ആവണമെന്നുണ്ടെങ്കിൽ ഈ സാധനം സീറോ ആയാലേ പറ്റും. ക്ലിയർ? എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായി. ദിസ് ഇംപ്ലൈസ് d/dt ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ ക്യൂ കെ. ദിസ് ഒബ്ജക്റ്റ് ഷുഡ് ബി സീറോ.
ക്ലിയർ? ഓക്കെ, ഇനി ജസ്റ്റ് ആലോചിച്ച് നോക്കുക, നമ്മൾ ആക്ച്വലി ഇപ്പൊ എന്താ കണ്ടുപിടിച്ചതെന്ന്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ 2 പോയിന്റ്സിനിടയ്ക്ക് ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഓഫ് പാത്സ് ഉണ്ട്. പക്ഷെ ആക്ഷൻ മിനിമം ആവുന്ന പാത്തിൽ കൂടി ആയിരിക്കും സിസ്റ്റം ഇവോൾവ് ചെയ്യുന്നത്. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ. നേച്ചർ ആ പർട്ടിക്കുലർ പാത്തിനാണ് ചൂസ് ചെയ്യുന്നത്. എങ്കിൽ ആക്ഷൻ മിനിമം ആവാനുള്ള കണ്ടീഷനെ പറ്റിയാണ് നമ്മൾ ഈ പറഞ്ഞതെല്ലാം. ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതായിരുന്നു. ആൻഡ് ആക്ഷൻ മിനിമം ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷന്റെ വാല്യൂ ഡെൽറ്റ എയുടെ വാല്യൂ 0 ആവണം. എങ്കിൽ നമുക്ക് മനസ്സിലായി ഡെൽറ്റ എയുടെ വാല്യൂ 0 ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇംപ്ലൈസ് ദിസ് ഈസ് ട്രൂ. എന്ന് വെച്ചാൽ നോക്കുക, ഇത് ബേസിക്കലി ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ആൻഡ് എൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ക്യൂസിനെയും ക്യൂ ഡോട്ട്സിനെയാണ്. എന്ന് വെച്ചാൽ എന്തായാലും ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ക്യൂസിനെയും ക്യൂ ഡോട്ട്സിനെയും ഒക്കെ ക്യാരി ചെയ്യുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. എനിക്കത് ഇൻ പ്രിൻസിപ്പിൾ സോൾവ് ചെയ്യാം. ഓക്കെ, ഇൻ പ്രിൻസിപ്പിൾ സോൾവ് ചെയ്താൽ എനിക്ക് അതിനകത്ത് കിട്ടാൻ പോകുന്നത് ക്യൂ ഓഫ് ടി ആണ്. ക്ലിയർ? എന്ന് വെച്ചാൽ എൻ്റെ ആക്ച്വൽ പാത്ത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ബേസിക്കലി ഇത്. റൈറ്റ്? വേറെ തരത്തിൽ പറഞ്ഞാൽ ആക്ഷൻ മിനിമം ആവണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താലേ പറ്റൂ. അതായത് ഇവിടെയുള്ള ബാക്കി ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഓഫ് പാത്സുകളിൽ നിന്നും ഈ പാത്തിനെ വേർതിരിച്ച് നിർത്തുന്ന, നമ്മുടെ ആക്ച്വൽ പാത്തിനെ വേർതിരിച്ച് നിർത്തുന്ന ഫാക്ടർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആക്ച്വൽ പാത്ത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ എസെൻഷ്യലി നമ്മളിവിടെ പ്രൂവ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് ആലോചിച്ച് നോക്കാം. ഇതാണ് നമ്മുടെ ആക്ച്വൽ പാത്ത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്കിൽ ഓക്കെ, ഇത് നമുക്ക് ഏത് റിസൾട്ട് തരണം? ക്യൂ ഡബിൾ ഡോട്ട് ആസ് എ ഫങ്ഷൻ ഓഫ് ക്യൂസ് ആൻഡ് ക്യൂ ഡോട്ട്സ് അല്ലെങ്കിൽ ടൈം, ഇത് തരണം. ഓക്കെ, നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ലഗ്രാഞ്ചിയൻ എൽ, അത് ബേസിക്കലി ഈ എൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ക്യൂസിന്റെയും ക്യൂ ഡോട്ടിന്റെയും ഫംഗ്ഷൻ ആണ്. ഞാൻ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ക്യൂ ഡോട്ടിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഈ കിട്ടുന്ന ഔട്ട്പുട്ടിനകത്ത് ക്യൂസും ക്യൂ ഡോട്ട്സും കാണും. ഞാൻ അതിനെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അതിനകത്ത് ഓൾറെഡി ക്യൂ ഡോട്ട്സ് ഉണ്ട്. അതിനെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഈ ടേം ക്യൂ ഡബിൾ ഡോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, ആൻഡ് ഒബ്വിയസ്ലി ഈ ടേമിനകത്ത് ഉള്ളത് ക്യൂസും ക്യൂ ഡോട്ടും ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂസിനെയും ക്യൂ ഡോട്ട്സിനെയും ക്യൂ ഡബിൾ ഡോട്ട്സിനെയും ക്യാരി ചെയ്യുന്ന ഇക്വേഷൻ ആണ്. എനിക്ക് അതിനകത്തുനിന്ന് ക്യൂ ഡബിൾ ഡോട്ടിനെ ഒരു സൈഡിൽ ഐസൊലേറ്റ് ചെയ്യാൻ, ബാക്കി എല്ലാത്തിനും അപ്പുറത്ത് കൊണ്ടുപോകാം. എന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ എസെൻഷ്യലി ക്യൂ ഡബിൾ ഡോട്ട് ആസ് എ ഫംഗ്ഷൻ ഓഫ് ക്യൂ ആൻഡ് ക്യൂ ഡോട്ട് ആൻഡ് ടി ആണ്. അതായത് നമുക്ക് മനസ്സിലായി ആക്ച്വൽ പാത്ത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ഗസ് ചെയ്തു അതിന്റെ സ്ട്രക്ചർ ഇതായിരിക്കണമെന്ന്. നമ്മളിപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷനെയും നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത കണ്ടീഷൻ, അതായത് ആക്ച്വൽ പാത്ത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അത് എക്സാക്ട്ലി നമ്മുടെ ഇൻറ്റ്യൂഷനുമായിട്ട് കറക്റ്റ് ആയിട്ട് മാച്ച് ആയിട്ടുണ്ട്. എങ്കിൽ നമുക്ക് ഇക്വേഷനെ പറ്റി സ്റ്റഡി ചെയ്യാം. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു ഇതിനകത്തുള്ള, അതായത് നമ്മുടെ മെക്കാനിക്കൽ സിസ്റ്റത്തിനകത്തുള്ള എല്ലാ ക്യൂ കേസും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ആൻഡ് ഈ ഇക്വേഷൻ വിളിക്കുന്നവരാണ് ഓയിലർ ലഗ്രാഞ്ച് ഇക്വേഷൻ. ഓക്കെ, റൈറ്റ്. ആൻഡ് എല്ലാ ജനറലൈസ്ഡ് കോർഡിനേറ്റും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ക്യൂ ഡബിൾ ഡോട്ട് ആസ് എ ഫംഗ്ഷൻ ഓഫ് ക്യൂസ് ആൻഡ് ക്യൂ ഡോട്ട് ആൻഡ് ടി ഫോർ ഓൾ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ആണ്. അതായത് ബേസിക്കലി ഇവിടെ എസ് നമ്പർ ഓഫ് ഇക്വേഷൻസ് ഉണ്ട്. ബിക്കോസ് ഈ കെയുടെ വാല്യൂ റൺ ചെയ്യുന്നത് 1 തൊട്ട് എസ് വരെയാണ്. അതായത് എന്റെ ഫസ്റ്റത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ 1 ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ ക്യൂ 1 ഈക്വൽ ടു 0. അടുത്ത ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ കെ 2 ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ ക്യൂ കെ 2 ഈക്വൽ ടു 0 എക്സെട്ര അപ് ടു എസ്. അതായത് ഇവിടെ ബേസിക്കലി എസ് നമ്പർ ഓഫ് ഇക്വേഷൻസ് ഉണ്ട്. അതായത് ഓരോ ജനറലൈസ്ഡ് കോർഡിനേറ്റും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനിയാണ് ഈ ഇക്വേഷനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത്. ഇൻ ജനറൽ നമ്മുടെ ഒരു മെക്കാനിക്കൽ സിസ്റ്റം ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്കറിയാം എൻ്റെ ചോയ്സ് ഓഫ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് യുണീക്ക് അല്ല. നമ്മുടെ ഡബിൾ പെൻഡുലത്തിന്റെ കേസിൽ ഞാൻ പറഞ്ഞു എനിക്ക് വേണമെങ്കിൽ θ1 θ2 യൂസ് ചെയ്യാം. θ1 θ2 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒന്നാലോചിച്ച് നോക്കുക, നമ്മുടെ ഈ ഇക്വേഷൻ എങ്ങനെ ഇരിക്കും? ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ θ1 ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ θ1 ഈക്വൽ ടു 0. അടുത്ത ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ θ1 ഡോട്ടിന് വരും θ2 ഡോട്ട് വരും. ആൻഡ് ഇവിടെ θ2 ആയിരിക്കും വരാൻ പോകുന്നത്. 2 ഇക്വേഷൻ. പക്ഷെ ഞാൻ ഓൾറെഡി പറഞ്ഞു എനിക്ക് θ1ഉം θ2 യൂസ് ചെയ്യുന്നതിന് പകരം എനിക്ക് x1 x2 ആണെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, റൈറ്റ്. അതായത് ഈ ഇക്വേഷൻ ഞാൻ x1 x2 ആണ് എന്റെ ജനറലൈസ്ഡ് കോർഡിനേറ്റ് എങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ ഇരിക്കും? ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ x1 ഡോട്ട് മൈനസ് സെക്കൻഡ് ടേം ഈക്വൽ ടു 0. സിമിലർലി ഡോ ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ x2 ഡോട്ട് മൈനസ് സെക്കൻഡ് ടേം ഈക്വൽ ടു 0. അതേസമയം ഞാൻ യൂസ് ചെയ്യുന്ന ചോയ്സസ്
x1 കോമ θ2 ആണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ ഫസ്റ്റത്തെ ഇക്വേഷൻ d by dt of dou L by dou x1 dot minus dou L by dou x equal to 0. എൻ്റെ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ d by dt of dou L by dou θ2 dot minus dou L by dou θ2 equal to 0 എന്നായിരിക്കും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഞാൻ ഏത് ചോയ്സ് ഓഫ് കോർഡിനേറ്റ്സ് യൂസ് ചെയ്താലും ഓക്കെ ഈ ഇക്വേഷന്റെ ഫോം മാറുന്നില്ല, സെയിം തന്നെയാണ്. റൈറ്റ്? അതായത് ഇൻ ജനറൽ ഒന്ന് ആലോചിച്ച് നോക്കുക. സപ്പോസ് ഞാനൊരു മെക്കാനിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് വേണമെങ്കിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം യൂസ് ചെയ്യാം. റൈറ്റ്? എനിക്ക് വേണമെങ്കിൽ അതേ പ്രോബ്ലം സോൾവ് ചെയ്യാനുണ്ടെങ്കിൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം, സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം യൂസ് ചെയ്യാം. ഓക്കെ, ഓൾറെഡി ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഓൾറെഡി കാൽക്കുലേഷൻസ് ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് ഞാൻ ന്യൂട്ടൺസ് ലോ, ഓക്കെ, അതായത് ന്യൂട്ടൺസ് ലോ ഞാൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലും സ്ഫെറിക്കൽ പോളാർ ഉണ്ട്, ജസ്റ്റ് പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഞാൻ എഴുതി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലാണെങ്കിൽ എഴുതാം എക്സ് എഫ് എക്സ്, ഫോഴ്സിന്റെ എക്സ് കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ഇൻറ്റു എക്സ് ഡബിൾ ഡോട്ട് ആണ്. സിമിലർലി ഫോഴ്സിന്റെ വൈ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ എം ഇൻറ്റു വൈ ഡബിൾ ഡോട്ട്. ഓക്കെ, അതേസമയം സെയിം ന്യൂട്ടൺസ് ലോ ഞാൻ ആർ തീറ്റ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എഴുതുവാണെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്നത് ഇതായിരിക്കും. ഫോഴ്സിന്റെ റേഡിയൽ കമ്പോണന്റ് ഈക്വൽ ടു എം ഇൻറ്റു ആർ ഡബിൾ ഡോട്ട് മൈനസ് ആർ തീറ്റ ഡോട്ട് സ്ക്വയർ. ആൻഡ് ഫോഴ്സിന്റെ തീറ്റ കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ഇൻറ്റു ആർ തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് 2r ഡോട്ട് തീറ്റ ഡോട്ട് എന്നായിരിക്കും കിട്ടുന്നത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ ഒരിക്കലും ഓക്കെ എൻ്റെ റേഡിയൽ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ എം ആർ ഡബിൾ ഡോട്ടും എൻ്റെ തീറ്റ കമ്പോണന്റ് ഒരിക്കലും എം തീറ്റ ഡബിൾ ഡോട്ടും അല്ല. ക്ലിയർ? അതായത് ഞാൻ എൻ്റെ കോർഡിനേറ്റ് സിസ്റ്റം കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്നും പോളാർ കോർഡിനേറ്റ്സിലോട്ട് മാറ്റിയപ്പോൾ എൻ്റെ ഇക്വേഷൻസിന്റെ ഫോം മാറി. ഓക്കെ, ജസ്റ്റ് വേരിയബിൾസിനെ എക്സ്ചേഞ്ച് ചെയ്താൽ പറ്റില്ല, അത് വർക്ക് ആവില്ല. ആക്ച്വലി ഈ ഇക്വേഷൻ നോക്കിയാൽ ഡയമെൻഷനിൽ തന്നെ തെറ്റാണ്, ബിക്കോസ് ഇത് ഫോഴ്സ് ആണ്. ഇത് ബേസിക്കലി തീറ്റ ഡബിൾ ഡോട്ട്, അതിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എൽ ടി റൈസ് ടു മൈനസ് 1 ആണ്. ഓക്കെ, നോ ടി റൈസ് ടു മൈനസ് 2 ആണ്. റൈറ്റ്? സോ ഫോഴ്സിന്റെ ഡയമെൻഷൻ പോലും ഈ സാധനം മാച്ച് ചെയ്യില്ല. ക്ലിയർ? അതായത് നമുക്ക് മനസ്സിലായി ന്യൂട്ടോണിയൻ ഫോർമുലിസത്തിന്റെ ഒരു പ്രത്യേകത, ഞാൻ എൻ്റെ കോർഡിനേറ്റ് സിസ്റ്റം മാറ്റുന്നതിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻസിന്റെ ഫോം മാറും. ഓക്കെ, റൈറ്റ്? പക്ഷേ ഈ ഫോർമുലിസത്തിന്റെ പ്രത്യേകത എന്തുവാ? ഞാൻ ഏത് സെറ്റ് ഓഫ് കോർഡിനേറ്റ്സ് യൂസ് ചെയ്താലും, അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ ആർ തീറ്റ കോർഡിനേറ്റ് സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ ഫസ്റ്റത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ആർ ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ ആർ ഈക്വൽ ടു 0. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ തീറ്റ ഈക്വൽ ടു 0. റൈറ്റ്? അതായത് ഇറസ്പെക്റ്റീവ് ഓഫ് മൈ ചോയ്സ് ഓഫ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ഈ ഇക്വേഷൻസിന്റെ ഫോം സെയിം ആയിരിക്കും. ഓക്കെ, ഇനി വേണമെങ്കിൽ ചോദിക്കാം, ഇതെങ്ങനെ ഞാൻ പ്രൂവ് ചെയ്തോ? ആക്ച്വലി ഞാനിതിവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. കാരണം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ ഈ എൻറ്റയർ കാൽക്കുലേഷൻ ചെയ്തപ്പോൾ ഞാൻ അസ്യൂം ചെയ്തത് എൻ്റെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് Q1 Q2 ഈ പെയർ ആണ്. അതിന് പകരം ഞാൻ ഈ എൻറ്റയർ കാൽക്കുലേഷനകത്ത് സപ്പോസ് ഞാൻ എൻ്റെ ലഗ്രാഞ്ചിയൻ ഞാൻ എഴുതിയിരുന്നത് വേറൊരു സെറ്റ് ഓഫ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്, അതായത് ക്യാപിറ്റൽ ക്യൂ കെ ഇതായിരുന്നു എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിലും കാൽക്കുലേഷൻസ് ഒക്കെ എക്സാക്ട്ലി ഇതുപോലെ ആയിരിക്കും. എല്ലാ ക്യൂസും ക്യാപിറ്റൽ ക്യൂ ആയിട്ട് റീപ്ലേസ് ചെയ്യപ്പെടും. എൻ്റെ ഫൈനൽ ഇക്വേഷൻ ഇവിടെ സ്മോൾ ക്യൂ കിടക്കുന്നതിന് പകരം ക്യാപിറ്റൽ ക്യൂ ആയിരിക്കും. ക്ലിയർ? അതായത് ഞാൻ ഏത് സെറ്റ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റം യൂസ് ചെയ്താലും ഞാൻ ഈ ചെയ്ത കാൽക്കുലേഷൻ എക്സാക്ട്ലി സെയിം ആണ്. ഓക്കെ, സോ ഇതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആണ് നമ്മുടെ ഈ ഒരു പുതിയൊരു വേ ഓഫ് ഈ ഒരു ഫോർമലിസത്തിന്റെ. ഇനി നമുക്ക് ആക്ച്വലി വേറൊരു കാര്യം ഇവിടെ ഒബ്സർവ് ചെയ്യാം. സപ്പോസ് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു ലഗ്രാഞ്ചിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. സപ്പോസ് എൻ്റെ സിസ്റ്റത്തിന്റെ ലഗ്രാഞ്ചിയൻ ആണ് എൽ. ഞാൻ ഈ എല്ലിന് പകരം ഞാൻ വേറൊരു ലഗ്രാഞ്ചിയൻ യൂസ് ചെയ്യുവാണ്. സപ്പോസ് അതായത് എൽ പ്ലസ് സം കോൺസ്റ്റന്റ്. എൻ്റെ ക്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷനും അതേ സിസ്റ്റത്തിനെ തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ലഗ്രാഞ്ചിയൻ ആണ്, അതായത് ലഗ്രാഞ്ചിയൻ യുണീക്ക് അല്ല. ഇനി ഞാനത് പ്രൂവ് ചെയ്യാൻ പോവുക. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഇക്വേഷനകത്ത് എല്ലിന് പകരം എൽ പ്ലസ് കെ ഒന്ന് കൊടുത്തു നോക്കിയേ. ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആ കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആണ്. റൈറ്റ്? സോ ആ കോൺസ്റ്റന്റ് ടേം ഉണ്ടെങ്കിലും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആ ടേം പോവും. സിമിലർലി ഇവിടെയും കോൺസ്റ്റന്റ് ടേം വരും, ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആ ടേം പോവും. സോ ഇക്വേഷൻ സ്റ്റിൽ ട്രൂ ആണ്. ക്ലിയർ? അതായത് ഞാൻ ലഗ്രാഞ്ചിന്റെ കൂടെ ഞാനൊരു കോൺസ്റ്റന്റ് ആഡ് ചെയ്താലും സെയിം സിസ്റ്റത്തിനെ തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ബിക്കോസ് എൻ്റെ ഇക്വേഷനിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഓക്കെ, റൈറ്റ്.
എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായി ലഗ്രാഞ്ചിയൻ യൂണീക്ക് അല്ല. അപ്പോൾ ചോദിക്കാം, ഓക്കെ ഇതൊരു കോൺസ്റ്റന്റ് അല്ലേ ആഡ് ചെയ്യുന്നത്, ഇതിനകത്ത് ഫണ്ടമെന്റൽ ആയിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ, ബിക്കോസ് ലഗ്രാഞ്ചിയൻ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിന്റെ ഡൈനാമിക്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ അല്ലേ, സോ ഞാൻ ജസ്റ്റ് ഒരു നമ്പർ ആഡ് ചെയ്യുന്നത് കൊണ്ട് അവിടെ ഫണ്ടമെന്റലി ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന്. ആക്ച്വലി ഇതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആണ്. യഥാർത്ഥത്തിൽ എനിക്ക് എൻ്റെ ലഗ്രാഞ്ചിന്റെ കൂടെ ഒരു കോൺസ്റ്റന്റ് അല്ല, അതിന് പകരം ടോട്ടൽ ടൈം ഡെറിവേറ്റീവ് ഓഫ് സം ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ ക്യൂസിന്റെയും ടീന്റെയും ഫംഗ്ഷൻ ആയിരിക്കണം. ആഡ് ചെയ്താലും എൻ്റെ ഇക്വേഷൻസിന് ഒരു വ്യത്യാസവും വരില്ല. ഓക്കെ, ഇത് ചെക്ക് ചെയ്യണമെങ്കിൽ അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. അതായത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക എന്തോരം ഹെഡേക്ക് ആണെന്ന്. ഞാൻ ഈ ഫുൾ ഒബ്ജക്റ്റ് എടുത്തത് എല്ലിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻഡ് ഇവിടെയും എല്ലിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് ഈ ഫുൾ മാത്തമാറ്റിക്സ് വർക്ക്ഔട്ട് ചെയ്യുക. എനിക്ക് എക്സാക്ട്ലി കാണാൻ പറ്റും ഈ അഡീഷണൽ ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്ത് പോവും, നമ്മുടെ പഴയ ഇക്വേഷൻ തന്നെ വരും. ഓക്കെ, ഞാൻ ആക്ച്വലി ഇത് അങ്ങനെ പ്രൂവ് ചെയ്യുന്നില്ല, പക്ഷേ ഞാൻ ഇപ്പം ഈ പറഞ്ഞ സംഭവം ട്രൂ ആണെന്ന് കുറച്ചും കൂടെ എലഗന്റ് ആയിട്ടുള്ള വേയിൽ നമുക്കിപ്പോൾ കാണാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ആക്ഷൻ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രൽ ഇനിഷ്യൽ ടു ഫൈനൽ എൽ ഡി ടി ആണ്. ഇതായിരുന്നു ബേസിക്കലി നമ്മുടെ ആക്ഷൻ. സപ്പോസ് ഞാൻ ഈ എല്ലിന് പകരം എൽ പ്ലസ് ടോട്ടൽ ടൈം ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ ഓഫ് ക്യൂസ് ആൻഡ് ടി ആണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചോ. നമുക്കൊന്ന് ആലോചിച്ചൊക്കെ എന്ത് സംഭവിക്കുമെന്ന്. അതായത് എൻ്റെ പുതിയ ലഗ്രാഞ്ചിയൻ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ T1 to T2 LDT plus, okay, integral d by dt of f qt dt from T1 to T2. ഇനി ആലോചിച്ച് നോക്കുക, അതായത് ഈ പാർട്ട് നമ്മുടെ ഓൾഡ് ആക്ഷൻ ആണ്, പഴയ ആക്ഷൻ ആണ്. എന്താ വെച്ചത് എ ഓൾഡ് പ്ലസ് ഇതാണ് നമ്മൾ എക്സ്ട്രാ ടൈം ഡെറിവേറ്റീവ് ആഡ് ചെയ്തുകൊണ്ടുള്ള അഡീഷണൽ ഫാക്ടർ. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട കണ്ടോ, ഇതൊരു ടോട്ടൽ ടൈം ഡെറിവേറ്റീവ് ആണ്. അതായത് ഞാൻ ടൈം കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നു, ടൈം കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. നേരത്തെ പറഞ്ഞ സെയിം ലോജിക്. അതായത് എനിക്ക് വേണമെങ്കിൽ ഇത് രണ്ടും കട്ട് ചെയ്ത് കളയുന്നതായിട്ട് എനിക്ക് ഇമാജിൻ ചെയ്യാം. ഓക്കെ, എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ സാധനം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഓക്കെ ഇന്റഗ്രൽ ഡി ഓഫ് ദാറ്റ് ഫംഗ്ഷൻ ഫ്രം T1 to T2 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻറ്റയർ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ എൻറ്റയർ ടേം എന്ന് പറഞ്ഞാൽ എസെൻഷ്യലി എഫ് ഇവാലുവേറ്റഡ് at T1 and T2. ക്ലിയർ? എന്താ അതിന്റെ മീനിങ് നോക്കാം. നമ്മുടെ കോൺഫിഗറേഷൻ സ്പേസിൽ ഇതാണ് എൻ്റെ ഇനീഷ്യൽ പൊസിഷൻ, ഇതാണ് എൻ്റെ ഫൈനൽ പൊസിഷൻ, റൈറ്റ്, ആൻഡ് ഇതാണ് നമ്മുടെ പാത്ത് എന്നൊക്കെ വെച്ചു, റൈറ്റ്. എന്താ ഈ ടേം? ആക്ച്വലി ഇതൊരു ഫംഗ്ഷൻ ആണ് ക്യൂ ആൻഡ് ടി. ഓക്കെ, എൻ്റെ ഫൈനൽ പോയിന്റിൽ ക്യൂവിനൊരു വാല്യൂ ഉണ്ട് ആൻഡ് ടീനൊരു വാല്യൂ ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എനിക്കൊരു നമ്പർ കിട്ടും. മൈനസ് എൻ്റെ ഇനീഷ്യൽ പോയിന്റിലും ക്യൂവിനൊരു വാല്യൂ ഉണ്ട്, ടീനൊരു വാല്യൂ ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വേറൊരു നമ്പർ കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബേസിക്കലി എ നമ്പർ മൈനസ് അനദർ നമ്പർ ആണ്. എന്ന് വെച്ചാൽ ഈ ഹോൾ സാധനം ബേസിക്കലി ഒരു നമ്പറാണ്. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ലഗ്രാഞ്ചിന്റെ കൂടെ ഞാനൊരു ടോട്ടൽ ടൈം ഡെറിവേറ്റീവ് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എസെൻഷ്യലി എൻ്റെ ആക്ഷനെ ഞാൻ എൻ്റെ മുമ്പത്തെ ആക്ഷൻ പ്ലസ് ഒരു നമ്പർ കൊണ്ട് ആഡ് ചെയ്യുന്നതിന് ഈക്വലന്റ് ആണ്. അതായത് ലഗ്രാഞ്ചിന്റെ കൂടെ ടോട്ടൽ ടൈം ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷന്റെ കൂടെ ജസ്റ്റ് ഒരു നമ്പർ ആഡ് ചെയ്യുന്നതിന് ഈക്വലന്റ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ആക്ച്വൽ പാത്ത് സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ആക്ച്വൽ പാത്തിലായിരിക്കും ആക്ഷന്റെ വാല്യൂ ഏറ്റവും മിനിമം ആയിട്ടുള്ളത്. ക്ലിയർ? ഇവിടെ ഞാൻ ആക്ച്വലി ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പാത്തിന്റെയും ആക്ഷന്റെ വാല്യൂവിന്റെ കൂടെ റൈറ്റ് ഞാൻ എക്സ്ട്രാ ഒരു നമ്പർ ആഡ് ചെയ്യുകയാണ് ചെയ്തത്. ബിക്കോസ് ഞാൻ ഈ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന നമ്പർ എസെൻഷ്യലി ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത് n പോയിന്റ്സിനെ മാത്രമാണ്. എല്ലാ പോസിബിൾ പാർട്സിലും n പോയിന്റ്സ് സെയിം ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആക്ഷന്റെ കൂടെ എക്സ്ട്രാ നമ്പർ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ പാത്തിന്റെയും ആക്ഷന്റെ കൂടെ ഒരു അഡീഷണൽ ഒരു ഫിക്സഡ് നമ്പർ വരും. ക്ലിയർ? എങ്കിലും ആലോചിച്ച് നോക്കുക, എല്ലാ പാത്തിന്റെ കൂടെ അഡീഷണൽ ഒരു എക്സ്ട്രാ നമ്പർ വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്ക് മുമ്പ് മിനിമം ഏത് പാത്തായിരുന്നോ ആ പാത്ത് തന്നെ ആയിരിക്കും ഇപ്പോഴും മിനിമം. ഓക്കെ, അവിടുത്തെ ആക്ഷന്റെ വാല്യൂ ഒരു നമ്പർ വെച്ച് ഇൻക്രീസ് ചെയ്തേ ഉള്ളൂ, പക്ഷെ അതേ ഇൻക്രിമെന്റ് ആണ് ബാക്കി എല്ലാവർക്കും ഉണ്ടായത്. റൈറ്റ്? എന്ന് വെച്ചാൽ ആക്ഷൻ മിനിമം ആവുന്ന പാത്ത് മാറില്ല. ക്ലിയർ? ഓക്കെ, സോ നമുക്ക് മനസ്സിലായി ഞാൻ ലഗ്രാഞ്ചിന്റെ കൂടെ ഞാനൊരു ടോട്ടൽ ടൈം ഡെറിവേറ്റീവ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ഷന്റെ കൂടെ ഒരു നമ്പർ ആഡ് ചെയ്യുന്നതിന് ഈക്വലന്റ് ആണ്. ആൻഡ് ആ നമ്പർ ഡിപ്പെൻഡ് ചെയ്യുന്ന n പോയിന്റ്സിനെ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെയുള്ള എല്ലാ പോസിബിൾ പാർട്സിന്റെയും ആക്ഷന്റെ വാല്യൂസിന്റെ കൂടെ ഞാനൊരു നമ്പർ ആഡ് ചെയ്യുവാണ്. ഞാൻ അങ്ങനെ ഒരു നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ഷന്റെ വാല്യൂ മിനിമം കിട്ടുന്ന പാത്ത് മാറില്ല. ബിക്കോസ് എല്ലാ പാത്തിന്റെ കൂടെയും ആ നമ്പർ എക്സ്ട്രാ വരുന്നുണ്ട്, സെയിം നമ്പർ എക്സ്ട്രാ വരുന്നുണ്ട്. സോ നമുക്ക് മനസ്സിലായി ലഗ്രാഞ്ചിയൻ യുണീക്ക് അല്ല. എനിക്ക് ഒരു സിസ്റ്റത്തിന്റെ ലഗ്രാഞ്ചിന്റെ കൂടെ എനിക്കൊരു ടോട്ടൽ ടൈം ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ
എനിക്ക് ആഡ് ചെയ്യാം. ഓക്കെ, എങ്കിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. സപ്പോസ് എൻ്റെ ഒരു മെക്കാനിക്കൽ സിസ്റ്റം ഉണ്ട് ആൻഡ് ആ മെക്കാനിക്കൽ സിസ്റ്റം കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് 2 ഇൻഡിപെൻഡന്റ് പാർട്സ് കൊണ്ടാണ്. ഓക്കെ, ഞാൻ എന്താ അതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഞാൻ പറയാം. ഓക്കെ, ഞാൻ അതിനെ ജസ്റ്റ് റെപ്രസെന്റ് ചെയ്യാൻ ഞാൻ ഇങ്ങനെ ഒരു റെക്ടാംഗിൾ വരയ്ക്കുന്നതേ ഉള്ളൂ, റൈറ്റ്? സോ ഇതാണ് പാർട്ട് എ, ഇതാണ് പാർട്ട് ബി. എക്സാമ്പിൾ, സപ്പോസ് എൻ്റെ ഒരു സിമ്പിൾ പെൻഡുലം ഉണ്ട് ആൻഡ് എൻ്റെ ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റം ഉണ്ട്, ഫോർ എക്സാമ്പിൾ. ഓക്കെ, ഇതൊരു സിമ്പിൾ പെൻഡുലം ആൻഡ് എൻ്റെ ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റം, റൈറ്റ്? ഓക്കെ, ആൻഡ് ഇവർ രണ്ടുപേരും ഇൻഡിപെൻഡന്റ്ലി മൂവ് ചെയ്യുന്നുണ്ട്, ഇവർ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നില്ല. ഞാൻ ഈ ഫുൾ സാധനത്തിലാണ് ഞാനൊരു സിംഗിൾ സിസ്റ്റം ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് ഇപ്പം എൻ്റെ ഒരു ബോക്സ് ഉണ്ട്, റൈറ്റ്? ആൻഡ് ഈ ബോക്സിനകത്ത് ഞാൻ ഐഡിയൽ ഗ്യാസിനെ ഫില്ല് ചെയ്തേക്കുവാണ്. ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്കറിയാം, ഓക്കെ, n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട് ആൻഡ് ഈ പാർട്ടിക്കിൾസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുന്നില്ല, റൈറ്റ്? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുൾ സിസ്റ്റം കമ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പരസ്പരം ഇന്ററാക്ട് ചെയ്യാത്ത n നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ സിസ്റ്റംസ് ചേർന്നാണ്. ബിക്കോസ് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഒരു പോയിന്റ് ഒബ്ജക്റ്റും ബേസിക്കലി ഒരു മെക്കാനിക്കൽ സിസ്റ്റം ആണ്, പക്ഷേ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെക്കാനിക്കൽ സിസ്റ്റം ആണ്. ബിക്കോസ് ഒരു പാർട്ടിക്കിൾ, നോ കൺസ്ട്രെയിൻ, സ്റ്റിൽ ഇറ്റ്സ് എ മെക്കാനിക്കൽ സിസ്റ്റം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബേസിക്കലി n നമ്പർ ഓഫ് നോൺ ഇന്ററാക്ടിങ് മെക്കാനിക്കൽ സിസ്റ്റംസ് ചേർന്നാണ് ആക്ച്വലി ഈ ബോക്സ്. ക്ലിയർ? ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ തൽക്കാലത്തേക്ക് എനിക്ക് പറയാൻ സൗകര്യത്തിന് എൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റം കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് പരസ്പരം ഇന്ററാക്ട് ചെയ്യാത്ത 2 ഇൻഡിപെൻഡന്റ് പാർട്സ് ചേർന്നാണ്. ഓക്കെ, എങ്കിൽ എൻ്റെ ക്ലെയിം എന്ന് പറഞ്ഞാൽ ഇതാണ്: ഈ പാർട്ടിന്റെ ലഗ്രാഞ്ചിനാണ് LA, ഈ പാർട്ടിന്റെ ലഗ്രാഞ്ചിനാണ് LB. അങ്ങനെയാണെങ്കിൽ ഈ ഫുൾ സിസ്റ്റത്തിന്റെ ലഗ്രാഞ്ചിയൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സം ആയിരിക്കും. ക്ലിയർ? ഇനി ഞാനത് പ്രൂവ് ചെയ്യണം. നമുക്ക് നോക്കാം അതെങ്ങനെയാ പ്രൂവ് ചെയ്യേണ്ടതെന്ന് നോക്കാം. സപ്പോസ് എൻ്റെ ഈ ഫസ്റ്റ് പാർട്ട്, അതായത് QA, ഓക്കെ, ഈ 2 പാർട്ടും കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആണ്. എങ്കിൽ ഈ QA ഇതെന്റെ ഫസ്റ്റ് പാർട്ടാണ്. എങ്കിൽ ഈ ഫസ്റ്റ് സിസ്റ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ എനിക്കൊരു സെറ്റ് ഓഫ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് വേണം. അതാണ് QA. അതായത് QA1, QA2, QA3 എക്സെട്ര. ഞാനിതിനെ QA എന്നാണ് ഞാൻ വിളിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് എല്ലാം ഞാനിപ്പോൾ പറയുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, ഏത് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? എനിക്ക് പറയാം ഫസ്റ്റ് സിസ്റ്റം, ഫോർ സിസ്റ്റം A, അതെല്ലാം ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. d/dt ഓഫ് ∂L by ∂QA ഡോട്ട് മൈനസ് ∂L by ∂QA ഈക്വൽ ടു 0. റൈറ്റ്? ഇവിടെ ∂QA എന്ന് പറയുമ്പോൾ അത് A1, A2, A3 അങ്ങനെ ഈ സിസ്റ്റത്തിനുള്ള എല്ലാ നമ്പർ ഓഫ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സും അതിനകത്തുണ്ട്. ആൻഡ് ഈ സെക്കൻഡ് സിസ്റ്റവും അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ കുറച്ച് നമ്പർ ഓഫ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് വേണം. ആൻഡ് അവർ ആക്ച്വലി ആ സിസ്റ്റത്തിന്റെ കേസിലുള്ള ഓയിലർ, ഓക്കെ, ഇത് ലഗ്രാഞ്ചിയൻ ഓഫ് എ സിസ്റ്റം, ഓക്കെ, ആ സിസ്റ്റത്തിന്റെ കേസിലുള്ള ഓയിലർ ലഗ്രാഞ്ചസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ∂QB ഡോട്ട് ലഗ്രാഞ്ചിയൻ ബി മൈനസ് ∂LB ഓഫ് സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, റൈറ്റ്. ഇനി ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ 2 സിസ്റ്റവും കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആണ്. എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താ? ഈ B എന്ന് പറയുന്ന സിസ്റ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ A എന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെതായിട്ടുള്ള ഒരു പാരാമീറ്റേഴ്സും പറയരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്, റൈറ്റ്? ഓക്കെ, അതായത് B എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ ലഗ്രാഞ്ചിനകത്ത് A എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ ഒരു ജനറലൈസ്ഡ് കോർഡിനേറ്റ്സും വരാൻ പാടില്ല. ഓക്കെ, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം A എന്ന് പറയുന്ന സിസ്റ്റത്തിൽ ആ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിന്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് B എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ ലഗ്രാഞ്ചിയൻ ചേഞ്ച് ചെയ്യും. എന്ന് വെച്ചാൽ അവർ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നുണ്ടെന്നാണ്. ഓക്കെ, അപ്പോൾ ഒരു നോൺ ഇന്ററാക്ടിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതിനകത്തുള്ള ഒരു QAസും ഇതിനകത്തുള്ള QBസിനകത്തില്ല, തിരിച്ചു. ക്ലിയർ? എങ്കിൽ നമുക്ക് ഈ സിസ്റ്റത്തിനെ ഇനി ഫുൾ ആയിട്ട് നമുക്ക് കണ്ടു നോക്കാം. ഈ സിസ്റ്റത്തിനെ ഫുള്ളി ഡിസ്ക്രൈബ് ചെയ്യാൻ എനിക്ക് വേണ്ട സെറ്റ് ഓഫ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിനെ, ഓക്കെ, ഞാൻ എൻ്റെ സൗകര്യത്തിനായിട്ട് ഞാൻ ഈറ്റാസ് എന്നാ ഞാൻ എഴുതാൻ പോകുന്നത്. എന്താണ് ഈറ്റ? ഈറ്റ എന്ന് പറഞ്ഞാൽ ഈ ഫുൾ സിസ്റ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വരുന്ന ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്. ഇനി അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഫുൾ സിസ്റ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ എനിക്ക് ബേസിക്കലി ഏതൊക്കെ വേണം? ഞാൻ ഈ സിസ്റ്റത്തിനെയും ഫുള്ളി ഡിസ്ക്രൈബ് ചെയ്യണം, ഈ സിസ്റ്റത്തിനെയും ഫുള്ളി ഡിസ്ക്രൈബ് ചെയ്യണം. അതായത് ഇതിനകത്തുള്ള എല്ലാ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സും വേണം, ഇതിനകത്തുള്ള എല്ലാ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സും വേണം ഫുള്ളി. അതായത് ഈറ്റ എന്ന് പറഞ്ഞാൽ ബേസിക്കലി സെറ്റ് ഓഫ് ഓൾ QAs ആൻഡ് സെറ്റ് ഓഫ് ഓൾ QBs ആണ്. ഓക്കെ, എങ്കിൽ സപ്പോസ് ഈ ഫുൾ സിസ്റ്റത്തിന് ഒരു ലഗ്രാഞ്ചിയൻ ഉണ്ട്, ഞാൻ അതിനെ L ഫുൾ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഫുൾ സിസ്റ്റം സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. ഏതാണത്? ഫുൾ സിസ്റ്റം സാറ്റിസ്ഫൈ ചെയ്യേണ്ട, അതായത് ഫുൾ സിസ്റ്റം സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ d/dt ഓഫ് L ഫുൾ സിസ്റ്റം ബൈ ∂ഈറ്റ
ഡോട്ട്, ബിക്കോസ് ഫുൾ സിസ്റ്റത്തിന്റെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് അത്, മൈനസ് ഡോ എൽ ബൈ ഡോ ഈറ്റ എൽ ഫുൾ ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ഈറ്റ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്തുവാണ്? സെറ്റ് ഓഫ് ഓൾ ക്യൂ എസ് ആൻഡ് സെറ്റ് ഓഫ് ഓൾ ക്യൂ ബീസ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ ഈ സിസ്റ്റത്തിനെ ഞാൻ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എനിക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടും. ഒന്ന് ഡി ബൈ ഡി ടി ഓഫ്, ഓക്കെ ഇവിടെ ഒരു ഡോ ഉണ്ടായിരുന്നു, ഡോ എൽ ഫുൾ ബൈ ഡോ ക്യൂ എ ഡോട്ട് മൈനസ് ഡോ ബൈ ഡോ ക്യൂ എ എൽ ഫുൾ equal to 0, and similarly d by dt of dou by dou qb dot L full minus dou by dou qb L full equal to 0. ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ സെറ്റ് ഓഫ് ഓൾ ക്യൂ എസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇതാണ്, റൈറ്റ്? എന്ന് വെച്ചാൽ ഈ എൽ ഫുൾ, ഓക്കെ, എൽ ഫുൾ എൽ എ ആവണം. ഓക്കെ, റൈറ്റ്. ഒരു പോയിന്റും കൂടെ ഉണ്ട്, ഈ സെറ്റ് ഓഫ് ഓൾ ക്യൂബീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്ന് വെച്ചാൽ ഈ എൽ ഫുൾ എൽ ബി യു ആവണം. ഓക്കെ, റൈറ്റ്. എങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻസ് ട്രൂ ആവത്തുള്ളൂ, ബിക്കോസ് ക്യൂ എയും ക്യൂ ബിയും ഇൻഡിപെൻഡന്റ് ഈ രണ്ട് ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ക്ലിയർ? സോ അപ്പൊ ഈ നീഡ് സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എൽ ഫുൾ എന്ന് പറയുന്നത് എൽ എ പ്ലസ് എൽ ബി ആയാലേ പറ്റത്തുള്ളൂ. കാരണം എന്താണ്? ബിക്കോസ് ഈ എൽ ഫുൾ എന്ന് പറയുന്നത് എൽ എ പ്ലസ് എൽ ബി ആണെങ്കിൽ, നോക്കുക, ഞാൻ വിത്ത് റെസ്പെക്ട് ടു എയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എൽ ബി പാർട്ട് ഉണ്ടല്ലോ, അതിന്റെ ഡെറിവേറ്റീവിന്റെ ടേംസ് എല്ലാം 0 ബിക്കോസ് ഞാൻ ഓൾറെഡി പറഞ്ഞു സിസ്റ്റം കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആണ്. ബീത്ത് സിസ്റ്റത്തിന്റെ പുറത്ത് എയുടെ ഒരു പാരാമീറ്റേഴ്സും ഉണ്ടാവില്ല. സോ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സാക്ട്ലി 0 ആയിരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സിമിലർലി ഈ എൽ ഫുൾ എന്ന് പറയുന്നത് എൽ എ പ്ലസ് എൽ ബി ആണെങ്കിൽ ഞാൻ വിത്ത് റെസ്പെക്ട് ടു ക്യൂ ബിസിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എൽ എയുടെ ടേംസ് എല്ലാം എക്സാക്ട്ലി 0 ആവും. ബിക്കോസ് എയുടെ ലഗ്രാഞ്ചിനകത്ത് ബിയുടെ ഒരു ടേംസും വരത്തില്ല. സോ ഞാൻ വിത്ത് റെസ്പെക്ട് ടു ക്യൂ ബിയിലോ ക്യൂ ഡോട്ട് ബിയിലോ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആ ടേംസും ക്യാൻസൽ ചെയ്തു പോകും. റൈറ്റ്? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഇക്വേഷൻസും സാറ്റിസ്ഫൈ പെടണം ആൻഡ് അത് ഇതുമായിട്ട് കൺസിസ്റ്റന്റ് ആവണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇത് ബേസിക്കലി ജസ്റ്റ് ഡെഫിനിഷൻ ആണ്. അതായത് നമ്മുടെ ഫുൾ സിസ്റ്റത്തിന്റെ ലഗ്രാഞ്ചിയൻ എൽ ഫുള്ളും അതിന്റെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ഈറ്റ, ആൻഡ് ഈറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം ക്യൂ എയും ക്യൂ ബിയും ആണ്, ഹോൾ സെറ്റ്. ഓക്കെ, ആൻഡ് നമുക്ക് ഈ കിട്ടിയ റിസൾട്ട് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഫാക്റ്റുമായിട്ട് കൺസിസ്റ്റന്റ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായി എൽ ഫുൾ എന്ന് പറഞ്ഞാൽ എൽ എ പ്ലസ് എൽ ബി ആയിരിക്കണം. സോ എന്റെ ക്ലെയിം ഞാൻ പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായ സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ്: ഒരു സിസ്റ്റം ഒന്നിലധികം നോൺ ഇന്ററാക്ടിങ് പാർട്സ് ആയിട്ട് കമ്പോസ് ചെയ്യപ്പെട്ടൊരു സിസ്റ്റം ആണെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ ലഗ്രാഞ്ചിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ലഗ്രാഞ്ചിയന്റെ സം ആയിരിക്കും, നോൺ ഇന്ററാക്ടിങ് ആണെങ്കിൽ മാത്രം. ഓക്കെ, റൈറ്റ്. എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായി, സപ്പോസ് എൻ്റെ ഐഡിയൽ ഗ്യാസ് ആണുള്ളതെങ്കിൽ ആ ഐഡിയൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ ടോട്ടൽ ലഗ്രാഞ്ചിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ഗ്യാസ് പാർട്ടിക്കിൾസിന്റെ ലഗ്രാഞ്ചിയന്റെ സം ആയിരിക്കും. ഓക്കെ, റൈറ്റ്. പക്ഷെ സ്റ്റിൽ നമുക്ക് ഇപ്പോഴും ലഗ്രാഞ്ചിയന്റെ ഫോം നമുക്കറിയില്ല. ഓക്കെ, ലഗ്രാഞ്ചിയൻ നമ്മൾ ക്യൂസിന്റെയും ക്യൂ ഡോട്ടിന്റെയും ഫംഗ്ഷൻ ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇൻ ജനറൽ എൻ്റെ ഒരു മെക്കാനിക്കൽ സിസ്റ്റം തന്നു കഴിഞ്ഞാൽ അതിന്റെ ലഗ്രാഞ്ചിയൻ എന്താണെന്ന് നമുക്കറിയില്ല. ആക്ച്വലി അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ തിയറി ഫുള്ളി ഇൻഡിറ്റർമിനിസ്റ്റിക് അല്ലേ? ബിക്കോസ് ഞാനിപ്പോൾ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓക്കെ ലഗ്രാഞ്ചിന്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നറിയാം, പക്ഷേ എനിക്ക് ഒരു സിസ്റ്റത്തിന്റെയും കേസിൽ ലഗ്രാഞ്ചിന്റെ ഫംഗ്ഷണൽ ഫോം അറിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ തിയറി ഇൻഡിറ്റർമിനിസ്റ്റിക് ആണ്. ബിക്കോസ് എനിക്ക് ആൻസർ അറിഞ്ഞാലേ ബാക്കി മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ലഗ്രാഞ്ചിനെ അറിഞ്ഞെങ്കിൽ മാത്രമേ. അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതാ. ഒന്ന് ആലോചിച്ച് നോക്കുക, ആക്ച്വലി ന്യൂട്ടോണിയൻ മെക്കാനിക്സിലും ഇങ്ങനെ തന്നെയാണ്. അതായത് എൻ്റെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, ആ പാർട്ടിക്കിളിന്റെ ഡൈനാമിക്സ് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ ഓക്കെ റൈറ്റ് ഞാൻ എക്സ്ട്രാ കഴിയുന്നൊരു സംഭവം ഞാൻ കണ്ടുപിടിക്കണം. അതാണ് ഫോഴ്സസ്. അതായത് സപ്പോസ് എൻ്റെ രണ്ട് ഒബ്ജക്ട്സ് ഉണ്ട്, അവർ ഗ്രാവിറ്റേഷൻ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ എക്സ്പെരിമെന്റിനെ കണ്ടുപിടിക്കണം ഇവർക്കിടയ്ക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് Gm/r² ആണെന്ന്. അതായത് ഈ രണ്ട് സിസ്റ്റംസും ഇന്ററാക്ട് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദിസ് ലോ Gm/r² ആണെന്ന് ഞാൻ എക്സ്പെരിമെന്റിലേ കണ്ടുപിടിക്കണം. എന്നിട്ട് ഞാനവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലേ എനിക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സെയിം തിങ് തന്നെയാണ് ഇവിടെയും. ഫോർ എ ഗിവൺ സിസ്റ്റം ആ സിസ്റ്റത്തിന്റെ ലഗ്രാഞ്ചിയൻ എന്താണെന്ന് എക്സ്പെരിമെന്റിലേ നമ്മൾ കണ്ടുപിടിക്കണം. നമ്മുടെ ഹെഡേക്ക് ആണത്. ഓക്കെ, ആൻഡ് ന്യൂട്ടോണിയൻ ഫോർമുലേഷനകത്തും ഡിഫറെന്റ് മെക്കാനിക്കൽ സിസ്റ്റംസിന്റെ കേസിൽ അതിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഡിഫറെന്റ് ആയിരിക്കും. ആൻഡ് ഈ ഫോഴ്സസ് എന്താണെന്ന് നമ്മൾ ഇൻഡിപെൻഡന്റ്ലി നമ്മൾ കണ്ടുപിടിക്കണം.
ക്ലിയർ? അത് കണ്ടുപിടിക്കാത്തടത്തോളം കാലം എനിക്ക് പറയാം ഓക്കെ ന്യൂട്ടോണിയൻ മെക്കാനിക്സും ഇൻഡിറ്റർമിനിസ്റ്റിക് ആണ്, അതൊരു യൂസ്ലെസ് തിയറിയാണ്. പക്ഷെ നമുക്കറിയാം ആക്ച്വലി ഓരോ ഡിഫറെന്റ് സിറ്റുവേഷൻസിലും ഫോഴ്സസും നമുക്കറിയാം, അതുകൊണ്ട് നമ്മുടെ പ്ലഗ് ഇൻ ചെയ്യും, നമ്മൾ ഇക്വേഷൻസ് സോൾവ് ചെയ്യും. അതേ രീതിയിലാണ് നമ്മൾ ഇവിടെ തിങ്ക് ചെയ്യേണ്ടത്. ഫോർ ഈച്ച് സിസ്റ്റംസ് ലഗ്രാഞ്ചിയൻ എന്താണെന്ന് എക്സ്പെരിമെന്റലി നമ്മൾ കണ്ടുപിടിക്കണം, എന്നിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമ്മൾ മുന്നോട്ട് പ്രൊസീഡ് ചെയ്യുക. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഇനി ചില സിമെട്രി പ്രിൻസിപ്പിൾസ്, ഓക്കെ, അതായത് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് റിലേറ്റിവിറ്റി ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് നമുക്ക് ആക്ച്വൽ ലഗ്രാഞ്ചിന്റെ ഫോം എങ്ങനെയൊക്കെ ആവണമെന്ന് നമുക്ക് ആക്ച്വലി ഗസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു, സപ്പോസ് എൻ്റെ സിസ്റ്റം 2 പാർട്സ് ആയിട്ട് കമ്പോസ് ചെയ്തിരിക്കുന്ന 2 ഇൻഡിപെൻഡന്റ് പാർട്സ് ആണ്. അതിൽ ഒന്നാമത്തെ പാർട്ടിന്റെ ലഗ്രാഞ്ചിനാണ് LA. എനിക്ക് ജസ്റ്റ് ആലോചിച്ച് നോക്കിയാൽ, ഞാൻ ഈ LAയുടെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞു ഞാനൊരു കോൺസ്റ്റന്റ് ആഡ് ചെയ്താൽ പ്രശ്നമില്ല, ഒരു ടോട്ടൽ ടൈം ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ ഓഫ് Q ആൻഡ് T ആഡ് ചെയ്താലും പ്രശ്നമില്ല. സപ്പോസ് ഞാൻ ഈ ലഗ്രാഞ്ചിന് പകരം ഞാനൊരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ആണ് ലഗ്രാഞ്ചിന്റെ കൂടെ സം K ടൈംസ് LA. ഇത് പോസിബിൾ ആണോ? ആണ്, ബിക്കോസ് ഒരു പ്രശ്നമില്ല. ബിക്കോസ് ഞാൻ ലഗ്രാഞ്ചിന്റെ കൂടെ ഞാനൊരു ടോട്ടൽ ഒരു നമ്പർ ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ്ലി ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് അതാ ഇവിടെ നോക്കുക, ഞാൻ ഇവിടെ ഒരു കോൺസ്റ്റന്റ് K ഇടും, ഇവിടെ കോൺസ്റ്റന്റ് K ഇടും, കോൺസ്റ്റന്റ് രണ്ടിൽ നിന്നും ഡിഫറൻസിയേഷന് പുറത്തു വരും. എന്ന് വെച്ചാൽ ഓവറോൾ ഞാനൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഇക്വലന്റ്, എന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആണ്. സോ കോൺസ്റ്റന്റ് അപ്പുറത്ത് പോകും, അത് വാനിഷ് ആവും. ഓക്കെ, എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്റെ ഒരു സിസ്റ്റത്തിന്റെ ലഗ്രാഞ്ചിയൻ L ആണെങ്കിൽ K ടൈംസ് LA ആ സിസ്റ്റത്തിന്റെ ലഗ്രാഞ്ചിയൻ ആണ്. ഗുഡ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കേ, കൺസെപ്ച്വലി ആക്ച്വലി അത് വളരെ ഒബ്വിയസ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഗ്രാഞ്ചിയൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സിസ്റ്റത്തിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ആണ്. ബേസിക്കലി അതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്, നമുക്ക് മെഷർ ചെയ്യാം ഈ ക്യൂസും ക്യൂ ഡോട്ട്സും അറിയാമെങ്കിൽ. എങ്കിലും ആലോചിച്ച് നോക്കി, എനിക്ക് ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ എനിക്ക് ഡിഫറെന്റ് യൂണിറ്റ്സിൽ മെഷർ ചെയ്യാം. സോ ഞാൻ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ എസെൻഷ്യലി ഞാൻ എന്റെ യൂണിറ്റ് മാറ്റുന്നതിന് ഈക്വലന്റ്. സോ ഇതിനകത്ത് പ്രത്യേകിച്ച് ഡീപ്പ് ആയിട്ടൊന്നുമില്ല. ഓക്കെ, റൈറ്റ്. എങ്കിൽ നമുക്കറിയാം സപ്പോസ് എൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്, അതിന്റെ ഒരു പാർട്ടാണ് A, ആ പാർട്ടിന്റെ ലഗ്രാഞ്ചിയൻ എനിക്ക് K ടൈംസ് LA എന്ന് എഴുതാം. ഓക്കെ, സപ്പോസ് ഞാൻ അത് K1 എന്ന് എഴുതുവാണ്. എങ്കിൽ എന്റെ സെക്കൻഡ് പാർട്ടിന്റെ ലഗ്രാഞ്ചിയൻ, ഓക്കെ, സെക്കൻഡ് പാർട്ടിന്റെ ലഗ്രാഞ്ചിയൻ LB എനിക്ക് വേണമെങ്കിൽ സം K2 ടൈംസ് LB, അതും സെക്കൻഡ് പാർട്ടിന്റെ ലഗ്രാഞ്ചിയൻ ആയിട്ട് എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ലഗ്രാഞ്ചിയൻ ആണ്. ക്ലിയർ? ആൻഡ് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു ലഗ്രാഞ്ചിയൻ ഓഫ് ദ ഫുൾ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ പാർട്സിന്റെ സം ആണ്. ഓക്കെ, അതായത് ലഗ്രാഞ്ചിയൻ ഓഫ് ഫുൾ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രണ്ടും കൂടെ ആഡ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാം ദിസ് ഇംപ്ലൈസ് L ഫുൾ എന്ന് പറഞ്ഞാൽ K1 LA പ്ലസ് K2 LB. ഇത് ഫുൾ സിസ്റ്റത്തിന്റെ ലഗ്രാഞ്ചിയൻ ആണ്. ഓക്കെ, ഒന്ന് ആലോചിക്കാൻ മനസ്സിലാവും ഇത് ആക്ച്വലി തെറ്റാണ്. കാരണം നോക്കെ, സപ്പോസ് ഫുൾ സിസ്റ്റത്തിന്റെ ലഗ്രാഞ്ചിയൻ ഇപ്പൊ L ഫുൾ ആണെങ്കിൽ ഓക്കെ, എനിക്ക് അതിന്റെ കൂടെ എനിക്കൊരു ഓവറോൾ നമ്പർ എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ക്ലിയർ? ഓക്കെ, ഇത് അലൗഡ് ആണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കാം, എന്റെ ഫുൾ സിസ്റ്റത്തിന്റെ ലഗ്രാഞ്ചിയൻ എനിക്ക് ഓൾറെഡി അറിയായിരുന്നു, അത് ബേസിക്കലി LA പ്ലസ് LB ആണ്. ഞാൻ പറയുന്നു ഓക്കെ ഇതും ഫുൾ സിസ്റ്റത്തിന്റെ ലഗ്രാഞ്ചിയൻ ആണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കാം, എനിക്ക് ഇതിനെ ഒരിക്കലും എനിക്ക് സം കോൺസ്റ്റന്റ് ടൈംസ് LA പ്ലസ് LB എന്ന് എനിക്ക് എഴുതാൻ പറ്റില്ല. ക്ലിയർ? ബിക്കോസ് ഈ രണ്ട് നമ്പറും ഡിഫറെന്റ് ആണ്. ക്ലിയർ? ഓക്കെ, അതായത് എന്റെ സിസ്റ്റം കമ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്ന 2 ഇൻഡിപെൻഡന്റ് പാർട്സ് ആണെങ്കിൽ ഓരോ പാർട്ടിനെയും എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ എനിക്ക് ഡിഫറെന്റ് കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യപ്പെട്ട ലഗ്രാഞ്ചിയൻസ് യൂസ് ചെയ്യാം. പക്ഷെ ഫുൾ സിസ്റ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഞാൻ ഫസ്റ്റ് പാർട്ടിന്റെ കൂടെ K1ഉം സെക്കൻഡ് പാർട്ടിന്റെ കൂടെ K2ഉം മൾട്ടിപ്ലൈ ചെയ്തിട്ട് പരസ്പരം ആഡ് ചെയ്ത ലഗ്രാഞ്ചിയൻ പറ്റില്ല. ഞാൻ ഈ 2 പാർട്ടിന്റെ കൂടെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് സെയിം നമ്പേഴ്സ് ആയിരിക്കണം. ഓക്കെ, അതായത് രണ്ടും K1 തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ K ആയിരിക്കണം, അതായത് K ടൈംസ്. എങ്കിലേ എനിക്കിത് ഇങ്ങനെ കോമൺ എടുക്കാൻ പറ്റും. എങ്കിലേ ഫുൾ സിസ്റ്റത്തിന്റെ ലഗ്രാഞ്ചിയൻ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ യൂണിറ്റ് ചേഞ്ച് ചെയ്തതിന് ഇക്വലന്റ് ആവത്തുള്ളൂ. അല്ലെങ്കിലും ഇതും ആലോചിച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ് ആണ്. ബിക്കോസ് ഞാൻ ഫസ്റ്റ് സിസ്റ്റത്തിന്റെ കൂടെ ഞാനൊരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, സോ ഞാൻ യൂണിറ്റ് മാറ്റി. സെക്കൻഡ് സിസ്റ്റത്തിന്റെ കൂടെ ഞാൻ വേറൊരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഞാൻ ആ യൂണിറ്റ് മാറ്റി. എന്നിട്ട് ഞാനത് പരസ്പരം ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ ഡിഫറെന്റ് യൂണിറ്റ്സിലുള്ള ലഗ്രാഞ്ചിയൻസ് പരസ്പരം ആഡ് ചെയ്യുകയാണ്. അതെന്തായാലും തെറ്റാണ്. ഓക്കെ, ബിക്കോസ് എനിക്ക് ഒരിക്കലും സെന്റിമീറ്റേഴ്സും മീറ്ററും ആഡ് ചെയ്ത് സെൻസിബിൾ ആയിട്ടുള്ള ഒരു ഒബ്ജക്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, സോ അപ്പൊ ഈ ഫാക്ട്സ് ബേസിക്കലി റെപ്രസെന്റ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ലഗ്രാഞ്ചിയൻ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി പോലത്തെ ഒരു ഒബ്ജക്റ്റ് ആണ്. പോലത്തെ ഒന്നുമില്ല, ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. റൈറ്റ്? സോ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമുക്ക് യൂണിറ്റ് അസൈൻ ചെയ്യാം. ഓക്കെ, അതിന്റെ കോൺസിക്വൻസ് ആണ് ബേസിക്കലി ഇത്. അപ്പൊ പോയിന്റ്, ഇൻഡിവിജ്വൽ പാർട്സ് ഇന്ററാക്ട് ചെയ്യുന്നില്ലെങ്കിൽ ടോട്ടൽ ലഗ്രാഞ്ചിയൻ ഇൻഡിവിജ്വൽ പാർട്സിന്റെ സം ആണ്. ആൻഡ് ഇൻഡിവിജ്വൽ പാർട്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ എനിക്ക് ലഗ്രാഞ്ചിന്റെ കൂടെ ഏത് നമ്പർ ഉണ്ടെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യാം, ഇറ്റ്സ് ഫൈൻ, അത് യൂണിറ്റ് മാറ്റുന്നതിന് ഇക്വലന്റ് ആണ്. പക്ഷെ ഫുൾ സിസ്റ്റത്തിന്റെ ലഗ്രാഞ്ചിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ പാർട്സിന്റെ സം ആണ്, അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിന്റെ കൂടെയും ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പർ സെയിം ആയിരിക്കണം.
എന്നിട്ട് വേണം അത് ആഡ് ചെയ്യേണ്ടത്. അല്ല ഡിഫറൻറ്റ് നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് പരസ്പരം ആഡ് ചെയ്യുന്നത് ഫുൾ സിസ്റ്റത്തിന്റെ ലഗ്രാഞ്ചിനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. എനിക്ക് നമുക്ക് വേറെയും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, സപ്പോസ് എനിക്ക് എന്തായാലും എഴുതാം, എൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റത്തിന്റെ ലഗ്രാഞ്ചിൻ എൽ ആണെങ്കിൽ ആ സിസ്റ്റം സാറ്റിസ്ഫൈ ചെയ്യുന്ന പാത്ത്, സിസ്റ്റം ഇവോൾവ് ചെയ്യുന്ന പാത്ത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഡി ബൈ ഡി ടി ഓഫ് ഡോ ബൈ ഡോ ക്യൂ കെ ഡോട്ട് എൽ മൈനസ് ഡോ എൽ ബൈ ഈക്വൽ ടു 0. ഓക്കെ, ഞാൻ ഈ ഇക്വേഷനെ, ഞാൻ ഇത്രയും നേരം ഈ ഇക്വേഷനെ സ്റ്റഡി ചെയ്യുമായിരുന്നു, ഞാൻ ഇപ്പോഴും ചെയ്യാൻ പോകുന്നത് തന്നെ. സപ്പോസ് നമ്മുടെ ലഗ്രാഞ്ചിയൻ, ഓക്കെ, ഞാൻ അതിനു മുമ്പ് കുറച്ച് ഡെഫിനിഷൻസ് ഉണ്ടാക്കാം. ഈ ഡെഫിനിഷൻസ് വളരെ യൂസ്ഫുൾ ആണ്. എൻ്റെ ഫസ്റ്റത്തെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇതാ. ഓക്കെ, ഞാൻ ഈ ഡോ ബൈ ഡോ ക്യൂ കെ ഡോട്ട് ഓഫ് എൽ, ഈ ഓബ്ജക്റ്റിനെ ഇനി തൊട്ട് ഞാൻ പി കെ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അതിന്റെ നെയിം എന്ന് പറഞ്ഞാൽ ജനറലൈസ്ഡ് മൊമെന്റം എന്നാണ്. കേൾക്കുമ്പോൾ അതിന് മൊമെന്റോ ആയിട്ട് നമ്മുടെ മനസ്സിൽ ഓൾറെഡി ഉള്ള മൊമെന്റോ ആയിട്ട് യാതൊരു ബന്ധമില്ല. ബിക്കോസ് നമ്മുടെ മനസ്സിൽ ഓൾറെഡി ഉള്ള മൊമെന്റ് എന്ന് പറഞ്ഞാൽ എം ഇൻറ്റു വി ആണ്. ഓക്കെ, ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇതൊരു പുതിയൊരു ഡെഫിനിഷൻ ആണ്. ഓക്കെ, റൈറ്റ്. അതായത് സിസ്റ്റത്തിന്റെ ലഗ്രാഞ്ചിൻ എല്ലാണെങ്കിൽ ഓക്കെ, ആ ലഗ്രാഞ്ചിനെ വിത്ത് റെസ്പെക്ട് ടു ക്യൂ കെ ഡോട്ട് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എനിക്ക് കിട്ടുന്നത് ജനറലൈസ്ഡ് മൊമെന്റം അസോസിയേറ്റഡ് വിത്ത് ക്യൂ കെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്. സിമിലർലി ഓരോ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിന്റെയും ഡോട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജനറലൈസ്ഡ് വെലോസിറ്റി കൊണ്ട് എനിക്ക് ലഗ്രാഞ്ചിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എനിക്ക് കിട്ടുന്നത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജനറലൈസ്ഡ് മൊമെന്റം ആയിരിക്കും. അതായത് ഇവിടെ എസ് നമ്പർ ഓഫ് ജനറലൈസ്ഡ് മൊമെന്റംസ് ഉണ്ട്. ജസ്റ്റ് ഒരു ഡെഫിനിഷൻ ആണ്. നമ്മൾ എന്തിനാ ഇതിനെ ജനറലൈസ്ഡ് മൊമെന്റം ഒന്നും ഞാൻ ഡിഫൈൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഡെഫിനിഷൻ നാച്ചുറലി നമുക്ക് ഓൾറെഡി അറിയാവുന്ന മൊമെന്റത്തിന്റെ ഡെഫിനിഷൻസുമായിട്ട് ഈ സാധനം മാച്ച് ആയി പോകും. ഓക്കെ, അതുകൊണ്ടാണ്. സോ അറ്റ് ദിസ് പോയിന്റ് ഇത് ജസ്റ്റ് ഒരു ഡെഫിനിഷൻ ആണ്. ഓക്കെ, ക്ലിയർ. അതിനേക്കാളും ആക്ച്വലി ഇത് വളരെ പവർഫുൾ ആണ്. അതായത് നമ്മൾ സാധാരണ നോൺ റിലേറ്റിവിസ്റ്റിക് തിയറിയിൽ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എം വി ആണ്. നമ്മൾ റിലേറ്റിവിസ്റ്റിക് തിയറി പഠിക്കുമ്പോൾ ആക്ച്വലി നമ്മൾ മൊമെന്റത്തിന്റെ ഡെഫിനേഷൻ പഠിക്കാൻ പോകുന്നത് എം വി ഡിവൈഡ് ബൈ റൂട്ട് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ആണ്. ഓക്കെ, റൈറ്റ്. അതായത് ആ ഡെഫിനേഷൻ, മൊമെന്റത്തിന്റെ ആ ഡെഫിനേഷൻ നമ്മൾ നോൺ റിലേറ്റിവിസ്റ്റിൽ നിന്നും റിലേറ്റിവിസ്റ്റിലോട്ട് പോകുമ്പോൾ മാറുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പൊ ഡെവലപ്പ് ചെയ്ത എൻറ്റയർ ഫോർമലിസത്തിനകത്ത് ഞാൻ ആക്ച്വലി ഒരേ ഒരു കാര്യം മാത്രമേ അസ്യൂം ചെയ്തിട്ടുള്ളൂ, ആക്ഷൻ പ്രിൻസിപ്പിൾ ആൻഡ് ലഗ്രാഞ്ചിന്റെ ഫോം. ഓക്കെ, റൈറ്റ്. നമ്മൾ റിലേറ്റിവിറ്റി പഠിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും എക്സാക്ട്ലി ഈ സംഭവങ്ങളെല്ലാം ഇത് തന്നെയാണ്. അതായത് അവിടെയും ഒരു സിസ്റ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ എനിക്ക് ലഗ്രാഞ്ചിൻ വേണം. ആൻഡ് ലഗ്രാഞ്ചിൻ എന്ന് പറഞ്ഞാൽ ക്യൂസിന്റെയും ക്യൂ ഡോട്ടിന്റെയും ഫംഗ്ഷൻ ആണ്. ആൻഡ് ആക്ഷൻ മിനിമൈസ് ചെയ്യുന്ന പാത്ത് കൂടിയാണ് സിസ്റ്റം ഇവോൾവ് ചെയ്യുന്നത്. ഈ സെയിം സാധനം എക്സാക്ട്ലി ഇത് തന്നെയാണ് റിലേറ്റിവിറ്റിയിലും. എന്ന് വെച്ചാൽ നമ്മൾ ഈ റിലേറ്റിവിറ്റി പഠിക്കുമ്പോഴും സ്റ്റിൽ മൊമെന്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് തന്നെയാണ്. നമുക്ക് കാണാൻ പറ്റും. സപ്പോസ് ഞാൻ ഈ ലഗ്രാഞ്ചിയൻ ജനറൽ റിലേറ്റിവിസ്റ്റിക് സിനാരിയോയില് ലഗ്രാഞ്ചിനാണ് ഞാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടാൻ പോകുന്നത് എക്സാക്ട്ലി എം വി ഡിവൈഡ് ബൈ റൂട്ട് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ആയിരിക്കും. ഞാൻ നോൺ റിലേറ്റിവിസ്റ്റിക് സിനാരിയോയില് ലഗ്രാഞ്ചിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഈ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്ന എം വി ആയിരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ ഇത് ഒരു തരത്തിലൊരു തിയറി ഓഫ് എവറിത്തിങ് ആണ്. ഓക്കെ, ഞാനത് കറക്റ്റ് സെൻസിലല്ല പറഞ്ഞത്, പക്ഷെ അതിന്റെ ഒരു സെൻസ് മനസ്സിലാക്കുക. ഓക്കെ, അതായത് എന്റെ റിലേറ്റിവിസ്റ്റിക് തിയറിയാലും നോൺ റിലേറ്റിവിസ്റ്റിക് തിയറിയാലും ഈ ഡെഫിനിഷൻസ് ഒക്കെ ജനറൽ ആണ്. ഇതെല്ലാം ഇതുപോലെ തന്നെ നിൽക്കും. സോ അതാണ് ആക്ച്വലി ഇതിന്റെ ഓവറോൾ ഒരു ബ്യൂട്ടി. ഓക്കെ, നമ്മൾ കൂടുതൽ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ആക്ച്വലി ഇതിന്റെ ബ്യൂട്ടി നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ഡെഫിനിഷൻ. എങ്കിൽ അക്കോർഡിംഗ് ടു ദിസ് ഡെഫിനിഷൻ എനിക്ക് എഴുതാം. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ബേസിക്കലി എങ്കിൽ പി ആണ്. എങ്കിൽ ഈ ഫുൾ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി പി ഡോട്ട് ആണ്. എങ്കിൽ പി ഡോട്ട് ഈക്വൽ ടു ഈ ടേം അപ്പുറത്ത് പോകുമ്പോൾ എനിക്ക് എന്തോ കിട്ടും, പി ഡോട്ട് ഈക്വൽ ടു ഡോ ബൈ ഡോ ക്യൂ കെ ഓഫ് എൽ. റൈറ്റ്, എന്ന് വെച്ചാൽ എനിക്ക് അടുത്തൊരു ഡെഫിനിഷൻ കിട്ടും. ഓക്കെ, റൈറ്റ്. അതായത് നമ്മുടെ ഈ എൻറ്റയർ ഇക്വേഷനെ എൻ്റെ ഈ പുതിയ ഡെഫിനിഷൻ യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് രണ്ട് ഇക്വേഷൻസ് ആക്കി എഴുതാം. ഒന്നാണ് പി കെ ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ ക്യൂ കെ ആൻഡ് പി ഡോട്ട് ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ ക്യൂ കെ. റൈറ്റ്, ഇവിടെ ഡോട്ട് ഉണ്ടായിരുന്നു, ഇവിടെ ഡോട്ട് ഇല്ല. റൈറ്റ്, ഇങ്ങനെ തിങ്ക് ചെയ്താൽ മതി. ഇവിടെയുള്ള ഡോട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ ഈ എക്സ്പ്രഷൻ ആവും. ഓക്കെ, റൈറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, ഇത് ജസ്റ്റ് ഡെഫിനിഷൻ ആണ്. എങ്കിൽ സപ്പോസ് നമ്മുടെ ഈ ലഗ്രാഞ്ചിയൻ, ഞാൻ പറഞ്ഞു ലഗ്രാഞ്ചിയൻ ഇൻ ജനറൽ കുറച്ച് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. സപ്പോസ് അസ്യൂം ചെയ്യുക നമ്മുടെ ഈ ലഗ്രാഞ്ചിനകത്ത് ഓക്കെ Q5 ഇല്ല. അതായത് അഞ്ചാമത്തെ ജനറലൈസ്ഡ് കോർഡിനേറ്റിന്റെ ടേം ഇതിനകത്ത് ഇല്ല. ഓക്കെ, റൈറ്റ്. എങ്കിൽ എന്ത് സംഭവിക്കും നോക്കുക. അഞ്ചാമത്തെ ജനറലൈസ്ഡ് കോർഡിനേറ്റിന്റെ ടേം ഇല്ല എന്നുണ്ടെങ്കിൽ സ്റ്റിൽ Q
Q.5 അവിടെ ഉണ്ടാവും. ഓക്കെ, Q5 ആണ് ഇല്ലാത്തത്, Q.5 അവിടെ ഉണ്ട്. ഓക്കെ, അതായത് ഞാൻ പറയുന്നത് എൻ്റെ ലഗ്രാഞ്ചിയൻ ഈസ് ഇൻഡിപെൻഡന്റ് ഫ്രം Q5. ക്ലിയർ? എങ്കിൽ എൻ്റെ കോൺസിക്വൻസ് എന്താ നോക്കുക. ഈ സെക്കൻഡ് ടേം എന്തായിരിക്കും? 0 ആയിരിക്കും. ബിക്കോസ് ഡോ Q5 ഓഫ് L 0 ആണ്. റൈറ്റ്? എന്ന് വെച്ചാൽ എനിക്ക് പറയാം, ദിസ് ഇംപ്ലൈസ് d/dt ഓഫ് ഡോ Q5 of L equal to 0. This implies d/dt of, and ഈ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് P5, ബിക്കോസ് ഞാൻ ഫിഫ്ത്ത് ജനറലൈസ്ഡ് കോർഡിനേറ്റിന് കറസ്പോണ്ടിങ് ഉള്ള വെലോസിറ്റി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ d/dt of P5 equal to 0. അല്ലെങ്കിൽ എനിക്ക് പറയാം, this implies P5 equal to a constant. ക്ലിയർ? സോ എനിക്ക് മനസ്സിലായി, നമ്മുടെ ലഗ്രാഞ്ചിയൻ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജനറലൈസ്ഡ് കോർഡിനേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ജനറലൈസ്ഡ് മൊമെന്റം അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് പർട്ടിക്കുലർ ജനറലൈസ്ഡ് കോർഡിനേറ്റ് അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും, അത് വേരി ചെയ്യില്ല. ക്ലിയർ? എന്ന് വെച്ചാൽ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, എൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റത്തിന്റെ ലഗ്രാഞ്ചിയൻ അതിനകത്തുള്ള ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജനറലൈസ്ഡ് കോർഡിനേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പക്ഷെ ജനറലൈസ്ഡ് വെലോസിറ്റിയുടെ ടേം അതിനകത്തുണ്ടാവും, ജനറലൈസ്ഡ് കോർഡിനേറ്റിനാണ് ഡിപ്പെൻഡ് ചെയ്യാതെ. റൈറ്റ്? അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ജനറലൈസ്ഡ് മൊമെന്റം അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് പർട്ടിക്കുലർ ജനറലൈസ്ഡ് കോർഡിനേറ്റിനെ കാൽക്കുലേറ്റ് ചെയ്യാം. റൈറ്റ്? അതായത് ഈ ഒബ്ജക്റ്റ്, ഈ ക്വാണ്ടിറ്റി വേരി ചെയ്യില്ല, ബിക്കോസ് അതിന്റെ ടൈം ഡെറിവേറ്റീവ് 0 ആണ്. അതായത് ഈ ക്വാണ്ടിറ്റി ഞാൻ ഇനിഷ്യലി ഞാൻ എത്ര വാല്യൂ ആണോ ഒബ്സർവ് ചെയ്യുന്നത് ആ വാല്യൂ തന്നെ ആയിരിക്കും ത്രൂ ഔട്ട് എല്ലാ ഇൻസ്റ്റന്റിലും. എന്ന് വെച്ചാൽ അതൊരു കൺസർവ്ഡ് ക്വാണ്ടിറ്റിയാണ്. സോ നമുക്ക് മനസ്സിലായി, ഒരു കൺസർവ്ഡ് ക്വാണ്ടിറ്റി നമുക്ക് കണ്ടെത്താൻ പറ്റി, പ്രൊവൈഡഡ് ലഗ്രാഞ്ചിയൻ ഒരു പർട്ടിക്കുലർ ജനറലൈസ്ഡ് കോർഡിനേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാതിരുന്നപ്പോൾ. ഇത് ആക്ച്വലി നമ്മൾ പിന്നീട് കാണാൻ പോകുന്ന ഒരു വലിയൊരു പിക്ചറിന്റെ ഒരു പാർട്ടാണ്. നമ്മൾ പിന്നീട് ഒരു ജനറൽ ആയിട്ട് ഒരു തിയറം പഠിക്കും, അതാണ് ആക്ച്വലി നോതേഴ്സ് തിയറം. നോതേഴ്സ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് എൻ്റെ ഒരു കണ്ടിന്യൂസ് സിമെട്രി ഉണ്ടെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരു കൺസർവ്ഡ് ക്വാണ്ടിറ്റി ഉണ്ടാവും. അതാണ് ആക്ച്വലി ഇവിടെയും കണ്ടത്. റൈറ്റ്? അതായത് നമ്മുടെ ലഗ്രാഞ്ചിയൻ Q5നെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്തുവാ? സപ്പോസ് Q5 ആണ് എൻ്റെ ഈ ആക്സിസ് എന്ന് വെച്ചു. റൈറ്റ്? ഈ ആക്സിസ് ആണ് Q5 എന്ന് വെച്ചാൽ എൻ്റെ എൻറ്റയർ സിസ്റ്റത്തിനെ ഞാൻ ആ Q5 ആക്സിസിൽ കൂടെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്താലും ലഗ്രാഞ്ചിന് വേരിയേഷൻ ഉണ്ടാവില്ല, ലഗ്രാഞ്ചിയൻ മാറില്ല, ബിക്കോസ് ലഗ്രാഞ്ചിനകത്ത് Q5ന്റെ ടേം ഇല്ല. സോ Q5 ആക്സിസിൽ കൂടെ ഞാൻ എൻറ്റയർ സിസ്റ്റത്തിനെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്താലും ലഗ്രാഞ്ചിയൻ മാറില്ല. റൈറ്റ്? എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് എ സിമെട്രി. ക്ലിയർ? അതായത് Q5 ആക്സിസിൽ കൂടെ സിസ്റ്റത്തിനെ ഞാൻ എവിടെ വെച്ചാലും, അതായത് Q5 ഈക്വൽ ടു 2ൽ ഞാൻ സിസ്റ്റത്തിനെ വെച്ചാലും, Q5 ഈക്വൽ ടു 18ൽ ഞാൻ സിസ്റ്റത്തിനെ വെച്ചാലും, Q5 ഈസ് ഈക്വൽ ടു 25ൽ ഞാൻ സിസ്റ്റത്തിനെ വെച്ചാലും സിസ്റ്റത്തിൽ യാതൊരു വ്യത്യാസം വരില്ല, ബിക്കോസ് ലഗ്രാഞ്ചിയൻ Q5നെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സിമെട്രിയെ. ഓക്കെ, ബിക്കോസ് നിങ്ങൾ ഒരു പർട്ടിക്കുലർ പാരാമീറ്ററിന് നിങ്ങൾ വേരിയേഷൻ ഉണ്ടാക്കുന്നു, വേരിയേഷൻ ഉണ്ടാക്കിയതിനു ശേഷം സിസ്റ്റം അതുപോലെ ആയിരിക്കുന്നത്. അതായത് നിങ്ങൾ എന്തോ ചേഞ്ച് ഉണ്ടാക്കി, ആഫ്റ്റർ ദാറ്റ് ചേഞ്ച് സിസ്റ്റം റിമൈൻസ് അതുപോലെ. ജസ്റ്റ് ആലോചിച്ച് നോക്കുക, ഒരു സ്ക്വയറിനെ ഇമാജിൻ ചെയ്യുക. ഒരു സ്ക്വയറിനെ സപ്പോസ് ഞാൻ ഒരു 20 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുമ്പ് ഇരിക്കുന്നത് പോലെ ആയിരിക്കില്ല, വ്യത്യാസം ഉണ്ടാവും. അതേസമയം ഞാൻ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഫ്റ്റർ റൊട്ടേഷൻ സിസ്റ്റം അതുപോലെ തന്നെ ആയിരിക്കും നിൽക്കുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് പറയാം, ഒരു സ്ക്വയറിന് ഒരു 90 ഡിഗ്രി റൊട്ടേഷണൽ സിമെട്രി ഉണ്ടെന്ന്. ക്ലിയർ? പക്ഷേ 20 ഡിഗ്രി റൊട്ടേഷൻ സിമെട്രി ഇല്ല, ബിക്കോസ് 20 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മുമ്പ് ഇരിക്കുന്ന പോലെ അല്ല സാധനം ഇരിക്കുന്നത്. പക്ഷെ ഇവിടെ ഞാൻ കണ്ടു, ഓക്കെ, ഇവിടെ ഞാൻ ക്യൂവിന്റെ വാല്യൂ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്താലും ലഗ്രാഞ്ചിനെ ക്യൂ അഫക്ട് ചെയ്യാത്തതുകൊണ്ട്, Q5 ഡിപ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് ലഗ്രാഞ്ചിൽ യാതൊരു വ്യത്യാസവും വരത്തില്ല. സോ ദാറ്റ് ഇംപ്ലൈസ് എ സിമെട്രി. ഓക്കെ, ആൻഡ് നമ്മൾ കണ്ടു അവിടെ ഒരു സിമെട്രി ഉണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി കൺസർവ്ഡ് ആണ്. അതാണ് ആക്ച്വലി P5. ക്ലിയർ? നമ്മൾ ജനറൽ കോൺടെക്സ്റ്റിൽ നമ്മൾ ഈ സാധനം നമ്മൾ പിന്നീട് ഡെഡ്യൂസ് ചെയ്യും, പക്ഷെ നമ്മൾ അതിന്റെ ചില പീസസ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, റൈറ്റ്? ആൻഡ് നമ്മൾ ആക്ച്വലി പിന്നീട് നമ്മൾ കാണും, അതായത് നമ്മൾ കുറച്ചും കൂടെ കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു ഫോർ എ ഫ്രീ പാർട്ടിക്കിൾ, ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ യൂഷ്വൽ നമ്മുടെ ചുറ്റുമുള്ള മെക്കാനിക്കൽ സിസ്റ്റംസിന്റെ കേസിൽ നമുക്ക് ലഗ്രാഞ്ചിന്റെ എക്സാക്ട് ഫോം നമുക്ക് എഴുതാൻ പറ്റും. റൈറ്റ്? അങ്ങനെ എക്സാക്ട് ഫോം നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് സപ്പോസ് ഞാൻ ഈ എൻറ്റയർ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലാണ്, അതായത് XY Z ഇതിലാണ്. അത് എന്റെ ജനറലൈസ്ഡ് കോർഡിനേറ്റ് Xഉം Yഉം Z ആണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്ക് എക്സാക്ട്ലി കാണാൻ പറ്റും. സപ്പോസ് എന്റെ ലഗ്രാഞ്ചിയൻ Xനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്റെ PK MVX ആയിരിക്കും. ഓക്കെ, അതായത് എന്റെ ലഗ്രാഞ്ചിയൻ X കോർഡിനേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് X ഡയറക്ഷനിൽ എന്റെ സിസ്റ്റത്തിന് ഒരു ട്രാൻസ്ലേഷണൽ സിമെട്രി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം X ഡയറക്ഷനിലെ കമ്പോണന്റ് ഓഫ് മൊമെന്റം കൺസർവ്ഡ് ആണെന്ന്.
ആൻഡ് സിമിലർലി നമ്മൾ സപ്പോസ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന കോർഡിനേറ്റ്സ് ആക്ച്വലി ആംഗുലാർ കോർഡിനേറ്റ്സ് ആണെങ്കിൽ എനിക്ക് ആക്ച്വലി പ്രൂവ് ചെയ്യാൻ പറ്റും. സപ്പോസ് എൻ്റെ ലഗ്രാഞ്ചിയൻ ഈ പർട്ടിക്കുലർ ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗുലാർ മൊമെന്റം, ആ ആംഗുലാർ മൊമെന്റം ആയിരിക്കും നമ്മുടെ ഈ പി കെ. റൈറ്റ്, ക്ലിയർ? അതായത് എൻ്റെ പ്രോബ്ലത്തിനകത്ത് റൊട്ടേഷണൽ സിമെട്രി ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ആംഗുലാർ മൊമെന്റം കൺസേർവ്ഡ് ആണെന്നാണ്. ഓക്കെ, റൈറ്റ്. സോ അപ്പോൾ ഇതെല്ലാം നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ, കാര്യം ബിക്കോസ് ഇതെല്ലാം പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ ലഗ്രാഞ്ചിന്റെ എക്സാക്ട് ഫോം എനിക്ക് അറിയണം. ഓക്കെ, എങ്കിൽ മാത്രമേ എനിക്ക് ഈ സാധനങ്ങൾ പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഒരു പോയിന്റിന്റെ ഒരു ഓവറോൾ ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലഗ്രാഞ്ചിന്റെ ഫോം എന്താണെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നില്ല. സോ ഞാൻ സംസാരിക്കുന്നത് മോസ്റ്റ് ജനറൽ കേസസിനെ പറ്റിയാണ്. റൈറ്റ്, ഓക്കെ. ലഗ്രാഞ്ചിന്റെ ഞാനൊരു ഫോം അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ സംസാരിക്കുന്ന റെസ്ട്രിക്റ്റഡ് സിനാരിയോനെ പറ്റിയാണ്. സോ എനിക്ക് പർട്ടിക്കുലർ എക്സാമ്പിൾസ് കിട്ടും. പക്ഷെ ഞാനിപ്പോൾ സംസാരിക്കുന്ന മോസ്റ്റ് ജനറൽ ആണ്. എപ്പോഴും ഈ സംഭവങ്ങളെല്ലാം എക്സാക്ട്ലി ഇതുപോലെ തന്നെ ആയിരിക്കും. ഓക്കെ, എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. സപ്പോസ് എൻ്റെ ഒരു ലഗ്രാഞ്ചിൻ ഉണ്ട്, ഇതാണ് എൽ. ജസ്റ്റ് ഫോർ ഫൺ ഞാൻ ലഗ്രാഞ്ചിന്റെ ടോട്ടൽ ടൈം ഡെറിവേറ്റീവ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുവാണ്. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. അതായത് ഡി ബൈ ഡി ടി ഓഫ് ലഗ്രാഞ്ചിയൻ. ഓക്കെ, നമുക്ക് എന്തായാലും അറിയാം ഈ ലഗ്രാഞ്ചിയൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ക്യൂസിന്റെയും ക്യൂ ഡോട്ടിന്റെയും ഫംഗ്ഷനാണ്. ഓക്കെ, ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം. ഓക്കെ, എങ്കിൽ ഞാൻ എന്തായാലും എഴുതാൻ പോകുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു, ഓക്കെ, ടോട്ടൽ ടൈം ഡെറിവേറ്റീവ്. ഞാൻ ആദ്യം എല്ലിനെ ക്യൂവിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം ആൻഡ് ഞാൻ ക്യൂവിനെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതാണ് ബേസിക്കലി ചെയിൻ റൂൾ. അതായത് ഡി ബൈ ഡി ടി ഓഫ് ക്യൂ പ്ലസ് അടുത്ത ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട്, ഓക്കെ, ഡോട്ട് ഡി ക്യൂ കെ ഡോട്ട് ഡി ടി എന്ന് വെച്ചാൽ എനിക്ക് കിട്ടി ദിസ് ഇംപ്ലൈസ് ഡി ബൈ ഡി ടി ഓഫ് ലഗ്രാഞ്ചിയൻ ഈക്വൽ ടു, ആൻഡ് ഇവിടെ നല്ല ചോദിക്കുക ഈ ഒബ്ജക്റ്റ് എന്താണ്. ഈ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഡോ എൽ ബൈ ഡോ ക്യൂ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഡോട്ട്. റൈറ്റ്, സോ പി ഡോട്ട് ആൻഡ് ഈ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ക്യൂ ഡോട്ട് പ്ലസ് ആൻഡ് ഈ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം പി, ആൻഡ് ഈ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ ഡബിൾ ഡോട്ട്. ഓക്കെ, റൈറ്റ്. പ്രത്യേകിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും വരത്തില്ല. ഓക്കെ, പക്ഷെ എന്നാലോചിച്ച് നോക്കുക. സപ്പോസ് ഞാൻ ഇവിടെ എക്സ്ട്രാ ഒരു ടേം ഞാൻ ആഡ് ചെയ്യാൻ പോവുക. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. അതായത് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ്, എനിക്ക് വേണ്ട ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇതാ, എനിക്ക് ടോട്ടൽ ടൈം ഡെറിവേറ്റീവ് എനിക്ക് 0 എന്ന് കിട്ടണം. സോ ദാറ്റ് എനിക്കൊരു വേറെ ഒരു കൺസേർവ്ഡ് ക്വാണ്ടിറ്റി എനിക്ക് കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, സോ ഞാൻ കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ട് തിങ്ക് ചെയ്യാൻ പോവുക. റൈറ്റ്, അപ്പൊ എനിക്ക് ഈ ടേം 0 ആക്കണം. ഈ ടേം 0 ആക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ബേസിക്കലി ചെയ്യേണ്ടത് റൈറ്റ് എക്സാക്ട്ലി ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ടേം, അതായത് ഈ ടേമിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ടേം ഞാൻ ഇവിടെ സബ്ട്രാക്ട് ചെയ്യണം. അതായത് ഈ സെയിം ടേം തന്നെ ഞാൻ സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, ആൻഡ് ഈ സെയിം ടേം എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഫുൾ ടേം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ ഫുൾ ടേം എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് പി ക്യൂ ഡോട്ട് ആണ്. കാരണം ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കിയേ, പി ക്യൂ ഡബിൾ ഡോട്ട് അതാണ് ഈ ടേം ആൻഡ് ക്യൂ ഡോട്ട് പി ഡോട്ട് അതാണ് ഈ ടേം. എന്ന് വെച്ചാൽ സപ്പോസ് ഞാൻ ഈ ഇക്വേഷന്റെ രണ്ട് സൈഡിലും ഓക്കെ ഡി ബൈ ഡി ടി ഓഫ് പി ക്യൂ ഡോട്ട് കൊണ്ട് ഞാൻ സബ്ട്രാക്ട് ചെയ്താൽ ഓക്കെ ഈ സൈഡ് ഓക്കെ മൈനസ് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്തായാലും അറിയാം ഈ ടേം ഫുള്ളി 0 ആവും. ബിക്കോസ് ഇത് തന്നെയാണിത്. ക്ലിയർ? എങ്കിൽ എനിക്ക് എഴുതാം ദിസ് ഇംപ്ലൈസ് ഡി ബൈ ഡി ടി ഓഫ് എൽ മൈനസ് പി ക്യൂ ഡോട്ട് ഈക്വൽ ടു 0. നമ്മൾ കൺവെൻഷനലി നമ്മൾ ഇതിനെ വേറെ രീതിയിലാണ് തിരിച്ചെഴുതുന്നത്. ഡി ബൈ ഡി ടി ഓഫ് പി ക്യൂ ഡോട്ട് മൈനസ് എൽ ഈക്വൽ ടു 0. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ പി ക്യൂ ഡോട്ട് എന്ന് എഴുതുമ്പോൾ ഇവിടെ ആക്ച്വലി ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി കെ ക്യൂ കെ ഡോട്ട് എന്നാണ്. ബിക്കോസ് എന്നാലും ചോദിക്കുക ഇവിടെ ഇൻഡെക്സ് ഉണ്ട്, കെ ഇൻഡെക്സ് ഉണ്ട്. സോ ഈ സാധനം ഇവിടെ കെ 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 എക്സെട്ര ഇവിടെ എല്ലായിടത്തും സമ്മേഷൻ കൺവെൻഷൻ സാധനമുണ്ട്. റൈറ്റ്, ഓക്കെ. സോ എനിക്ക് മനസ്സിലായി ദിസ് ഇംപ്ലൈസ് പി കെ ക്യൂ കെ ഡോട്ട് മൈനസ് എൽ ഈസ് എ കോൺസ്റ്റന്റ്. ക്ലിയർ? ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക.
നോക്കുക, സപ്പോസ് എൻ്റെ ലഗ്രാഞ്ചിൻ ഇതായിരുന്നു. ഞാൻ കുറച്ച് മാത്തമാറ്റിക്സ് വർക്കൗട്ട് ചെയ്തു. സോ ഫൈനലി എനിക്ക് മനസ്സിലായി ഈ ക്വാണ്ടിറ്റി ഒരു കോൺസ്റ്റന്റ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ ഇവിടെ എടുത്ത ഏത് അസംഷനാണ് എനിക്ക് ഈ കോൺസ്റ്റന്റിലേക്ക് എന്നെ ലീഡ് ചെയ്തത്? അസംഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, എൻ്റെ ലഗ്രാഞ്ചിയൻ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നതാണ്. സപ്പോസ് ഇവിടെ ടൈമിന്റെ ഫാക്ടർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എക്സ്ട്രാ ഒരു ടേം കൂടെ ഇവിടെ എഴുതേണ്ടി വന്നേ. ഞാൻ ഈ ടേം എഴുതേണ്ടി വന്നേ, ഡോ എൽ ബൈ ഡോ ടി. ഞാൻ ഈ ടേം ഇവിടെ എഴുതേണ്ടി വന്നേനെ. ആ ടേം ഞാൻ എഴുതേണ്ടി വന്നിരുന്നെങ്കിൽ നോക്കേ, ആ ടേം എക്സാക്ട്ലി ഇവിടെ വരും, റൈറ്റ്? ആ ടേം എക്സാക്ട്ലി ഇവിടെയും വരും. എന്ന് വെച്ചാൽ എനിക്കിവിടെ 0 കിട്ടില്ല. അതിന് പകരം എനിക്കിവിടെ കിട്ടാൻ പോകുന്നത് ഡോ എൽ ബൈ ഡോ ടി എന്ന ടേം ആയിരിക്കും. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മൈനസ് അതിന്റെ വില വ്യത്യാസം വരും. അതെനിക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് എനിക്ക് ഒരിക്കലും 0 കിട്ടത്തില്ല. അതായത് എനിക്ക് ഈ റൈറ്റ് ഹാൻഡ് സൈഡ് 0 കിട്ടാൻ കാരണം ഞാൻ ലഗ്രാഞ്ചിയൻ ക്യൂസിനെയും ക്യൂ ഡോട്ട്സിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്ന അസംഷൻ ഞാൻ എടുത്തതുകൊണ്ടാണ്. അല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ലഗ്രാഞ്ചിയൻ ക്യൂസിനെയും ക്യൂ ഡോട്ട്സിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, അതായത് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ സംസാരിക്കുന്നത് ക്ലോസ്ഡ് സിസ്റ്റത്തിനെ പറ്റിയാണ്. അതായത് എൻ്റെ സിസ്റ്റം ക്ലോസ്ഡ് ആണെങ്കിൽ, എൻ്റെ സിസ്റ്റം ക്ലോസ്ഡ് സിസ്റ്റം ആണെങ്കിൽ, അതായത് ലഗ്രാഞ്ചിയൻ ഈ ഫോമിലാണെങ്കിൽ ഈ ക്വാണ്ടിറ്റി കൺസേർവ്ഡ് ആയിരിക്കും. ക്ലിയർ? എന്ന് വെച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞ പ്രിൻസിപ്പിളുമായിട്ട് കമ്പാറ്റബിൾ ആയിട്ടുള്ള വേറൊരു സംഭവം ഞാൻ കണ്ടെത്തി. നോക്കാം, ലഗ്രാഞ്ചിയൻ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ടി ഈസ് ഈക്വൽ ടു 0യിൽ ഞാൻ എൻ്റെ സിസ്റ്റത്തിന് ഒരു പർട്ടിക്കുലർ കോൺഫിഗറേഷനിൽ വയ്ക്കുന്നു, ഞാൻ എക്സ്പെരിമെന്റ് ചെയ്യുന്നു. സിസ്റ്റം ഒരു പർട്ടിക്കുലർ രീതിയിലായിരിക്കും ഇവോൾവ് ചെയ്യുന്നത്. സപ്പോസ് ഞാൻ ഈ സെയിം ഇനീഷ്യൽ സ്റ്റേറ്റിൽ ഞാൻ ടി ഈസ് ഈക്വൽ ടു 18ൽ ഈ സിസ്റ്റത്തിനെ വെക്കുകയാണ്. സിസ്റ്റം ഇവോൾവ് ചെയ്യുന്നത് എക്സാക്ട്ലി ഐഡന്റിക്കൽ ആയിട്ടാണെങ്കിൽ അതിന്റെ അർത്ഥം ഈ സിസ്റ്റം കംപ്ലീറ്റ്ലി ക്ലോസ് സിസ്റ്റം ആണ്. ബിക്കോസ് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഒന്നും ഈ സിസ്റ്റത്തിന്റെ പുറത്തില്ല. റൈറ്റ്? ഓക്കെ, അതാണ് നമ്മുടെ സിനാരിയോ എങ്കിൽ, അതായത് ഞാൻ എൻ്റെ ടൈം ആക്സിസിൽ കൂടെ എൻ്റെ സിസ്റ്റത്തിനെ ട്രാൻസ്ലേറ്റ് ചെയ്താലും സിസ്റ്റത്തിൽ യാതൊരു വ്യത്യാസവും വരില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഇനിഷ്യൽ കണ്ടീഷൻസിൽ സിസ്റ്റം ഒരുപോലെ ആയിരിക്കും ഇവോൾവ് ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം ടൈം ആക്സിസിൽ കൂടെ സിസ്റ്റത്തിനെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്താലും അവിടെ യാതൊരു വ്യത്യാസവും വരില്ല. എന്ന് വെച്ചാൽ ദർ ഇസ് എ സിമെട്രി. ഓക്കെ, അതായത് ഞാൻ ടൈം ഡയറക്ഷനിൽ സിസ്റ്റത്തിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴും ദർ ഇസ് നത്തിങ് ചേഞ്ചിങ് ഇൻ ദ സിസ്റ്റം. ഓക്കെ, സെയിം ഇനിഷ്യൽ കണ്ടീഷനിൽ സിസ്റ്റം ഒരുപോലെ ഇവോൾവ് ചെയ്യുന്നത്. സോ ദർ ഇസ് എ സിമെട്രി, ടൈം ട്രാൻസ്ലേഷണൽ സിമെട്രി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ദാറ്റ് ലീഡ്സ് ടു ദിസ് കൺസേർവ്ഡ് ക്വാണ്ടിറ്റി. ക്ലിയർ? ആൻഡ് നമ്മൾ ഈ ക്വാണ്ടിറ്റിനെ നമ്മൾ ഹാമിൽട്ടോണിയൻ ഓഫ് ദ സിസ്റ്റം എന്നാണ് നമ്മൾ പൊതുവെ വിളിക്കാറുള്ളത്. ജസ്റ്റ് എ ഡെഫിനിഷൻ. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ ഹാമിൽട്ടോണിയന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മുന്നോട്ട് മനസ്സിലാവും. ആക്ച്വലി കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സെൻട്രൽ തിങ് ബേസിക്കലി ഇതായിട്ട് മാറും. ഓക്കെ, ഇപ്പോൾ നമ്മളത് ആക്സിഡന്റലി നമ്മൾ കണ്ടെത്തിയത്. ആൻഡ് ഒരു ഇൻട്രസ്റ്റിംഗ് തിങ് ആയിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ അപ്പോൾ നമുക്ക് മനസ്സിലായി, ഓക്കെ, ഹാമിൽട്ടോണിയൻ ഓഫ് എ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പി കെ ക്യൂ കെ ഡോട്ട് മൈനസ് എൽ. ആൻഡ് നമുക്കറിയാം ഇഫ് സിസ്റ്റം ഈസ് ക്ലോസ്ഡ്, ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആണെങ്കിൽ ഹാമിൽട്ടോണിയൻ ഓഫ് ദാറ്റ് സിസ്റ്റം, ഹാമിൽട്ടോണിയൻ കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ക്രൈസി കോമ്പിനേഷനകത്തുനിന്നാണ്. ഹാമിൽട്ടോണിയൻ കോൺസ്റ്റന്റ് ആയിരിക്കും. ആൻഡ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ചില പർട്ടിക്കുലർ കേസസിൽ ഈ ഹാമിൽട്ടോണിയൻ എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജിയാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞ ഫുൾ തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിന് ഒരു ടൈം ട്രാൻസ്ലേഷണൽ സിമെട്രി ഉണ്ടെങ്കിൽ അത് ഇംപ്ലൈ ചെയ്യുന്നത് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. ഓക്കെ, റൈറ്റ്? സോ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഈ എൻറ്റയർ ഡിസ്കഷനകത്ത് നമ്മളൊരു സ്പെസിഫിക് മെക്കാനിക്കൽ സിസ്റ്റത്തെ പറ്റിയല്ല പറഞ്ഞത്. ഇൻ ജനറൽ ഫോർ എനി മെക്കാനിക്കൽ സിസ്റ്റം നമ്മൾ പറഞ്ഞു എനിക്കൊരു ലഗ്രാഞ്ചിയൻ ഡിഫൈൻ ചെയ്യാം. ലഗ്രാഞ്ചിയൻ ഞാനൊരു പ്രത്യേക ഫോം അസ്യൂം ചെയ്തിട്ടില്ല. സോ ഞാൻ സംസാരിക്കുന്ന ബോസ്റ്റ് ജനറൽ കേസാണ്. റൈറ്റ്? സോ ആൻഡ് എനി സിസ്റ്റം അതിനൊരു ലഗ്രാഞ്ചിയൻ ഉണ്ടെങ്കിൽ എനിക്കൊരു ആക്ഷൻ ഡിഫൈൻ ചെയ്യാം. സോ ദാറ്റ് ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റിലൂടെ നമുക്കറിയാം ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഓഫ് പാത്സ് ഉണ്ട്. സിസ്റ്റം ആക്ച്വലി ചൂസ് ചെയ്യുന്ന ഒരു സ്പെസിഫിക് പാത്ത് ആയിരിക്കും. ആ സ്പെസിഫിക് പാത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ബേസിക്കലി ആക്ഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. ആക്ഷന്റെ വാല്യൂ മിനിമം ആവുന്ന പാത്ത്. ആൻഡ് നമ്മൾ ആക്ഷന്റെ വാല്യൂ മിനിമം ആവുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അതാണ് ബേസിക്കലി ഓയിലർ-ലാഗ്രാഞ്ചസ് ഇക്വേഷൻ. അതിനകത്തുനിന്ന് മാത്രം നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തു. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി ഇതിന്റെ ബ്യൂട്ടി. ഞാൻ ആക്ച്വലി ഒരേ ഒരു പ്രിൻസിപ്പിൾ മാത്രമേ എൻറ്റയർ ഡിസ്കഷനകത്ത് യൂസ് ചെയ്തിട്ടുള്ളൂ. അതാണ് ആക്ഷൻ പ്രിൻസിപ്പിൾ. അതിൽ നിന്ന് മാത്രം നമുക്ക് ഇത്രയും ഫിസിക്സ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാം. ആക്ച്വലി ഇത്രയും മാത്രമല്ല, നമ്മൾ ഇനി പറയാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ, അതായത് ഞാനിപ്പോൾ ഈ ചെയ്യാൻ പോകുന്ന സമ്മറി ഓഫ് ക്ലാസിക്കൽ മെക്കാനിക്സ്, ഈ ഒരു സെറ്റ് ഓഫ് വീഡിയോസ്, ഇത് ആക്ച്വലി നമ്മുടെ ഫുൾ ക്ലാസിക്കൽ മെക്കാനിക്സ് സീരീസിനകത്തുള്ള പാർട്ട്
1 ആണ്. അതായത് ഈ ഫുൾ സമ്മറി ഓഫ് ക്ലാസിക്കൽ മെക്കാനിക്സ് പാർട്ട് 1 ആണ്. ഇതിനകത്ത് നമ്മൾ ബേസിക്കലി നമ്മൾ ലഗ്രാഞ്ചിനോ ഒന്നും നമ്മളൊരു പർട്ടിക്കുലർ ഫോം അസ്യൂം ചെയ്യുന്നില്ല. സോ നമ്മൾ ഡെഡ്യൂസ് ചെയ്യുന്ന എല്ലാ റിസൾട്ടും ജനറൽ ആണ്. ഓക്കെ, സോ ഇതാണ് ആക്ച്വലി ഇതിന്റെ ഒരു ബ്യൂട്ടി. അതായത് ഒരേ ഒരു പ്രിൻസിപ്പിൾ മാത്രമേ നമ്മൾ അസൈൻ ചെയ്തിട്ടുള്ളൂ, പക്ഷെ അതിൽ നിന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ സംഭവങ്ങൾ സപ്പോസ് നമ്മുടെ സിസ്റ്റം റിലേറ്റിവിസ്റ്റിക് ആണെങ്കിലും ഈ പറയുന്ന സ്ട്രക്ചേഴ്സിനൊന്നും യാതൊരു വ്യത്യാസവും വരാൻ പോകുന്നില്ല. റിലേറ്റിവിസ്റ്റിക് ആണെങ്കിൽ റിലേറ്റിവിസ്റ്റിക്കിന്റെ കേസിലുള്ള ലഗ്രാഞ്ചിൻ നമ്മൾ യൂസ് ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ.